Okay. Okay. Assalamu alaikum. Warm good afternoon to everyone. Cigi Jeddah chapter 54th meeting. അതുപോലെ തന്നെ combine Cigi Jeddah and Cigi Dubai combine meeting. ആദ്യത്തെ ഒരു combine meeting ആണ്. ആദ്യത്തെ ഒരു അനുഭവമാണ്. അപ്പോൾ so welcome to this meeting. Our Cigi International Chairman K. Mustar Saib, Cigi Dubai Chapter Chairman Shamsuddin Ahmed Saib, അതുപോലെ തന്നെ Cigi Jeddah Chapter Chairman Aziz Saib, അതുപോലെ തന്നെ നമ്മുടെ CLP Lead from Dubai Milan, അതുപോലെ തന്നെ എല്ലാ CLP members from both Dubai and Jeddah, എല്ലാവർക്കും a warm good afternoon and assalamu alaikum to everyone. സമ്മാനത്തിനും വർത്തമാനകാലത്തിനും പ്രസന്റ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. ജീവിതം ഒരു സമ്മാനമാണെന്ന് കരുതി സന്തോഷിപ്പിക്കണമെന്നാണ് ഇതിൽ നിന്നും നാം മനസ്സിലാക്കുന്നത്. ഇന്നലകളുടെ കുറ്റബോധവും നാളെയുടെ ആശങ്കകളും തളർത്താതെ ഇന്നിന്റെ പ്രസന്നതയിൽ, ഇന്നത്തെ ടുഡേ പ്രസന്നതയിൽ സന്തോഷമായിരിക്കുക എന്നതിലും പുണ്യകരമായ മറ്റൊരു പ്രവൃത്തി ഇല്ല. ഓർക്കുക, നമ്മുടെ ചിന്തകളാണ് ജീവിതം മനോഹരമാക്കുന്നത്. എനിക്ക് ഓർമ്മ വരുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ പ്രശസ്തമായ ഒരു സെന്റൻസ് ആണ്. ഇന്നലെ എന്നത് ഒരു വേസ്റ്റ് പേപ്പറാണ്, ഇന്ന് എന്നത് ഒരു ന്യൂസ് പേപ്പറും, നാളെ എന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമാണ്. അതിനാൽ ആലോചിച്ച് വായിച്ച് ഉത്തരം എഴുതുക, അല്ലെങ്കിൽ ജീവിതം തന്നെ ഒരു ടിഷ്യൂ പേപ്പർ ആകും. അദ്ദേഹം തമാശ രൂപത്തിൽ കുട്ടികളോട് പറഞ്ഞതാണെങ്കിലും ഒട്ടേറെ അർത്ഥതലങ്ങളുള്ള ഒരു വാചകമാണ് ഇത് എന്ന് എനിക്ക് തോന്നി. So once again, welcome to this meeting. Let us begin this delightful meeting with recitation of Quran. So please put your hands together to welcome Ibrahim Shamna. Over to you, Ibrahim. Samir, unmute you. കേൾക്കുന്നുണ്ടോ? Yes. കേൾക്കുന്നുണ്ട്? Yes, കേൾക്കാം. Okay, sorry. Alhamdulillah Rabbil Alameen. Wassalatu wassalamu ala ashrafil mursalin Sayyidina Muhammad wa ala alihi wa sahbihi ajma'in. Amma ba'd. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Wa ati'u Allah wa rasulahu wa la tanaza'u fatafshalu wa tadhhabu rihukum wasbiru innallaha ma'as sabirin. Sadaqallahul azim. ആദരണീയരായ സിജിയുടെ ജിദ്ദ ചാപ്റ്ററിൻ്റെയും ദുബായ് ചാപ്റ്ററിൻ്റെയും സിജി ഇന്റർനാഷണൽ ചാപ്റ്റർ ചെയർമാൻ തുടങ്ങിയ നേതാക്കളെ, അഭിവന്ദരായ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ പ്രൗഢഗംഭീരമായ ഒരു സദസ്സാണിത്. നമ്മുടെ ഒരു സംയുക്ത CLPയുടെ വെർച്വൽ പരീക്ഷണം കൂടിയാണിത്. അള്ളാഹു ഈ സംഗമത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത് സൂറത്ത് അൻഫാലിലെ 46ാമത്തെ ആയത്താണ്. ഈ ആയത്തിനെ കുറിച്ച് ചെറിയൊരു വിശദീകരണം ഇവിടെ നൽകാം. വാ അത്തിയുല്ലാഹു വറസൂലഹു, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, വറസൂലഹു അവന്റെ ദൂതനെയും അനുസരിക്കുക. വലാ തനാസഉ, നിങ്ങൾ തർക്കിക്കരുത്. ഫതഫ്ശലു വതദ്ഹബ റീഹക്കും, നിങ്ങൾ ദുർബലരായി പോവും. വതദ്ഹബ റീഹക്കും, നിങ്ങളുടെ കാറ്റ് അഴിഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ടു പോകും. വസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുക. ഇന്നല്ലാഹ മഅസ് സാബിരീൻ, തീർച്ചയായും അള്ളാഹു ക്ഷമാശീലരോടൊപ്പമാണ്. സൂറത്ത് അംഫാൽ നമ്മൾക്കറിയാം, ബദർ യുദ്ധത്തെ സംബന്ധിച്ച്
പരാമർശിക്കുന്ന, അതിനെ നിരൂപണം ചെയ്തിറങ്ങിയ സൂറത്താണ് സൂറത്ത് അംഫാൽ. മദീനയിലാണ് ഈ സൂറത്ത് ഇറങ്ങിയത്. 75ഓളം ആയത്തുകളാണുള്ളത്. ഇന്ന് ലോകത്തെ ഏറ്റവും വിവാദമായ ഒരു ഗ്രന്ഥമാണ് നമ്മുടെ വേദഗ്രന്ഥം എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ആമുഖത്തിന്റെ ഉദ്ദേശം യഥാർത്ഥത്തിൽ ഖുർആൻ പഠനത്തിലേക്കുള്ള ഒരു പ്രചോദനമാണ്. അപ്പൊ നമ്മള് സ്വകാര്യ സമയങ്ങൾ ഒഴിവിട്ടുമ്പോൾ ഈ ഖുർആനിലെ സംഗതികൾ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ ഡീകോഡ് ചെയ്യുക, അത് ഗ്രഹിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഇവിടെ അള്ളാഹു നമ്മളെ അറിയാം, നമ്മള് എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെന്റ്, എംപവർമെന്റ്, ഇങ്ങനെ ഒരു 3 സംഗതികൾക്ക് നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ്, ഒരു മൂവ്മെന്റ് ആണ്, ഒരു സംഘടനയാണ് സിജി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ അള്ളാഹു നമ്മളോട് ഉണർത്തുന്നത് ഒരു ടീം വർക്കിന്റെ കാര്യം. ഏതൊരു സംഗതിയും വിജയിക്കണം എന്നുണ്ടെങ്കിൽ ടീം വർക്ക് വളരെ അനിവാര്യമാണ്. ടീം ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ സംഗതികളുടെയും വിജയത്തിന്റെ നിദാനം ടീം വർക്കാണ്. ഇസ്ലാം ടീം വർക്കിന് വളരെയേറെ പ്രോത്സാഹിപ്പിച്ച മതമാണ്. ഭൂമിയിലേക്ക് മനുഷ്യൻ വരുന്നതിന് ഒരു ടീം വർക്കിന്റെ ഫലമാണ്. ആദം ഹവ്വ ദമ്പതികളുടെ ടീം വർക്കോട് കൂടിയിട്ടാണ് ഇത്രയും വിശാലമായ ഒരു സമൂഹം ഭൂമിയിൽ ഉണ്ടാവാൻ കാരണം. അതിനുശേഷം പ്രവാചകന്മാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാലും ടീം വർക്ക് നമുക്ക് കാണാൻ കഴിയും. മൂസാ നബി, ഹാറൂൻ നബി നമുക്കറിയാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമും പുത്രനും ഉണ്ടാക്കിയതാണ് കഅബ എന്ന് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ അനുചരന്മാരും പടുത്തുയർത്തിയ ഒരു മഹാപ്രസ്ഥാനമാണ് ഇന്നിപ്പോൾ ഈ ലോകത്ത് മുസ്ലിങ്ങൾ എന്ന് പേരിൽ അറിയപ്പെടുന്ന വലിയൊരു വിഭാഗം ആളുകൾ. ഇവിടെ ഈ ടീം വർക്കിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ടീം വർക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ സംഭവിക്കേണ്ട കുറെ കാര്യങ്ങളാണ് നമ്മളോട് അള്ളാഹു പറയുന്നത്. അതിൽ ഒരു ആദർശം എന്നുള്ള നിലക്ക് നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളതാണ്. അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ. റസൂലു അതിൽ മാതൃകയായിട്ട് പ്രവാചകനെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യണം. അപ്പോൾ അള്ളാഹുവിനെ അനുസരിക്കണം, പ്രവാചകനെ നമ്മൾ അതിൽ മാതൃകയാക്കണം. ഒലാ തനാസഉ, നിങ്ങളിങ്ങനെ പരസ്പരം കലഹിച്ച് കലഹപ്രോക്തമായിട്ട് അല്ലെങ്കിൽ ഷണ്ട കൂടുന്ന ഒരു സമൂഹമായിട്ട് നിങ്ങൾ മാറരുത്. ഫതഫ്ശലു വതദ്ഹബു റീഹുക്കും, നിങ്ങൾ ദുർബലരായി പോവും, മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ കാറ്റ് അഴിഞ്ഞു പോകുന്നതാണ്. ഒരു ആലങ്കാരികമായിട്ടുള്ള ഒരു പ്രയോഗം കൂടിയാണിത്. അപ്പോ ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ടീം ഉണ്ടായാൽ മാത്രമേ, ഇന്നിപ്പോ നമ്മൾ സിജി ആർജിച്ചിട്ടുള്ള ഈ നേട്ടങ്ങൾക്കൊക്കെ പിന്നിൽ ഒരു വലിയ ഒരു ടീം വർക്കിന്റെ ഫലമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓസ്പിറു, ഇങ്ങനെ നിങ്ങൾ ടീമായിട്ട് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ്, നിങ്ങൾ ക്ഷമ പാലിക്കണം, മാത്രമേ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അള്ളാഹു ഇന്നല്ലാഹ മാസാബിരീൻ, തീർച്ചയായും അള്ളാഹു ക്ഷമാശീലരോടൊപ്പമാണ്, ക്ഷമ കൈകൊള്ളുന്നവരോടൊപ്പമാണ് അള്ളാഹു എപ്പോഴും ഉണ്ടാകുക എന്ന് പറയുന്നത്. അള്ളാഹു ഉള്ളവർക്കാണ്, അള്ളാഹു ഉണ്ടാകുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള വിജയം കൈവരിക്കാൻ കഴിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് പറയുന്നുണ്ട്, മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാല് ഒരു കെട്ടിടത്തെ ശക്തിപ്പെടുത്തുന്ന, ഒരു കെട്ടിടത്തെ പരസ്പരം ശക്തിപ്പെടുത്തുന്ന എന്താണ്, ചുമരിലെ ഇഷ്ടികകൾ പോലെയാണ് മുസ്ലിങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. എന്ന് പറഞ്ഞാല് എന്നിട്ട് അതിനുശേഷം അദ്ദേഹം ഇതുപോലെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു, ഇങ്ങനെ ഈ കൈകൾ കോർത്തുകൊണ്ട് ഇന്റർലോക്ക് ആക്കിക്കൊണ്ട് ഇങ്ങനെ പിടിച്ചു കൊടുത്ത്, അത് ഇങ്ങനെ ഇന്റർലോക്ക് ആക്കിയാൽ ഒരു തുള്ളി വെള്ളം പോലും അതിന്റെ താഴെ വീഴുകയില്ല. ആ ഒരു ചെറിയ കുഴിയിൽ അത്രയും ഭദ്രമാണ്, അത്രയും ശക്തമായ ഒരു സമൂഹമാണ് മുസ്ലിങ്ങൾ എന്ന് പറയുകയുണ്ടായി. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അതൊക്കെ ഒരു ടീം വർക്കായിട്ടാണ് ചെയ്യുന്നത് എന്ന് കാണാൻ കഴിയും. നിസ്കാരം, അതുപോലെ തന്നെ നോമ്പ്, നിർബന്ധമാക്കപ്പെട്ട എല്ലാ ആരാധനകളും ഒരു ടീം വർക്ക് കൂടിയിട്ടാണ് ചെയ്യേണ്ടത്. ഈ സൂറത്ത് ഫാത്തിഹ ആരംഭിക്കുന്നത് നമ്മൾ എന്ന് പറഞ്ഞിട്ടുകൊണ്ടാണ്, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നാണ് നമ്മളെ. അപ്പോൾ ടീം വർക്കിനെ തുരങ്കം വെക്കുന്ന, അല്ലെങ്കിൽ ടീം വർക്കിനെ പൊളിച്ചു കളയുന്ന സംഗതികൾ, നമ്മള് സംഘടനകൾ വലുതാകുമ്പോൾ, പ്രസ്ഥാനങ്ങൾ വലുതാകുമ്പോൾ ഇങ്ങനെയുള്ള ദൗർബല്യങ്ങൾ വന്നു പോകും. അപ്പോൾ അതിനെ നമ്മളെ സൂക്ഷിക്കുക, ടീം വർക്ക് ശക്തിപ്പെടുത്തുക എന്ന ഒരു മഹത്തായ സന്ദേശമാണ് സൂറത്ത് അംഫാലിലെ ഈ ആയത്ത് ഓതിക്കൊണ്ടിരിക്കും നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു നമ്മുടെ ഈ സംഗമത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. താങ്ക് യു ഇബ്രാഹിം സാബ് for that wonderful start. Okay, so let's move on. ഇന്നത്തെ നമ്മുടെ തീം എന്ന് പറയുന്നത് സിനർജിയാണ്. സിനർജി, അതായത് ഒന്നിനേക്കാൾ 2 തലകൾ മികച്ചതാണ്. 2 heads are better than 1. ക്രിയേറ്റീവ് സഹകരണത്തിന്റെ ശീലമാണ് സമന്വയം. ഇത് ടീം വർക്ക്, ഓപ്പൺ മൈൻഡ്, പഴയ പ്രശ്നങ്ങൾക്ക് പുതിയ പരിഹാരങ്ങൾ കണ്ടെത്താനുള്ള സാഹസിക എന്നിവയാണ്. എന്നാൽ ഇത് സ്വന്തമായി സംഭവിക്കുന്നില്ല. ഇതൊരു പ്രക്രിയയാണ്, ഇതൊരു പ്രോസസ്സാണ്. ആ പ്രക്രിയയിലൂടെ ആളുകൾ അവരുടെ വ്യക്തിപരമായ അനുഭവങ്ങളും വൈദഗ്ധ്യവും കൊണ്ടുവരുന്നു. അവർക്ക് വ്യക്തിഗതമായി നേടാൻ കഴിയുന്ന മികച്ച ഫലങ്ങൾ നൽകാൻ അവർക്ക് കഴിയും.
ഞങ്ങൾ സ്വയം കണ്ടെത്താൻ സാധ്യത കുറവായ സംയുക്തമായി കണ്ടെത്താൻ സിനർജി ഞങ്ങളെ അനുവദിക്കുന്നു. ഇത് തന്നെയാണ് ഇന്ന് നമുക്ക് സംഭവിക്കുന്നത്. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ജിദ്ദ ചാപ്റ്ററും ദുബായ് ചാപ്റ്ററും സംയുക്തമായിട്ട് ഒരു മീറ്റിംഗ്, അത് നമ്മുടെ സിജിയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ CLP ചരിത്രത്തിൽ ഇല്ല. അപ്പൊ സിജി ഇന്റർനാഷണലിലും അതിന്റെ ഒരു ഡിസ്കഷൻ നടക്കുവാണ്. ഇത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കാരണം അതുവഴി ഇന്നത്തെ മീറ്റിങ്ങിന് ഉള്ളൊരു വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് സിനർജി നമുക്ക് മീറ്റിങ്ങിന് മുന്നേ തന്നെ നമുക്ക് കാണാൻ സാധിച്ചു. ഡിബേറ്റിന്റെ റിഹേഴ്സൽ 2-3 പ്രാവശ്യം നടന്നു. അതുപോലെ തന്നെ എല്ലാവരും വെൽ പ്രിപ്പയർഡ് ആണ്. സാധാരണ CLPയിലും അതിലുള്ള ഒരു ഒരുക്കങ്ങളല്ല ഈവൺ മിലൻ നടത്തിയതും അല്ലെങ്കിൽ ഞാൻ നടത്തിയതും അല്ലെങ്കിൽ ഞങ്ങളെ മൊത്തം ടീം നടത്തിയതും. സോ ദാറ്റ് റിയലി ഷോസ് ദ സിനർജി ഈസ് വർക്കിംഗ്. അപ്പൊ സിനർജി നമുക്ക് ഒരു എനർജി തരുന്നു, ഒരു എൻകറേജ്മെന്റ് തരുന്നു. അപ്പൊ അത് എനിക്ക് തോന്നുന്നു യെസ്, സിജി ഇന്റർനാഷണലിൽ ചർച്ച ചെയ്തത് വളരെ വ്യക്തമാണ് എന്ന്, അല്ലെങ്കിൽ അത് കറക്റ്റ് ആണ്, അല്ലെങ്കിൽ അത് പ്രൂവ് ചെയ്യുന്നത് ഇന്നത്തെ ഈ ഈവൻ നമ്മുടെ അറ്റൻഡൻസ് നോക്കിയാൽ അറിയാം. ഇറ്റ്സ് ഓൾറെഡി 65. ഇപ്പൊ നമ്മൾ 214 ആയിട്ടുള്ളൂ. അപ്പം സോ ഇറ്റ് റിയലി, സോ സല്യൂട്ട് ടു ദി ദുബായ് ടീം, സല്യൂട്ട് ടു ദി the entire Jeddah team, including our chairman Aziz Saib, Rashid Amir Saab, and Shamsuddin Saib. Shamsuddin Saib, I think he even attended the rehearsal meeting. Thank you very much, sir. Really appreciate that. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടീം സിനർജിയാണ്. അപ്പൊ ആ സിനർജി നമുക്ക് വീട്ടിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ലോക്ക്ഡൌൺ പീരീഡിൽ സിനർജി എല്ലാവരും വർക്ക് അറ്റ് ഹോമിൽ നമ്മളെ ഫാമിലിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. ഫാമിലിനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അവിടെ ഒരു സിനർജി ഉണ്ടാവുന്നു, നല്ലൊരു ഭക്ഷണം കിട്ടുന്നു. അപ്പൊ സിനർജി ഇസ് വർക്കിംഗ് എവറി വേ. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. സോ ലെറ്റ്സ് മൂവ് ഓൺ. അപ്പൊ അടുത്തത് നമ്മൾ ഒരു ലെറ്റ് us call our CLP lead from Dubai. He is director at Graphic International Center, and key to success what he believes is learning is a never ending process. പിന്നെ അദ്ദേഹത്തിന് മാത്രം ഒരു സ്പെഷ്യൽ അപ്രൂവൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് he said മിലൻ സംസാരിച്ചു കഴിഞ്ഞാൽ ഈവൻ ഹൈദരാബാദികൾ പോലും ചിരിക്കും. That is what he feel. അപ്പൊ അതുകൊണ്ട് as an exception we have approved your sincere request to address our audience and call this meeting to order in your comfortable language, which is English. So over to you, Milan Biru, for a welcome speech or call the meeting to order. Thank you, Mohammed Ali Sahib. Wonderful introduction. Thank you. Assalamu alaikum. Good afternoon. Masah al khair. Welcome everyone to the first of its kind creative leadership program. Why is it the first of its kind? It's the first time a flagship program of a chapter is conducted jointly by Cigi Jeddah and Cigi Dubai and Northern Emirates. As Cigians, one of our core values has always been learning. This learning or these learnings allow us to move forward as a team to achieve new milestones. This session is a milestone also, and also it is a test. All this while, many of the chapters have been working in its individual capacity to support and to ensure we give back to society. Then came a blessing in disguise, COVID-19 or coronavirus. With all the negativity the pandemic has brought, the most positive influence it has had is bringing all international chapters closer together and trying to work as one. Inshallah, we hope to pass this test and learn from it to ensure we have such collaborations moving forward. Thank you, Mohammed Ali Sahib and Cigi Jeddah chapter for the initiative. And so for now, let's enjoy the show. Back to you. Thank you. I think you need to call the meeting to order. So you can say, having said this, I call this meeting to order. As I said this, I call this meeting to order. Thank you. Okay, thank you very much. Thanks a lot. Okay, so now, let's hear from our, Dubai chapter chair. He's a simple, humble, and jovial, and very down-to-earth person. Because I met him during our CLEAP in Jeddah. Logistic expert ആണ് 40 വർഷത്തെ experience. Oh my goodness. Shamsuka is considered as one of the leading figure in the global logistic industry as far as I know. Pinne founder member of Sadbhavana World School, associated with Cigi since the formation of Dubai chapter, and today he is leading this chapter. Founder member of KYMA charity organization and cluster of Mahals, and he is also the president of SKC Sri Krishna College alumni. So please put your hands together to welcome Cigi Dubai chapter chairman Shamsuddin Ahmed. Co-host, I think you have to unmute him.
Fawaz, Samir. Okay, I've done it. Okay, great. Shamsuka, go ahead. Alhamdulillah, Alhamdulillahi Rabbil Alameen. അള്ളാഹുവിൻ്റെ അപാരമായ താങ്ങും തണലും കരുണയും എന്നിലും നിങ്ങളിലും ഉണ്ടാകുമാറാകട്ടെ. എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് ജിദ്ദ ചാപ്റ്റർ അബ്ദുൽ അസീസ് സാഹിബ്, മറ്റു ജിദ്ദ ചാപ്റ്ററിൻ്റെ ഭാരവാഹികളെ, നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ഇന്റർനാഷണൽ ചെയർമാൻ മുസഫ സാഹിബ്, മറ്റു സിജിയരെ, നാം ഇവിടെ ഇന്ന് ചരിത്രം കുറിക്കുകയാണ്. സിനർജിയുടെ കൂട്ടുപ്രവർത്തനത്തിന്റെ ചരിത്രം. ജിദ്ദ ചാപ്റ്ററും ദുബായ് ചാപ്റ്ററും തമ്മിൽ ഇങ്ങനെ ഒരു സിനർജി വന്നപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമാണ് തോന്നിയത്. കാരണം നാം ചരിത്രത്തിന്റെ ഭാഗമാകുന്നു. ശരീരം കൊണ്ട് നാം വളരെ അകലെയാണെങ്കിലും ഈ കോവിഡ് കാലഘട്ടത്തിൽ മനസ്സുകൊണ്ട് സിജിക്കാർ എന്നുള്ളതിനേക്കാൾ കൂടുതൽ അടുത്തിരിക്കുന്നു. മാത്രമല്ല, ഈ സാഹചര്യങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ സിജി പോലുള്ള ഈ സന്നദ്ധ സംഘടനയ്ക്ക് കഴിഞ്ഞു എന്നത് വളരെ ചാരിതാർത്ഥ്യമാണ്. ഇത് ഒരു നല്ല തുടക്കം. കാരണം ഇത്തരം കൂട്ടുപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സിനർജി നമുക്ക് ഭാവിയിലും മറ്റു ചാപ്റ്ററുകളുമായി തുടങ്ങാൻ കഴിയും. അതിലൂടെ നമുക്ക് കൂടുതൽ അറിവിനെ അല്ലെങ്കിൽ അന്വേഷണങ്ങളെ നമുക്ക് നേടാൻ കഴിയും. കഴിഞ്ഞ ദിവസം ഞാനും നമ്മുടെ ഇന്റർനാഷണൽ ചാപ്റ്റർ ചെയർമാനും ഒരാശയം പങ്കിട്ടിരുന്നു. ഒരു ഇന്റർനാഷണൽ പരിപാടി ആക്കിക്കൊണ്ട് ലോകത്തിലുള്ള എല്ലാ സിജിയന്മാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മെഗാ CLP ദുബായ് ചാപ്റ്റർ അതിനു വേണ്ടിയിട്ടുള്ള വർക്ക് അണികളിൽ നടക്കുന്നുണ്ട്. ഞാൻ ബന്ധപ്പെട്ടവരുമായി ഒക്കെ സംസാരിച്ചിരുന്നു. UK-യിലും US-ലും അതുപോലെ തന്നെ ഫാർ ഈസ്റ്റിലും ഒക്കെ ഉള്ള എല്ലാവരെയും കൂട്ടിക്കണച്ചുകൊണ്ട് നമുക്കൊരു CLP ചെയ്യണം, അതൊരു ഇന്റർനാഷണൽ ഇവന്റ് തന്നെ ആക്കണമെന്ന് ഉള്ള ബ്ലെസ്സിങ്ങും എനിക്ക് മുസ്തഫ സാഹിബ് തരുകയുണ്ടായി. സിജി ഇന്നലെ, ഇന്ന്, നാളെ എന്ന തലക്കെട്ടിൽ ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നമുക്ക് അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കണം. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഒരുപാട് വിഭവങ്ങൾ ഇവിടെ നമ്മുടെ 2 ചാപ്റ്ററിലെ ആളുകളും ഒരുക്കി വെച്ചിട്ടുണ്ട്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, അത് എന്നോടും നിങ്ങളോടും എല്ലാവരോടും പറയാനുള്ളത്, ലോകത്ത് കുറേ ആളുകൾ ജീവിക്കുന്നു, കുറേ ആളുകൾ അതുപോലെ മരിച്ചുപോയി, ഇനിയും നമ്മളൊക്കെ മരിക്കും. പക്ഷെ വളരെ കുറച്ച് ആളുകളെ അവർ ചെയ്ത നന്മ അല്ലെങ്കിൽ അവർ ചെയ്ത ഗുണങ്ങളെക്കുറിച്ച് ചരിത്രം പറയുന്നു, കാലം അവരെക്കുറിച്ച് പറയുന്നു. ഇവിടെയാണ് എന്നോടും നിങ്ങളോടും എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മുടെ കാൽപ്പാടുകൾ ഇവിടെ ഇട്ടു പോകണമെങ്കിൽ ഇത്തരം എന്തെങ്കിലും സമുദായത്തിന് നന്മയുള്ള കാര്യങ്ങളിൽ അറ്റ്ലീസ്റ്റ് ഭാഗവാക്കാകണം. നമ്മുടെ നേതാവായിരുന്ന ഡോക്ടർ അബൂബക്കർ സാഹിബ് തുടങ്ങി വെച്ച ഈ പ്രസ്ഥാനം ഇന്നും നമ്മൾ അദ്ദേഹത്തെ ഓർക്കുന്നു. ഈ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തെയും ഓർക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഒരിക്കൽ കൂടി ഈ അറിവിൻ്റെ, അന്വേഷണത്തിൻ്റെ, അതല്ലെങ്കിൽ അനുഭവത്തിൻ്റെ വേദിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സിജി ദുബായ് ചാപ്റ്ററിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ കൂടിയിട്ടുള്ള ഈ കാര്യങ്ങളും നമ്മളിവിടെ കേൾക്കുന്നതും പറയുന്നതുമായ എല്ലാ കാര്യങ്ങളും സൽക്രമങ്ങളായി നമ്മുടെ കൂട്ടത്തിൽ എഴുതുമാറാകട്ടെ. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇൻഷാല്ലാ. താങ്ക് യു സംസു സാർ, താങ്ക് യു വെരി മച്ച്. അതൊരു നല്ല ആശയമാണ്. CLP ഇന്റർനാഷണൽ, അത് എല്ലാ ചാപ്റ്ററും, അതായത് 12 ചാപ്റ്ററാണ് നമുക്കുള്ളത്.
അപ്പൊ 12 ചാപ്റ്ററും കൂടിയിട്ട് ഒരു നല്ലൊരു CLP, ഇന്റർനാഷണൽ CLP ഇന്നലെ ഇന്ന് നാളായി. ഓഫ് ബ്യൂട്ടിഫുൾ. താങ്ക് യു വെരി മച്ച് സർ. താങ്ക്സ് എ ലോട്ട്. സോ നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ ബിസിനസ് സെഷൻ. ശംസുക പറഞ്ഞ പോലെ തന്നെ കുറെ വിഭവങ്ങൾ ഉണ്ട് നമുക്ക്. അപ്പൊ ആ വിഭവങ്ങൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ടേസ്റ്റ് ചെയ്യാം. ചിലർക്ക് ഇഷ്ടമാവും, ചിലർക്ക് ചില കാര്യങ്ങൾ ഇഷ്ടമാവില്ല. ബട്ട് ലെറ്റ് us see what we have for you. Okay, so now let's move on to the business session. അപ്പൊ ബിസിനസ് സെഷൻ കൈകാര്യം ചെയ്യുന്നത് ദുബായ് ചാപ്പിൽ നിന്ന് ഹാഷിം അബൂബക്കർ ആണ്. അദ്ദേഹം HR ഡയറക്ടർ കൂടിയാണ് ഫ്രം ദുബായ് ചാപ്റ്റർ. He is a founder and MD of Prime Strategy Group and certified in transaction analysis, and he is also NLP neuro-linguistic program. I don't know, so his topic is minimalism. I don't know what is minimalism. Is it discovering greater heights? Is it living bigger life with more passionate pursuit of our greater purpose and goals? We don't know. So please put your hands together to welcome Hashim Abubakar, who will be leading the session on minimalism for 30 minutes. So please sit, relax, and enjoy. Over to you, sir. Thank you. Assalamu alaikum. Is it audible now? I was trying to make it unmute actually. Am I audible? I hope I'm audible. Assalamu alaikum, brothers. Masal khair. A very good afternoon to all my brothers in Dubai and Jeddah as well. Okay. It's wonderful to see all of you on the same platform. And thank you very much for the wonderful introduction by Brother Muhammad Kuni. Yes, the topic is minimalism. Let's discuss about that, definitely. Before we go further, I would like to just put across a question to all of you. I know most of us are on mute. I don't want you to mention it orally, but you can just send it by chat box. My first question could be, who is the happiest man in the world according to you? And my second question is, what is the most precious thing in the world? In life, you can say. I would like to hear it from you, not as a voice, but through the chat box. So according to you, who is the most happiest person in the world? And the second question is, what is the most precious thing in the world according to you? Can I know from your side? I would like to get it. Okay, time, me, myself, good. Time and just remember God, mashallah. Yes. Achieving passion. Yeah. Good. Yeah, there are plenty of. Peace, yes. Brother Abdul Hakim says it's health, it's peace. The man who contented, mashallah, peaceful. Quran, mashallah. Okay. Fine. We'll come towards the end of this the session. I think we can come back to this. There are plenty of messages coming. We'll discuss about it. Back in 2004, when I came to UAE for the first time, I had the great opportunity of working closely with a visionary business leader who is currently one of the most influential Indian businessmen in the Middle East, even listed by Forbes. I was heading the HR division for the group, and I had occasions where I traveled to different places along with the chairman. Most of the time, I used to wonder why he doesn't choose to stay at the most expensive hotels or to use luxurious travel methods or vehicles. I knew he had the financial stability to own even a private jet and an array of sports cars or whatever he wants. But he never showed any interest in all that. I was shocked to know that we never took even vehicle loans for the company till recently. I always used to wonder how he maintains this simplicity
even after sitting on a business empire worth more than $3 billion without any single penny as a bank loan or any other investments. When I asked him once why he chose to make it so simple, he used to mention that he even advised me that use 5% of your net income only for the expenses and limit your lifestyle and material possessions within that particular limit. At that point of time, myself or any of my colleagues never realized the importance of that particular advice until recently, when I started to realize and resonate it with the fundamentals of learning a simpler life with minimalism. Minimalism, we all must have heard this quite many times in our life. Before we talk about business effects of minimalism, let us see what exactly is minimalism in individual life. It's important to know what is individual minimalism before we get into the business. A lot of people think or connect minimalism with possessing less or enjoying less in life, but it's not that way. What is it then? Minimalism is actually a state of the mind. It's a state of mind, basically. In recent times, minimalism has become a trend, sure, but it was, as a concept, it was present, or it has been there around centuries. It has traditionally been linked to pure intentional art and design concept, basically, but it's much more than that. In life, we define minimalism as the process of identifying what is essential in our life and eliminating the rest. Our modern lifestyles are far from minimalist. With so many distractions around us, we often find it difficult to create time and space to enjoy the simple things in life, like spending time with our families, exercising, getting creative, cooking, or just doing nothing. We are too busy being overwhelmed by physical, digital, and mental clutter that leads to increased anxiety and an overall sense of dissatisfaction. One of the ancient thinker, Plato, once said, in order to seek one's own direction, one must simplify the mechanics of ordinary everyday life. I would like to talk about one of the virus the humanity is affected with. No, I'm not talking about the COVID-19 virus. I'm not talking about that coronavirus at all. I'm talking about another virus that has affected the humanity in the recent past years. It's called the More virus. If you look at our current life, it's all filled with more internet, more cars, more clothes, more drugs, more dinners, more alcohol, more television, more news, more negativity, more social media. More is what we are up against as a society. This constant desire for more is something we call as more virus. And minimalism is an antidote to that state of overload we call the more virus. A minimalist lifestyle means living with things we really need. It means removing anything that distracts us from living with intentionality and freedom. It's about considering the things and experiences in which we are investing our time and money and not giving us joy and satisfaction at all. In other words, it's a lifestyle which needs to be practiced on a daily basis. As a lifestyle concept, it can mean different things to different people. Minimalism is something that should be personal and unique to that person living it. There is no single set of rules or standards that we must follow to be a minimalist. The Global Waste Index recently announced that the average waste created by a human being in a year is around 497 kg. Modern consumerism and trappings of the excessive buying culture we have built in the recent past has resulted in huge increase of wastage. All of us know that. The disposable plastics and such wastages produced by human beings are adversely affecting the environment badly. In US alone, average wastage produced by a man is around 808 kg, which is almost a ton. It also says that the current wastage, if it continues in the same present manner, by 2050, there will be more plastic than fish in the oceans around the world. Another recent article
about the current consumerism states that it is addictive and that 70% of the current retail purchases by any individual actually leads to wastage. Something called digital minimalism. All of us are in a world of digital devices nowadays. Recent research by AC Nielsen says media usage, media includes everything, it could be television or gadgets or whatever, a media usage amounts to a normal man nowadays is almost 10 plus hours a day. In a chart recently published, one of the statistics of television consumption says developed countries, majorly in European countries, the average consumption of television or average usage of a television by an individual is almost 250 plus minutes, which is almost 4 hours per day. Considering that most people are awake 16 to 18 hours a day only, 10 to 11 hours of electronic media usage seems like a lot. But to be fair, much of that probably happens while doing other things at the same time. It's a good thing people were given the ability to multitask. Otherwise, we wouldn't get a whole lot done these days at all. So if we have to sum it up in a single sentence, we would say minimalism is a tool to reduce the excess things from our life in favor of focusing on what is important. It's a tool that can assist us in finding freedom, like freedom from fear, freedom from worry, guilt, from depression, and trappings of the consumer culture we have built our lives around, the real freedom. Minimalism is owning fewer possessions. It is intentionally living with only the things we really need, those items that support our core purposes. It is also intentionality. Being a minimalist means intentionally promoting the things we most value and removing everything that distracts from it. It is freedom from passion to possess. Modern culture has taught us that the good life is found in accumulating things, in possessing as much as possible. Embracing minimalism brings freedom from the all-consuming passion to possess. It values relationships, experiences, and self-care. It lets us see all that we already have and reminds us to be grateful. It is also it's a freedom from modern mania. Our world runs at a feverish pace. We are all too hurried, too rushed, and too stressed. We work long, passionate hours to pay the bills, but fall deeper into debt every day. We rush from one activity to another, even multitasking along the way, but never seems to get anything done. We remain in constant connection with others through cell phones and everything, but true life-changing relationships never happens. Becoming a minimalist slows down life and frees us from this modern hysteria to live faster. It offers freedom to disengage. It is freedom from duplicity as well. Most of the people actually live in duplicity. All of us know. We live one life around our family, another life around our co-workers, and another life around our neighbors. This lifestyle we have chosen requires us to portray a certain external image depending on our circumstances. On the other hand, a simpler life is united and consistent. It's honest and transparent. So, minimalism is not external, but internal. And finally, minimalism is completely achievable. The ancient thinker Seneca once said, "It is not the man who has too little, but the man who craves more that is poor." Most of my life, I have hated the idea of having too much stuff. I don't like clutter, and I find simplicity as the most beautiful thing in the world. This could be the same for many of us. I'm sure about it. But that never stops us from spending or acquiring too many stuff unknowingly. We all end up accumulating things which are really not needed, but we normally realize it very late. There are some advantages of practicing minimalism. Like some of them include, we can save a lot of money, we can save time, it reduces stress, and we can get a lot more out of our life. Some we can say we'll have less desire to buy. The moment we start practicing minimalism, our desire for buying more comes down.
we'll be able to find what we need quickly, because we will actually prioritize our needs. We'll have clearer mind. We will start experiencing visual satisfaction, less stress, and greater happiness. And normally, it leads us to realize that less is greater than more. We can start this in a small and process steps actually. Some of the steps which I can tell you, let's list out all the current commitments we have. Prioritize them from most essential to least essentials. Start eliminating the least essential commitments what we made. Think about what is adding to our life, adding value to our life. Every month, we can start this process again until we are only doing things that is adding maximum value to our life. Let's start saying no to things that don't move us in the direction we want to go actually. Always ask ourselves, before we buy anything, before we purchase anything, let us ask, do I really need this? We'll be surprised how many times we will say no. So minimalism helps us eliminate our discontent, reclaim our time, live at the moment and pursue our passions, discover mission, experience our real freedom, grow as an individual, and finally discover the purpose of life. That is the most important thing. Let's talk about minimalism in business now. In fact, that is my topic as a business session. The business world is full of gurus and coaches telling you that to be successful, you have to rise to the top, get noticed, and create six-figure businesses. Let me tell you, beyond my HR and business background, academically, I'm a lawyer. And hence, I would like to take an anticipatory bail, or let me tell you in advance, before I put across my point of minimalist business. It is not suitable for those who believe and practice in asset or wealth accumulations, or those aspiring business owners who strive for extreme income goals instead of their happiness. Those kind of business models normally guides them towards a life filled with excessive pressure, at the cost of our time and values. So a minimalist business focuses on conspicuous choices that benefit the businesses and the people working in it. It's uncomplicated, intentional, and simple. It's very easy to get caught up all the advices out there offered by the so-called business coaches, with all due respect to trainers and coaches. I just mentioned it here. Many of these advices, which is about growth and increasing revenue to high levels at the expenses of our time, values, and attention. If instead we were to develop an intentional business based on putting the value we bring in our own or people's lives first, we would then create something which not only sells itself, but makes a real difference to the lives of our customers. So minimalism can be applied to more than just things in our life. As I initially said, it's not just in individual life. And in terms of business, this can apply to many areas, like devices we use, softwares we pay for, systems we have implemented, number of products or services that we normally offer, number of social media platforms we are on, processes we normally use to talk to customers, amount of time we spend on certain tasks, etc., etc. So in business, minimalism is about more than simply decluttering tangible items from our space. It's a process centered on conscious, deliberate choices, self-assessment, and the elimination of distractions from the business. The result means we focus only on what we need and truly value, leading to business benefits, such as we get greater resourcefulness and creativity, improved clarity and confidence in decision making, normally reduce stress throughout the business hierarchy, lowered operating costs. Whenever we get into minimalism, it lowers the operational costs, fewer interruptions, better time management, enhanced workflows, and task prioritization. These are some of the benefits that we get once we move into minimalist culture in business. We all know this man, I'm sure, a legend in the corporate world who has transformed the business scenario in the past
in called 10 to 20 years. He's no more now, Steve Jobs. The Apple founder was a firm believer in minimalism. It said that the success of his products is attributed to beautifully simple design and user friendliness of the software. All of us know that. All of us are fans of iPhone or iMac or whatever. But Steve Jobs took it even to the higher level. Simplify complexity was the main lesson he taught businesses. This technique shows that the focal point is not the sophisticated product you sell, but the way you approach the customer and develop lead generation tactics. Steve Jobs not only applied this philosophy in business alone, he was also very much a part of what he was. The former Apple CEO, John Sculley, once said, during an interview, he said, I remember going to Steve Jobs' house one day and he had almost no furniture in it. He just had a picture of Einstein, whom he admired greatly, and he had a Tiffany lamp and a chair and a bed. That's it. He just didn't believe in having a lot of things around. But he was incredibly careful in what he selects or what he selected. And we all know he even chose his clothing, his costume to be the simplest. In fact, we have seen that he's mostly appeared in that blue jeans and a black t-shirt, which he wanted to avoid the decision-making process that comes on a daily basis. In order to avoid that conflict of interest and confusion of decision-making, he used a particular way of wearing the same kind of or same colors of colored clothes on a daily basis. This is part of, again, his minimalist lifestyle. So as we learn more about minimalism and how its principles can advance our business, we need to consider some questions in our mind. What do you love? What do you actually love about your business? Parts of your business arouse negative thoughts or negative energy. What motivates you to explore minimalism as a business philosophy? What do you hope to achieve by using minimalist ideas in your business? Are your goals realistic? Or is it just daydreams that cannot ultimately apply to the business model? So when we think of this, there are three fundamental principles for a minimalist business. There are three major things. One is mindfulness, another one is intention, and freedom. Mindfulness is basically awareness. Within every business, mindfulness is evident by having a complete understanding of all organizational divisions, implementing reporting processes throughout the organization. This is what is called mindfulness, having a total awareness. Intention it's more like purpose. Businesses that operate with a specific purpose embody that company's mission at all levels. Now coming to the third point, which is freedom. Freedom is basically flexibility. With minimalist emphasis on value and need, businesses gain greater financial freedom or financial independence. We can broadly have 8 ways to practice minimalism as a business owner. 1, to have a purposeful business model. This is very important to start minimalism in every business. Then evaluate what we have to get done and do that. Third is to simplify and automate processes. There are a lot of processes like paying bills, monthly bills, SMS notification on project completions, data report generation, scheduling, or even reminders, invoice process. There are a lot of automation available at this moment which can be easily made. The fourth point is to utilize productivity and collaboration tools. Like we said, there are plenty of tools available to make the work easier nowadays. And focus on results. Sixth point is to hire experts, always hire experts. Seventh is to delegate the responsibility wherever possible. The eighth point is to recognize that as a businessman, we are always separate from the business. So we can plan this step by step. We don't have to rush to a minimalist. We can broadly classify it as 6 different steps. The first step should be declutter and simplify our own business or personal workspace. Then this next step is to determine the key goals for the minimalism plan. Step 3 is set rules for your business strategies. Your rules should be based on the 3 fundamental principles that we just discussed, like mindfulness, intention, and freedom. Step 4 is to establish a timeline for the phased implementations. Step 5 is
On your calendar, set reminders for periodic checks. Step 6, continue learning and growing. In addition to gaining insights from the experiences and feedback of the staff within our minimalist business, it is important to enhance your own understanding of minimalism and how it relates to your organization. At the same time, I would like to say that minimalism is not a cure or remedy for all the business issues. It will not act as an antidote if there are serious internal issues within your organization. What it can do, however, is to provide a source of simplicity, purpose, and uniqueness to any business that will translate to tangible improvements in the company's finances, culture, and endurance. Remember, there is no perfect time for anything. There is only now. In the beginning of my session, I had asked a couple of questions to you. I know most of you have replied to the same. Some of them said peace, some of them said health, some of them said something else. So, the ancient, eminent thinker, Greek thinker Socrates once said, "The secret of happiness you see is not found in seeking more, but in developing the capacity to enjoy less." And this is where a lot of us lacking in. And this is where the true happiness can be found. As a Muslim, we all have a spiritual responsibility in life too. And those who understand minimalism can easily relate it to the spiritual obligation we have towards the Almighty. In Surah Takasur, chapter 102 of Holy Quran, Allah Ta'ala says us, the mutual rivalry for piling up of worldly things diverts you. Al-Haqmu Takathur. I don't want to recite the complete surah right now. I'm sure you will know it better than me. So all the 8 ayahs of the surah clearly mentions that we are all, it directly, Allah Ta'ala directly tells us, those people who are completely involved in possessing wealth or accumulating the worldly pleasures, you will come to know one day that it is all worthless. It is all worthless, and it was all worthless. So minimalism is not just a lifestyle, it is something which brings a lot of spiritual enhancements in every one of our life, inshallah. With this, I would like to conclude my business session, and I keep it open for all of you to have any questions in this regard. Thank you very much. Thanks a lot. Thank you. Muhammad Kuni. Yeah. Thank you, Ashim. Thank you very much. I think we can have at least 3 or 4 questions. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി 3 വിധത്തിൽ ചെയ്യാം. ഒന്ന്, യു കെൻ റേസ്, അതായത് സൂമിൽ റൈറ്റ് സൈഡിൽ റേസ് ഹാൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ ചാറ്റ് ചെയ്തിട്ട് യെസ് ഐ വോണ്ട് ടു ആസ്ക് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതല്ലെങ്കിൽ വീഡിയോ ഓൺ ചെയ്ത് നമ്മുടെ കോഹോസ്റ്റ് നിങ്ങളെ വീഡിയോ സ്വിച്ച് ഓൺ ചെയ്തായിരിക്കും, ദെൻ യു കെൻ ആസ്ക് ഡയറക്ട്ലി. സോ ആർക്കാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്? പ്ലീസ് ഗോ ഹെഡ്. Co-host Fawaz, Samir, please check any question in the chat box. Anyway, it's a wonderful session, Hashim. So please give him a big round of applause. Thank you. Questions are being asked or by chat? Yeah, just a minute. We are just waiting. Questions going on. Okay, just a minute. Yeah, it is just a compliment, beautiful talk, excellent talk, awesome session, but there is no question. Yes, okay, Rashid, yes, go ahead. It's okay. Shall I talk in Malayalam? It's okay. Yeah, please. Even I think Okay. it can speak also Arabic. So I didn't want to mix it up. ഞാൻ മിക്സ് ആക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അത് കംപ്ലീറ്റ് ഇംഗ്ലീഷ് ആക്കിയത്. സോ ക്വസ്റ്റ്യൻ ആൻസർ ക്യാൻ ബി കംപ്ലീറ്റ് ഇൻ മലയാളം. മലയാളത്തിൽ സംസാരിക്കാം. Yeah, okay. ഓക്കെ, എന്റെ പേര് റഷീദ്, ഞാൻ മസ്കറ്റിൽ നിന്നാണ്. സിജിന്നാണ്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത്, മിനിമലിസം നല്ല സ്പീച്ച് ആയിരുന്നു. ഐ ആം റിയലി അപ്രിഷിയേറ്റ്. താങ്ക് യു.
എന്റെ ചോദ്യം എന്ന് പറയുന്നത്, മിനിമലിസത്തിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു കാര്യം ചെയ്യാനുള്ള ആ ഒരു മോട്ടീവ് ഉണ്ടല്ലോ, നേടിയെടുക്കണം എന്നുള്ള ഒരു പ്രൊഫഷനിൽ നിൽക്കുകയാണെങ്കിൽ അടുത്ത ലെവലിലേക്ക് മൂവ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം, അല്ല ഇതിൽ മാത്രം ഞാൻ ഐ ആം സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് സ്റ്റേജ് എന്നുള്ള ലെവലിലേക്ക് പോവില്ലേ? ആൻസർ ചെയ്തോട്ടെ? ഓക്കെ. അതാണ് മിനിമലിസം. ഫസ്റ്റ് ഞാൻ പറയുന്നത്, ഫസ്റ്റില് മിനിമലിസം എന്ന് പറയുന്നതുകൊണ്ട് നമ്മളെ തോട്ട്സോ നമ്മളെ അംബിഷൻസോ ലിമിറ്റ് ചെയ്യുക. അതിന്റെ ഉത്തരം നമ്മളെ അള്ളാഹു ഖലീഫത്തുള്ള ആക്കിയിട്ടുണ്ട്, ഈ ഒരു ലീഡർഷിപ്പ് ഏൽപ്പിച്ചിട്ടുണ്ട്, ഹൈർ ഉമ്മത്താക്കിയിട്ടുണ്ട്, മറ്റുള്ളവർക്ക് മാതൃക കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്നത്തെ ഒരു സ്ഥിതി ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല നമ്മൾ ആ ഒരു ടൈറ്റില്, ഒരു ലേബിള് അറിയിക്കുന്ന ഒരു രീതിയിലാണോ നമ്മളെന്ന് ചോദിച്ചാൽ ഡീറ്റെയിൽ പോകേണ്ട ഒരു ആവശ്യമില്ല. എല്ലാവർക്കും അറിയാം, നമ്മൾ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എന്തുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു എല്ലാവരും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന, പൊളിറ്റിക്കലി ആണെങ്കിലും മറ്റ് ആദർശപരമായിട്ടാണെങ്കിലും ഫൈനാൻഷ്യലി ആണെങ്കിലും നമുക്കൊരു പ്രത്യേക ലീഡർഷിപ്പ് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഇല്ല, ലോകത്ത് എവിടെയില്ല. അങ്ങനെ നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ എന്തുകൊണ്ട് ആയിപ്പോയി എന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാവരും പറയുന്ന ഒരു ആയത്തുണ്ട് റഗദിലുള്ള, സൂറത്ത് റഗദിലുള്ള, ഔദുബില്ലാഹിന ശൈത്താനിർ റജീം, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബി അൻഫുസികും മാ ബി ഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി, നമ്മൾ ഊതി പോകുന്നേ. പക്ഷേ കുറച്ച് അടുത്ത കാലത്താണ് ഞാൻ അത്, റഗദ് എന്ന് പറയുന്നത് 13ാമത്തെ അധ്യായമാണ്. അതിൻ്റെ മുമ്പ് 8ാമത്തെ അധ്യായത്തിൽ നമ്മളോട് അള്ളാഹു വേറൊരു കാര്യം പറയുന്നുണ്ട്. അതായത് അൻഫാലില്, ഇപ്പോൾ ഇബ്രാഹിം ഷംനാട് തുടക്കത്തിൽ ഓതി അതേ സൂറത്തിലുള്ള അള്ളാഹു ലം യക്കും മുഗയ്യിറൻ നിഅമത്തുൻ അൻഅംതഹ അലാ ഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. അതായത് ഇതേപോലെ തന്നെ അതേ രീതിയിലുള്ള പ്രയോഗം തന്നെയാണ്. നിങ്ങൾക്ക് ഒരു കൗമ് അവരുടെ ഉള്ളിൽ ചേഞ്ച് വരുത്തിയതുകൊണ്ടല്ലാതെ ഞാൻ അവർക്ക് കൊടുത്ത നിയമത്തെ തിരിച്ചെടുത്തിട്ടില്ല. ഇതാണ് ആദ്യം പറയുന്നത്. നമ്മൾ പലപ്പോഴും പറയുന്നത് നമ്മൾ മനസ്സുകൊണ്ട് മാറാൻ തയ്യാറായി കഴിയുമ്പോൾ അള്ളാഹു നമ്മുടെ അവസ്ഥ മാറ്റും എന്നുള്ളതാണ്. അതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ്. സത്യത്തിൽ ഇതൊരു പാസ്റ്റ് അങ്ങനെ നടന്നിട്ടുണ്ട്. പാസ്റ്റിൽ നമുക്ക് നല്ലൊരു ഗ്ലോറി ഉണ്ടായിരുന്നു. അതാണ് നമ്മളിപ്പോൾ കേരളക്കാരൊക്കെ പ്രത്യേകിച്ച് നമ്മളെ കൊടുങ്ങല്ലിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്ന കാര്യങ്ങൾ. അവിടെയൊന്നും പ്രത്യേകിച്ച് ഇതേപോലത്തെ മീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും വിളിച്ചു കൂട്ടിയിട്ടല്ല ആളുകൾ ഇതിലേക്ക് ആകർഷിച്ചതായത്. അപ്പൊ ആ അത്തരത്തിലുള്ള ഒരു ട്രാൻസ്ഗ്രസിങ് അല്ലെങ്കിൽ ഒരു അതിര് കടന്ന കാര്യങ്ങൾ, ഇപ്പൊ ഈ മിനിമലിസം ആഷിംഭായി പറഞ്ഞത് ഞാൻ വളരെ ഇതായിട്ട് കേൾക്കുകയായിരുന്നു. 12 കൊല്ലം അല്ലെങ്കിലും ഒരു 4 കൊല്ലമായിട്ട് TV ഒഴിവാക്കിയ ആളാണ് ഞാൻ. അപ്പോൾ എനിക്കത് പറഞ്ഞാൽ ശരിക്കും മനസ്സിലാവും. എൻ്റെ മോൻ ഇതിലേക്ക് ഭയങ്കര ആകർഷണമായിട്ട് ചില സമയത്ത് നമ്മൾ അവനെ തിരിച്ച് കൗൺസിൽ ചെയ്താലെന്നൊക്കെ ആലോചിക്കുന്ന ലെവലിലൊക്കെ പോകാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ലൈക്ക് ഈ സെഡ്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നമ്മൾ ചേഞ്ച് വേണമെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ ഇരുന്നാണ്ട് കുറെ പ്രസംഗിച്ചാൽ ഒരു പക്ഷേ ചിലപ്പോൾ ഒന്നും മാറിക്കൊള്ളുന്നില്ല. കാരണം അതിന്റെ കാരണം എന്ന് വെച്ചാൽ ചേഞ്ച് വരുത്തേണ്ടത് നമ്മളിലാണ്, നമ്മളുടെ കുടുംബങ്ങളിലാണ്, നമ്മളുടെ പരിസരങ്ങളിലാണ്. അങ്ങനെ ഇത് പോവുള്ളൂ. അല്ലാതെ നമ്മൾ ഒന്നിച്ചിപ്പോൾ അള്ളാഹു സൃഷ്ടിച്ച അല്ലെങ്കിൽ അള്ളാഹു നിശ്ചയിച്ചു ഉറപ്പിച്ച് ചൂസൺ ചെയ്ത് അയച്ച നൂഹ് നബീന്റെ മുതൽ, നൂഹ് നബീനെയൊക്കെ നമ്മളൊക്കെ കാണുന്നത് ഏതാണ്ട് ഒരു 4ാം തലമുറ എന്നുള്ള രീതിയിലാണ്. അത് നബി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കേൾക്കുന്നത് നൂഹ് നബി അലൈഹി ഇസ്ലാമിനെയാണ്. അപ്പൊ അന്ന് ആളുകൾ ഇത് പറഞ്ഞിട്ട് വിശ്വസിച്ചിട്ടില്ല. എത്രയോ കൊല്ലം, 950 കൊല്ലം എടുത്തിട്ടാണ് അവസാനം അവരെ ശിക്ഷിക്കുന്നത്. അപ്പോൾ ഒരു ഹാൻഡ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രമാണ് കൂടുതലുള്ളത്. യൂനുസ് നബി അലൈഹി ഇസ്ലാം അത് കഴിഞ്ഞിട്ട് ഇത് പറഞ്ഞിട്ട് ആരും കേൾക്കാത്തത് കൊണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നിരാശനായിട്ട് കടലിൽ പോയി അവിടുന്ന് നമുക്കൊക്കെ അറിയാം, കപ്പലിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, പിന്നെ മത്സ്യത്തിന്റെ വായിലാകപ്പെട്ടു, പിന്നെ പശ്ചാത്തലിച്ചുകൊണ്ട് അള്ളാഹു തിരിച്ച് എടുത്ത് പിന്നീട് പോകുന്നത് ഏതാണ്ട് 1 ലക്ഷം അതിൽ കൂടുതലും ആളുകളുള്ള ഒരു സമൂഹത്തിലേക്കാണ്. അവരെല്ലാവരും വിശ്വസിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ വിശ്വസിക്കുക അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിനെ ഇൻഫ്ലുവൻസ് കൃത്യമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളുടെ പരിധിയിൽപ്പെട്ട കാര്യമല്ല. പക്ഷെ അത് നമ്മൾ ചെയ്യേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം, ചിലപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മളിത് ചെയ്യേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം വരും. അതിന് ഞാൻ അവലംബിക്കുന്നത്, അത് പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. കാരണം അത് ഞാൻ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ എനിക്ക് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു അനുഭവം, എൻ്റെ മോള് BRക്കിന് പഠിക്കുന്നുണ്ട്. പലപ്പോഴും അവള് പണ്ടൊക്കെ തുടക്കകാലത്തൊക്കെ വല്ല അസൈൻമെന്റ് ഒക്കെ കിട്ടുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. കാരണം ഇത് എങ്ങനെ ഏത് പേപ്പറിൽ സ്കെച്ചും കാര്യമൊക്കെ ആയിട്ട് അറിയാലോ, BRക്കിന് ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇപ്രാവശ്യം ഒരു നല്ല വീഡിയോ കണ്ടപ്പോൾ ഒരു അസൈൻമെന്റ്, അതിന് കൊറോണ ആയതുകൊണ്ട് നമ്മളെ പോലെ തന്നെ പുതിയ ജനറേഷൻ അത് കൂടുതൽ
അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, വളരെ 2 minutes കൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള, ആവശ്യമുള്ളവർക്ക് ഞാൻ എൻ്റെ കോപ്പി അയച്ചു തരാം, ഞാൻ മാത്രം പ്രൈസ് ചെയ്തൊന്നും വരില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ലെറ്റ് us have a conversation. ഞാൻ 1-2 പ്രാവശ്യം സംസാരിച്ചെന്ന് കിട്ടിയ ചില കാര്യങ്ങളിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. ഷീ സെഡ്, അത് ആ കോൺവെർസേഷനിൽ വന്ന 3-4 കാര്യങ്ങൾ ട്രാൻസ്പയർഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറയണം, അതിന് മനസ്സിലാവും നമ്മളിത് ചെയ്യണോ ഇല്ലേ എന്നുള്ളത്. അവർ പറഞ്ഞു, ശരിക്കും ഞങ്ങളൊക്കെ സീനിയേഴ്സിൻ്റെ അടുത്ത് ഇതൊക്കെ കേൾക്കാൻ പോകുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എല്ലാവരും എൻവയറമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, പിന്നെ വീട് വെക്കുമ്പോൾ വലിയ വീട് അങ്ങനത്തെ വരച്ചു കൊടുക്കരുത്, അല്ലെങ്കിൽ അങ്ങനത്തെ എൻകറേജ് ചെയ്യരുത്, പിന്നെ പലപ്പോഴും തീരദേശം, മറ്റേ പരിസ്ഥിതി ലോല പ്രദേശം, അത് ഇതെന്നൊക്കെ പറഞ്ഞു. നമുക്കൊക്കെ ആദ്യം ദേഷ്യം വരുമായിരുന്നു. കാരണം ഇതൊക്കെ എന്തിനാ ഞങ്ങൾ ചെയ്യണം? നിങ്ങളുടെ കാലത്ത് നിങ്ങൾ നന്നായി ഇതൊക്കെ എൻജോയ് ചെയ്തു, നിങ്ങൾ തോന്നിയ കാര്യങ്ങളൊക്കെ ചെയ്ത്, നിങ്ങൾക്ക് തോന്നിയ രീതിയിലുള്ള എല്ലാ ക്രേസി പ്രൊജക്റ്റുകളും ചെയ്ത്, പിന്നെ ഇപ്പം നമ്മൾ മാത്രം അത് ചെയ്യണം എന്ന് പറയുന്നില്ല, എന്താണ് അർത്ഥമുള്ളത്? പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോൾ അവൾ പറയാണ്, എനിക്ക് ബോധ്യമായി, ശരിയാണ്, വി ഹാവ് ടു ഡു ഇറ്റ്. മേ ബി അവർ ഫോർ ഫാദേഴ്സ് മേഡ് സം മെസ്. പക്ഷേ അത് നമ്മളിപ്പോൾ ചെയ്യാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഇപ്പൊ ഈ പടച്ചവൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതാണ്, നിങ്ങൾ മാറാൻ തയ്യാറായിടത്തോളം കാലം ആര് ചെയ്തു എന്ത് ചെയ്തു എന്നുള്ളതല്ല. കാരണം വി വാണ്ട് ടു കണ്ടിന്യൂ, ദർ ഇസ് നോ ഓപ്ഷൻ, യു ഹാവ് ടു ടേക്ക് ആക്ഷൻ. അങ്ങനെയാണെങ്കിൽ ആ ഒരു ചിന്താഗതി വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ടത്. അങ്ങനെ വരുമ്പോൾ പറയുന്ന ആ കോൺവെർസേഷനിൽ നിന്ന് വന്ന ചില കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ഇപ്പം അത്ര ഈസി ആയിട്ട് പെട്ടെന്ന് പ്രസന്റേഷൻ ഒക്കെ ചെയ്യാൻ പറ്റുന്നത്? അത് ഇങ്ങനത്തെ ഒരു മാധ്യമത്തിൽ വന്നപ്പോൾ ആ വീഡിയോ പഠിച്ചു, ചെറിയ രീതിയിലുള്ള എന്താ പറയുക, എക്സ്പ്ലെയിനർ വീഡിയോ ടൂൾസ് ഒക്കെ അവൈലബിൾ ആണല്ലോ. അതൊന്നും പഠിക്കാൻ അത്ര സമയം എടുക്കില്ല, ജസ്റ്റ് an hour or half an hour പഠിച്ചെടുക്കാൻ പറ്റും എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു. നോളേജ് വൺസ് യു കീപ് വിത്ത് ടു യുവർ സെൽഫ്, ഇറ്റ് ഈസ് ഹാർംഫുൾ ഫോർ യു. കുറച്ച് കഴിഞ്ഞാൽ നമ്മളത് മറന്നു പോകുന്നുള്ളത് ഒരു ഭാഗത്ത്. രണ്ടാമത് ഒരു പക്ഷേ അത് ഇറ്റ് വിൽ ഓൺലി ഹെൽപ്പ് യു. I was surprised to hear from a new generation such talk. It will only increase arrogance in you. നമ്മളെ ഉള്ളിൽ ഒരു അറഗൻസ് ഉണ്ടാക്കാൻ മാത്രം ചിലപ്പോൾ അത് ഉപയോഗിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് അത് ഷെയർ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഐ യൂസ് ഷെയർ ആൻഡ് ഈവൻ ദിയർ ഗ്രൂപ്പ് വിത്ത് ഫ്രണ്ട്സ്. അപ്പം അതുകൊണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ ഇവർ മറന്നു കഴിഞ്ഞാലും ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് അത് ഓർമ്മിപ്പിക്കും, അല്ലെങ്കിൽ നീ അന്ന് അങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ ആ ചിന്തക്ക് കുല്ലുമൻ അലൈഹ ഫാൻ എന്ന് പറയുന്നുണ്ടല്ലോ. കാരണം എല്ലാറ്റിനും ചിന്തകൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട് എന്നാണ് പറയുന്നത്. നമ്മളെ മനസ്സിലൊരു ചീത്ത ചിന്ത വന്നു കഴിഞ്ഞാൽ അത് അള്ളാഹുവിനോട് പറഞ്ഞാൽ അത് ഒന്ന് മാറ്റിത്തരണേ, എനിക്കൊരു നല്ല ചിന്ത അതിനെ റീപ്ലേസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ അതാണ് നമ്മളെ അടുത്തുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരായത്ത് പഠിച്ചാലും നീ അത് പിന്നെ പ്രൊമോട്ട് ചെയ്തോ എന്ന് നമ്മളോട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ നമ്മൾ ഇത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്, അല്ലെങ്കിൽ ചെയ്യണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, എന്നോടും നിങ്ങളോടും പറയാനുള്ളത്. പിന്നെ ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു കാര്യം ചെയ്താൽ, ഒരു നോളേജ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ അടുത്ത് അത് നഷ്ടപ്പെട്ടു പോകില്ലേ, നമുക്കതിൻ്റെ ബെനിഫിറ്റ് കിട്ടാതെ പോകുമെന്ന് വെച്ചിന് അവൾ പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു വെച്ചാൽ, സി യു സ്റ്റിൽ ഹാവ് ദ കപ്പാസിറ്റി, യു പ്രൊഡ്യൂസ് ദാറ്റ് ഇൻഫർമേഷൻ ടുഡേ, യു സ്റ്റിൽ ദ കപ്പാസിറ്റി ഓഫ് പ്രൊഡ്യൂസിങ് അനദർ തിങ് വിൽ ബി ഇൻക്രീസിങ് ബൈ ഷെയറിങ്. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഒരു പക്ഷേ തേർഡ്ലി ദാറ്റ് വിൽ ഹെൽപ്പ് യു, മേ ബി സംബഡി എൽസ് ക്യാൻ ഇംപ്ലിമെന്റ് യുവർ ഐഡിയ ബെറ്റർ ദാൻ യുവർ സെൽഫ്. അപ്പൊ നമുക്ക് അതിന്റെ ഭാഗമാവാനോ അല്ലെങ്കിൽ കണ്ട് ആനന്ദിക്കാനോ പറ്റും. എല്ലാ ഐഡിയാസും ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അത്തരം കാര്യങ്ങളാണ് സത്യത്തിൽ നമ്മൾ ഇതിലൂടെ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു മോഡസ് ഓപ്പറൻഡി ആവേണ്ടത്. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നും കൂടി സൂചിപ്പിക്കാനുള്ള ഒരു സന്തോഷം പങ്കിടാൻ കൂടി വേണ്ടിയിട്ടാണ്. കാരണം ഇത്തരത്തിലുള്ള ബിസിനസ് സെഷൻസ് അത് കാരണം ആളുകൾക്ക് ചില കൺഫ്യൂഷൻസ് മാറി കിട്ടുന്നു. അല്ലെങ്കിൽ ഒരു പക്ഷേ ചില പറയുന്ന ആൾ പറയുന്നു, ഓക്കെ എന്നെക്കാളും കൂടുതൽ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും, നിങ്ങൾക്കാണ് അറിവുണ്ട് എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള വളരെ എന്താ പറയാ നല്ല ഒരു 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 രീതി തന്നെ ഇതിനെ കൊണ്ടുപോകുന്നു നമ്മൾ എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ ഈ ഇൻഫ്ലുവൻസിന്റെ കാര്യം പറഞ്ഞു. നമ്മൾ വിജയബേരി ഒക്കെ നമ്മളെ ഒരു ഇതാണ്. ഇപ്പൊ വിഷൻ എത്ര കാലം എടുക്കുന്നൊക്കെ നമുക്ക് ചിലപ്പോൾ സംശയങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഞാനത് വിജയബേരിയായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ എത്രയോ കൊല്ലങ്ങൾ എടുക്കും എന്ന് വിചാരിച്ച ഒരു സംഗതി 1-2 കൊല്ലം കൊണ്ട് ശരിക്കും അതിന്റെ ഫുൾ പൂർണ്ണതയിൽ എത്തുകയാണ്. അപ്പൊ ആ രീതിയിൽ ഒരു പക്ഷേ ചിലപ്പോൾ നമ്മളെ ഇവിടെയുള്ള ആളുകൾ നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ ചേഞ്ച് വിൽ കം ഇൻ നോ ടൈം, നോട്ട് ഇൻ 2030, മേ ബി മച്ച് ബിഫോർ. അതുകൊണ്ട് തന്നെ ഈ CLP-നെ നമ്മൾ നേരത്തെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, ലീഡർഷിപ്പ് പ്രോഗ്രാം ആയിരുന്നു. പിന്നെ അത് കുറച്ചും കൂടി സെക്യുലർ ആക്കിയിട്ട് നമ്മൾ അതിനെ വിളിച്ചു. ഇപ്പോ ഞാൻ നിങ്ങളോട് അവസാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇതിനൊരു കണ്ടിന്യൂസ് ലിവറേജിങ് ഓഫ് പോസിറ്റിവിറ്റി
എന്നുള്ള ഒരു മീനിങ്ങും കൂടി ഇതിന് കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇന്ന് നമുക്ക് കിട്ടുന്ന മീഡിയയിൽ നിന്നുള്ള ഒരുപാട് ഇൻപുട്ട് എന്ന് പറയുന്നത് നെഗറ്റീവിസമാണ്, ഒരുപാട് ഇത് പറയുന്ന ആങ്സൈറ്റിയാണ്, ഒരുപാട് സന്ദേഹങ്ങളാണ് ആ സ്ഥലത്ത്, അല്ലെങ്കിൽ ഒരുപാട് നുണകളാണ് ഫാക്ടറി കണക്കിൽ പുറത്തേക്ക് വരുന്നത്. അപ്പൊ അതിൻ്റെ ഇടയിൽ ഒരു പോസിറ്റിവിറ്റി വർദ്ധിപ്പിക്കാനുള്ള ഒരു ടൂളാണ് നമ്മുടെ അടുത്തുള്ളത്. ഇതിനെ എല്ലാവരും ആ അർത്ഥത്തിൽ തന്നെ കൊണ്ടുപോയി ഉപയോഗിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും താങ്ക് യു വെരി മച്ച്. അപ്പൊ നമ്മൾ CLP ഫുൾ ഫോം വീണ്ടും മാറ്റണം എന്നാണ് പറഞ്ഞു വരുന്നത്. ഇല്ല, ഒരു അഡീഷണൽ വെർബായിട്ട് പറയുമ്പോൾ മറ്റേ നൗൺ ആണല്ലോ. Continuous leveraging program ആക്കി മാറ്റണം. Okay, very good. Thank you very much. So it's again a positive thing. All right, so now let's move on to the prepared speech session. അപ്പോൾ നമ്മുടെ ബിസിനസ് സെഷൻ കഴിഞ്ഞു, നമ്മുടെ ഇൻസ്പിറേഷൻ മെസ്സേജ് കഴിഞ്ഞു ഫ്രം അവർ Cigi International chairman. So now let's move on to the prepared speech സെഷൻ. അപ്പൊ നമുക്ക് ഇന്ന് 2 സ്പീക്കറാണ്. ഒരു സ്പീക്കർ ദുബൈയിൽ നിന്നാണ്, ഒരു സ്പീക്കർ നമ്മുടെ ജിദ്ദ ചാപ്റ്ററിൽ നിന്നാണ്. So first we'll have the speaker from Dubai. കാരണം ദുബൈക്കാണ് എപ്പോഴും പ്രയോറിറ്റി. So let's move on. So our first speaker is Fahmi Muhammad. He is recognized as a thought leader. Someone who stands, thought leader എന്ന് പറഞ്ഞാൽ someone who stands above matter expertise. അല്ലെങ്കിൽ subject matter expertise-ന്റെ മേലെ ഇരിക്കുന്ന ഒരാള്, and his authority in his field. He is a speaker, he is a trainer, he is a product developer, learning and development professional. He is a BTech and MBA in marketing. He is also an NLP practitioner, and he is a Toastmaster like me, but he is also a contest chairman in the division level. And his speech title is Perfection. So please join hands together to welcome our first speaker, Fahmi Muhammad. And he'll be evaluated by Muhammad Samir. Samir, our objective on the Parnal Muhammad Samir, please, before we start the speech. And the time allotted is 7 to 8 minutes. Fahmi, please note the time. Evaluating Muhammad. No. You are evaluating, there's a small change. Okay. You are evaluating Fahmi. I don't have the objective now. Dubai evaluating Jeddah. Okay. I don't have the objective with me now. I mean, a normal objective. CLP, it's normal speech. We will just evaluate as a normal speech. Okay. All right. Thank you. It's 5 to 7 minutes. 5 to 7 minutes. Okay. Very good. Or just a minute. Okay. For me, okay. All right. Okay, over to you, Fahmi. Are you there? Assalamu alaikum. കേൾക്കുന്നുണ്ടോ? Assalamu warahmatullahi wabarakatuh. നന്നായിട്ട് കേൾക്കാം ഫഹമി. In case ഇതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒരു ബ്രേക്ക് വരാണെങ്കിൽ let me know, especially with the sound. Sound now so far is good. Okay, go ahead. It was in 1993 when I met him for the first time. His deep eyes in the dark made me feel like he was looking for something valuable. He was tall, dark, and perfectly dressed for the occasion. Was he too dressed for the occasion? Only time will tell. പ്രിയപ്പെട്ട സഹോദര സഹോദരങ്ങളെ, Cigi brothers and sisters, Assalamu alaikum. Wa alaikum assalam wa rahmatullahi wa barakatuh. ആയിരത്തി 1993 സമ്മർ വെക്കേഷൻ കാലഘട്ടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ വ്യക്തിയെ കണ്ടത്. ഒരു ദിവസം സമയം മൂവി കണ്ട് ഒരു വിശ്രമിക്കുന്ന സമയത്താണ് ജനാലയ്ക്ക് പുറത്ത് എന്തോ ഒരു ശബ്ദം കേട്ടത്. ഉടനെ ഞാൻ ഉപ്പാട് പറഞ്ഞു, ഉപ്പ, ജനാലിന്റെ പുറത്ത് ആരുണ്ട്.
ഗൃഹനാഥൻ എന്ന നിലയ്ക്ക് ധൈര്യം തെളിയിക്കേണ്ടത് ഒരു അത്യാവശ്യം എന്നോണം ഉപ്പാടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം കയ്യിലെടുത്തു. ടോർച്ച് കയ്യിലെടുത്ത് വാതിൽ തുറന്നിട്ട് ചോദിച്ചു, ആരാ അവിടെ? രാത്രി 12 മണിക്ക് ആരെ അവിടെ എന്ന ഒരു ചോദ്യത്തിന് ഇന്നേ വരെ ഉത്തരം കിട്ടിയതായി കേട്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു സംശയം. എങ്കിലും I saw him for the first time. Tall, dark, dressed for the occasion. ഒരു അണ്ടർവെയർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. മേത്താസകലം എണ്ണയും തേച്ച് നല്ല പിടിപ്പിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കള്ളനെ പൂർണ്ണ രൂപത്തെ കണ്ടതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഞങ്ങൾ കുട്ടികൾക്ക്. ഉപ്പ ചാടി പിടിച്ചു. അവൻ കൊതറി മാറി ഓടി അകലുമ്പോ കള്ളൻ എന്റെ മുഖത്തോട്ടൊരു നോട്ടം നോക്കി. ആ നോട്ടം പറഞ്ഞു, സി ഹൗ വെൽ ഐ എം പ്രിപ്പയർഡ് ഫോർ ദി ഒക്കേഷൻ, പെർഫെക്റ്റ്ലി പ്രിപ്പയർഡ് ഫോർ എനി ഇവൻച്വാലിറ്റി. രാവിലെ ഞങ്ങൾ വിളിച്ചുണർത്തിയത് നാട്ടുകാരാണ്. നാട്ടുകാർ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ പൊട്ടക്കിണറ്റിൽ ആരാണ് വീണിട്ടുണ്ട്. കേട്ട പാതി കേൾക്കാത്ത പാതി കുട്ടികൾ ഞങ്ങൾ എക്സൈറ്റ്മെന്റിൽ ഓടി. അവിടെ ചെന്നപ്പോൾ പൊട്ടക്കിണറ്റിൽ വീണ് കാലൊടിഞ്ഞ് കള്ളനെ നാട്ടുകാരെല്ലാവരും കരക്കെത്തിക്കാനുള്ള ശ്രമമാണ്. അതും പാതി വഴിയെ എത്തിയപ്പോ എണ്ണ തേച്ച ശരീരമല്ലേ, വീണ്ടും പോയി താഴോട്ട്. ഇത്തവണ കാല് മാത്രമല്ല മറ്റു പലതും ഒടിഞ്ഞു. വീണ്ടും പൊക്കി, വീണ്ടും ഒരിക്കൽ കൂടി കയ്യിൽ നിന്ന് പോയി. പെർഫെക്റ്റ്ലി ഡ്രസ്ഡ് ആയിരുന്നു പുള്ളി. 3-ാം തവണ അയാളെ കരച്ചു. കള്ളനെ ആദ്യമായി കണ്ട ഞങ്ങൾക്കുണ്ടായ എക്സൈറ്റ്മെന്റ് പോലെ തന്നെ നാട്ടുകാർക്ക് എല്ലാവർക്കും കള്ളനെ തൊട്ടു നോക്കാൻ വളരെ എക്സൈറ്റ്മെന്റ് ഉള്ളതായിട്ട് തോന്നി. ഒരാൾ പോലും കൈവെക്കാത്തതില്ല. പോലീസ് വന്നിട്ട് അയാളെ ആശുപത്രിയിലോട്ട് പൊക്കി കൊണ്ടുപോകുമ്പോൾ ഒരു ദയനീയമായ ഒരു പെർഫെക്ഷനിസ്റ്റിന്റെ ലുക്കായിരുന്നു പുള്ളിയുടെ മുഖത്ത്. It felt as if he was asking me, what did I get striving for perfection? എല്ലിനെണ്ണം കൂടി പല്ലിനെണ്ണം കുറഞ്ഞു, അല്ലാതെ ഒന്നും പെർഫെക്ഷൻ വേണ്ടി സ്ട്രൈവ് ചെയ്ത ആ വ്യക്തിക്ക് കിട്ടിയില്ല. So, my point is, isn't there that particular speech which you wanted to write? Isn't there a company which you wanted to start, which you're waiting for that perfect moment? We are all waiting for that perfection. Let's cut it out. Let's take action. People who takes action gets perfection on the examples of legends. For example, A.R. Rahman. പുള്ളിയുടെ 50-ലധികം ക്ലാസിക് ഗാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. But what we do not know that he has taken it out from 50,000 of collection of his songs. അതിൽ നിന്നാണ് മാസ്റ്റർ പീസുകൾ വന്നിട്ടുള്ളത്. That means he went on creating, not focusing on giving out the perfect result, but perfect it became. Very famous leader Martin Luther King, very famous, I have a dream. ആ സ്പീച്ചിലേക്ക് അദ്ദേഹം എത്തുന്നത് ആയിരക്കണക്കിന് സ്പീച്ചുകൾ കഴിഞ്ഞാണ്. ആ മാസ്റ്റർ പീസ് ഇന്നും നമ്മൾ അദ്ദേഹത്തെ ഓർക്കുന്നത് ഈ സ്പീച്ചിന്റെ പേരിലാണ്, അല്ലേ? ഇന്ന് ഒരുപാട് പേര് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വി ആർ വെയിറ്റിംഗ് ഫോർ എവറിത്തിങ് ടു കം ബാക്ക് ടു ലൈവ് മീറ്റിംഗ്. അത് സോഷ്യൽ സർവീസ് ആയാലും പേഴ്സണൽ ഡെവലപ്മെന്റ് ആയാലും ലീഡർഷിപ്പ് ലെസൺസ് ആയാലും എല്ലാം ദേ ആർ വെയിറ്റിംഗ് ഫോർ ദ ലൈവ് ലെസൺ. നേരിട്ട് കാണാണ്ടുള്ള ഒരു മീറ്റിംഗിൽ ഒരു ഉഷാറ് കുറവുണ്ട്. യു ഹാവ് എ ചോയ്സ്. You can accept that this is how it is going to be. Do you want to take action or wait? If you wait, the thing is you are going to be
redundant very soon. So accept it. Take action. Don't wait for the perfect moment. Don't wait for the perfect skill set. Start off. So my suggestion would be stop waiting for perfection. Take action right now. And I would like to take you to one statement. Do you know which is the biggest resource, hidden resource of talent? Graveyards. Let's make sure that the talent Allah blessed us with is not wasted. Let us put that to good use of community. Take action. Don't wait for perfection. May Allah bless us all. Assalamu alaikum. Assalamu wa rahmatullahi wa barakatuh. MashaAllah, MashaAllah. Please give him a big round of applause. MashaAllah. May Allah bless everyone. Thank you. Thank you very much, Fahmi, for that wonderful speech. Okay, so let's move on to the second speech, which is the speaker from Jeddah, Muhammad Kuti, with a speech title, Uruma. Malappuram Kottakkal Swadeshi, Ramada Hotel, Assistant HR Manager to work 17 years in KSA, നമ്മുടെ CLP Jeddah chapter Education Secretary ആണ്. So please put your hands together to welcome our second speaker, നമ്മുടെ സ്വന്തം മമ്മൂട്ടി. ഹലോ യെസ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ. ഇവാലുവേറ്റർ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു ഇത് അടിക്കുന്നുണ്ട്. കാരണം അവിടെ അപ്പുറത്തെ ലൈറ്റിന്റെ പ്രശ്നം. നോ പ്രോബ്ലം. ഓക്കെ, ഓൾറൈറ്റ്. ഓക്കെ, ഗോ അഹെഡ്. ഇവാലുവേറ്റർ ആരായിരുന്നു? Okay, just a minute. Okay, so may I request our evaluator Amin. So can you please explain the objective of the speech? Speaker Muhammad Kuti. What a general evaluation of this, can you? Yeah, hi. I just got my option unmuted. All right. Okay. All the best, Muhammad Kuti. Your time limit will be 8 minutes. And I'll be looking into how you have, I will be doing a general analysis. I'll check how you have organized your speech. How did you do your introduction and body and conclusion, and your delivery style. So yeah, and all the best. Okay, thank you, Aman. Thank you very much. Over to you. So please put your hands together to welcome our speaker number 2, Muhammad Kuti, with a speech title, Uruma. ഒരുമയുള്ളവരുടെ ഓരം ചേരുക, ഓന്തുകളെ ഓടയിൽ തള്ളുക. സ്നേഹം നിറഞ്ഞ MC, ദുബായ് ജിദ്ദ ചാപ്റ്ററുകളുടെ ഒത്തൊരുമയുള്ള സാമാജികരെ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇവാലുവേറ്റർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരുമയുണ്ടേൽ ഒലക്കമേലും കിടക്കാം, ഒരുമയില്ലെങ്കിൽ ഒലക്ക മേലെ കിടക്കും. നമ്മുടെ ചുറ്റുപാടുകളിലേക്കൊന്ന് കണ്ണോടിക്കുക. ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഒത്തൊരുമയില്ലാത്തതിൻ്റെ പേരിൽ ഒലക്ക പുറത്ത് കാണുന്ന സംഭവങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മിഞ്ഞ നുകരുന്നിടം മുതൽ ദൈവഭവനം ഭരിക്കുന്നിടം വരെ ഒത്തൊരുമയില്ലാത്തതിൻ്റെ പേരിൽ ഒലക്ക പുറത്ത് കാണുന്ന സാഹചര്യത്തിലൂടെയാണ് നാം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഒത്തൊരുമയില്ലായ്മയുടെ പ്രധാന കാരണം? കൂടിയാലോചനകളുടെ കുറവല്ലേ നമുക്ക് മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? എൻ്റെ നാട്ടിൽ മുൻപ് കൗമാരത്തിലായിരുന്ന സമയത്ത് സംസ്ഥാന നഗരത്തിൽ നിന്നുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കുടുംബവുമായി താമസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കൗമാരക്കാരനായിട്ടുള്ള മകൻ തൊട്ടടുത്തുള്ള വീട്ടിലുള്ള പെൺകുട്ടിയുമായി ഒന്ന്
ഒരുമയോടെ പോകാൻ തീരുമാനിച്ചു. വളക്കുവാൻ നോക്കി, വളഞ്ഞു, പിന്നീട് അത് കുനിഞ്ഞു. അപ്പോഴാണ് പ്രശ്നമായത്. അവസാനം ആ കുട്ടിയുടെ പിതാവ് ഇതിനാളെ തേടി നടന്നു. ആരാണ് തുടക്കത്തിൽ ഇവരെ ഒരുമിപ്പിക്കുന്നതിന് മുൻകൈ എടുത്തത് എന്നുള്ളത്. തൊട്ട അയൽവാസിയായിട്ടുള്ള ഒരു കൗമാരക്കാരന്റെ പേരായിരുന്നു ഉയർന്നു വന്നത്. അദ്ദേഹം ആ കൗമാരക്കാരനെ തിരയാൻ തുടങ്ങി. കളി കഴിഞ്ഞ് ഗ്രൗണ്ടിലിരിക്കുന്ന സമയത്ത് ആ കൗമാരക്കാരൻ അദ്ദേഹത്തിന്റെ വാക്ശൗര്യങ്ങളുമായിട്ട് സുഹൃത്തുക്കളോട് സംവദിച്ചു. എന്നെ തേടി നടക്കുന്ന ആ പിതാവ് എൻ്റെ മുന്നിലെത്തിയാൽ അദ്ദേഹത്തിന് ഞാൻ തികച്ചും അത്യാവശ്യത്തിന് വേണ്ടതെല്ലാം കൊടുക്കും. ഞാനല്ല കുറ്റക്കാരൻ, അദ്ദേഹത്തിന്റെ മകളാണ് യഥാർത്ഥ കുറ്റക്കാരി. അവളാണല്ലോ ഇങ്ങോട്ട് വന്ന് ഇവരുമായിട്ട് അടുത്തത്, അതിന് ഞാൻ എന്ത് പിഴച്ചു എന്ന്. തൊട്ടടുത്ത ദിവസം വൈകിട്ട് ആ പെൺകുട്ടിയുടെ പിതാവ് ഗ്രൗണ്ടിലൂടെ നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ഈ കൊളത്തിക്കൊടുത്ത കൗമാരക്കാരൻ അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ വിളിച്ചു. ഏകദേശം 10-50 മീറ്റർ അകലേക്ക് അദ്ദേഹം മുണ്ട് മടക്കി കുത്തി കൈകളെല്ലാം വീശി ധൈര്യസമേതം നടന്നു നീങ്ങി. ഏകദേശം 20 മിനിറ്റോളം അവരവിടെ ചർച്ച നടത്തി. ഈ കൗമാരക്കാരൻ തലയാട്ടി കൈ ഇളക്കാതെ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു. ഞങ്ങൾ ചോദിച്ചു, നീ തൊട്ടു മുമ്പ് പറഞ്ഞ രൂപത്തിലല്ലല്ലോ അവിടെ ഞങ്ങളൊന്നും കണ്ടത്, എന്ത് പറ്റി നിനക്ക്? അപ്പോൾ അവർ പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തെ ചീത്ത പറയുന്നതിന് വേണ്ടിയിട്ടാണ് പോയിരുന്നത്. പക്ഷേ അദ്ദേഹം എന്നോട് പറഞ്ഞത് നേരെ മറിച്ചാണ്. അദ്ദേഹം ഒരു കൂടിയാലോചനക്കാണ് എന്നെ സമീപിച്ചത്. എൻ്റെ മകളാണ്, നീ അയൽപക്കത്തുള്ളവനാണ്, നിന്റെ പെങ്ങളാണ്, എന്തെങ്കിലും സംഭവിച്ചാൽ അത് നോക്കേണ്ടത് നീയല്ലേ, നമുക്ക് എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു കടക്കാം എന്നുള്ളതായിരുന്നു ആ പിതാവ് ഈ കൗമാരക്കാരനോട് അന്വേഷിച്ചത്. പിതാവിനെ ചീത്ത പറയണമെന്ന് ആഗ്രഹിച്ചു നടന്നിരുന്ന കൗമാരക്കാരൻ അവസാനം എല്ലാം തലയാട്ടി സമ്മതിച്ചുകൊണ്ട് തിരിച്ചു വരികയാണ് ഉണ്ടായത്. അവിടെ ഒരു ഒരുമ രൂപപ്പെടുകയായിരുന്നു. നമുക്ക് ഇടയിൽ തന്നെ നോക്കാം, എല്ലാ കാര്യങ്ങളിലും എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? പരസ്പരം കൂടിയാലോചനകളുണ്ടോ? കൂടിയാലോചനകളുടെ കുറവ് കൊണ്ട് മാത്രം നടക്കുന്നതല്ലേ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം? നമ്മുടെ ഈ ലോകത്തിലുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇങ്ങനെയാണുള്ളത്. എന്തുകൊണ്ടാണ് തേനീച്ചകൾ എപ്പോഴും വിജയിക്കുന്നത്? തേനീച്ചകൾക്ക് ശക്തിയുണ്ടോ, വലുപ്പമുണ്ടോ? പക്ഷേ തേനീച്ചക്കൂട്ടമിളകിയാൽ അവർക്ക് മുന്നിൽ തോൽവി സമ്മതിക്കാത്തവരായിട്ട് ആരുമില്ല എന്നുള്ളതാണ്. അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഒരേ ലക്ഷ്യത്തിലേക്കാണ് വരുന്നത്. അവരുടെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, ഞങ്ങളുടെ ശത്രുവിനെ തുരത്തുക എന്നുള്ളത്. എന്നാൽ മനുഷ്യവർഗം എങ്ങനെയാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ സിജി 25 വർഷങ്ങൾക്ക് മുമ്പ് മർഹൂം KM ഡോക്ടർ അബൂബക്കർ സാഹിബ് റബ്ബന റഹ്മഹു ഇത് തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തോടു കൂടെ ഉണ്ടായിരുന്നത് വളരെ കുറഞ്ഞ ആളുകളായിരുന്നു. പക്ഷെ അവർ ഒത്തൊരുമയോട് നീങ്ങിയപ്പോൾ, കഴിഞ്ഞ 25 വർഷം ഇത് ഒരേ ഒത്തൊരുമയോട് കൂടിയിട്ട് നീങ്ങിയപ്പോൾ ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് പലതരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യാത്ര അവസാനിച്ചിട്ടില്ല, നമുക്ക് ഇനിയും മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട്. കൂടുതൽ മുന്നോട്ട് നീങ്ങുന്നതിന് ഒരുമിച്ച് നടക്കുക എന്നുള്ള തത്വം ഇവിടെയും നാം പ്രാവർത്തികമാക്കിയേ പറ്റൂ. ദുബായും ജിദ്ദയും ഇന്ന് ഒരു കമ്പൈൻഡ് സെഷൻ CLP നടത്തുകയാണ്. ഇതിവിടെ അവസാനിച്ചുകൂടാ. നമുക്കിനി മുന്നോട്ട് നീങ്ങണം. സമൂഹത്തെ നമുക്ക് മുന്നോട്ട് നയിക്കേണ്ടതുണ്ട്. അതിന് നമ്മുടെ വ്യക്തിത്വങ്ങൾ, ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഉണ്ടായിരിക്കും. നമ്മുടെ താല്പര്യങ്ങൾ വേറെയായിരിക്കും, നമ്മുടെ ശൈലികൾ വേറെയായിരിക്കും. പക്ഷേ നമ്മൾ കൂടിയാലോചനകളിലൂടെ നമ്മളെല്ലാം ഒരു ടേബിളിന് ചുറ്റുമിരുന്ന്, അതല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം സമൂഹത്തിന്റെ നന്മയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും ഒരേ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് നീങ്ങുകയാണ് വേണ്ടത്. കൂടിയാലോചനകൾക്ക് നമുക്കിടയിൽ അസ്വാരസ്യങ്ങൾ രൂപപ്പെടാം. പക്ഷേ അപ്പോൾ നമ്മുടെ നേതാക്കൾക്ക് കാതോർക്കണം. നേതാക്കൾ എന്ത് പറയുന്നുവോ അത് അനുസരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുമയുടെയും കൂടിയാലോചനകളുടെയും ചിട്ടയും മഹത്വവും തിരിച്ചറിയണം. അതിൻ്റെ പവിത്രത നാം സൂക്ഷിക്കുവാൻ നമുക്കാവണം. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് അത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് വഴിവെക്കുന്നതാണ്. കെട്ടുറപ്പുള്ളൊരു സമൂഹത്തിന്, സമുദായത്തിന്, സ്വാർത്ഥതയില്ലാത്ത, തന്നിഷ്ടമില്ലാത്ത, പിടിവാശിയില്ലാത്ത ഒരു സമൂഹത്തിന്, പരസ്പരം സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, അംഗീകരിക്കുന്ന, മാതൃക നിറഞ്ഞ ഉത്കൃഷ്ട സമൂഹത്തിനായി നമുക്കൊരുമിക്കാം. നാഥൻ തുണക്കട്ടെ. ബാക്ക് ടു MC. Okay, thank you very much, Mohammed Kutti sir, for that wonderful
സ്പീച്ച്. ഒരുമ എല്ലാത്തിനും ആവശ്യമാണ്. സോ നൗ ഓക്കെ, താങ്ക് യു വെരി മച്ച്. സോ പ്ലീസ് ഗിവ് എ ബിഗ് അപ്ലോസ്. താങ്ക് യു. കൂടി നമ്മുടെ പ്രിപ്പയർഡ് സ്പീച്ച് അല്ലെങ്കിൽ നമ്മുടെ സ്പീച്ച് സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത ഒരു വെരി ഇൻട്രസ്റ്റിംഗ് സെഷനിലേക്ക് നമ്മൾ കടക്കുവാണ്. അതിനു മുന്നേ നമുക്കൊരു ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആയാലോ? ഫവാദ്, എല്ലാവരും വീഡിയോ ഒന്ന് ഓൺ ചെയ്തോന്ന് നോക്കൂ. സോ ലെറ്റ്സ് ഹാവ്, കാരണം കുറച്ച് കഴിഞ്ഞാൽ ഈ 73 പേരുണ്ടാവില്ല. നേരത്തെ 79 ഉണ്ടായിരുന്നു, 6 പേര് പോയി. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര ഫ്രെയിം ഉണ്ട്? 3 ഫ്രെയിം ഉണ്ട്. ഫവാസ്, ആർ യു റെഡി? ഓക്കെ, ഫസ്റ്റ് ഫ്രെയിം ഓക്കെ ആണ്. ഓക്കെ, ഫസ്റ്റ് ഫ്രെയിം ഇസ് റെഡി. എല്ലാവരും ഓൺ ആണ്. ഓക്കെ, സോ നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി സെക്കൻഡ് ഫ്രെയിം. താങ്ക് യു. എല്ലാവരും ചിരിക്കുന്നുണ്ടല്ലോ, മാഷാഅല്ലാഹ്. സെക്കൻഡ് വൺ. സെക്കൻഡ് ടെമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, അത് വീഡിയോ ഓഫ് ആണ്. മുഹമ്മദ് അനീഫ്. ഓക്കെ, അബ്ദുൽ ഹക്കീം, ഫൈസൽ, അബീബ്, ഷിബു, നൌഷാദ് ഒന്ന് ഓൺ ചെയ്തത് നല്ല ഉപകാരമായിരുന്നു. സക്കറിയ, ഓക്കെ, അബ്ദുൽ ഹക്കീം, ഓക്കെ, വെരി ഗുഡ്. ഫൈസൽ ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് കഴിഞ്ഞാല് നിങ്ങളത് മാത്രം ബ്ലാക്ക് ആയിട്ട് കാണും. അബീബ് ഓക്കെ, അബീബ് ഇസ് ഫൈൻ. ഫൈസൽ, അബ്ദുൽ ഹക്കീം, ഷിബു, നൌഷാദ്, PH ആള് സ്ഥലത്ത് ഉണ്ട്. നൌഷാദ് ഓക്കെ. അതിന് ഒരാളും കൂടി ഉള്ളു, അബ്ദുൽ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നൗ ഫ്രെയിം 2. ഫവാസ്, ഫ്രെയിം 2 ഇസ് ഓക്കെ. Okay. 1, 2, 3. Okay, done. Now frame 3. Frame 3 ൽ കുറെ പേരുണ്ടല്ലോ. ലത്തീഫ്, നജീബ്, വീഡിയോ ഓഫ് ആണ്. വീഡിയോ ഓൺ ചെയ്യൂ. ഷെജീർ, അമീൻ, അസ്കർ അലി, അബ്ദുൽ അബ്സ്, ജുനൈദ് അലി, നൗഫൽ. ഓക്കെ, സക്കറിയ, അഗൈൻ സക്കറിയ, മുഹമ്മദ് ബൈജു, മുത്തലിബ്, അസ്കർ അലി. ഓക്കെ, നമുക്ക് സമയം കുറവുള്ള അത്രയും പെട്ടെന്ന് മൂന്നാമത്തെ ഫ്രെയിമിൽ കുറെ പേര് വീഡിയോ ഓഫ് ആണ്. ബട്ട് എനിവേ, ഫവാസ്, യു ഓക്കെ നൗ? ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക്സ് എ ലോട്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മള് അടുത്തത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് സെഷനിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പൊ ഒരു ഡിബേറ്റ് ആണ്. ജിദ്ദ ടീമും ദുബായ് ടീമും ഒരു യുദ്ധം എന്നതൊക്കെ നേരത്തെ തുടക്കത്തിൽ ആരൊക്കെ പറഞ്ഞു. യുദ്ധം എന്ന് പറയുന്നില്ല. ഡിബേറ്റ് എപ്പോഴും നല്ലതാണ്. നമുക്ക് നോളജ് വർദ്ധിപ്പിക്കാനും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും നമുക്ക് വായന നമുക്ക് അതിനെ അത് ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 ആണ്. അപ്പൊ അതിന് മുന്നേ നമുക്കൊരു ഒരു ചെറിയ ഒരു യൂട്യൂബ് കാണാം. ജസ്റ്റ് എ മിനിറ്റ്, ജസ്റ്റ് ഗിവ് മീ 1 സെക്കൻഡ്. ഞാനത് ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇത് ഓൺ ചെയ്തതിന് മുമ്പ് എനിക്ക് ജസ്റ്റ് പറയാനുള്ളത്, ഇത് നമ്മളെല്ലാം വളരെ ബ്ലെസ്ഡ് ആണ്. കാരണം സോഫാർ നമ്മളൊക്കെ ആരോഗ്യവാന്മാരാണ്. നമ്മളെ കൊറോണ എന്ന് പറയുന്ന ഇതിൽ നിന്ന് നമ്മളൊക്കെ സോഫാർ വി ആർ ഹെൽത്തി. അപ്പൊ ഈ ഒരു സോങ്, അതിന്റെ ലിറിക്സ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ഈ ഫോട്ടോയിൽ കാണുന്ന KT അബൂബക്കർ സാഹിബാണ്. നമ്മുടെ സേജിന്റെ ഡയറക്ടറും കൂടിയാണ്. JSFന്റെ ചെയർമാൻ ആണ്. ഈസ് എ എന്റർപ്രണർ. ഈസ് ഓൾസോ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ഓഫ് ജിദാനി എന്റർപ്രൈസ്. അപ്പൊ അദ്ദേഹം എഴുതിയ മുഹ്സിൻ രചന ചെയ്ത പാടിയ ഈ ഒരു സോങ് നമുക്ക് ആസ്വദിച്ച് തിരിച്ചു വരാം. കാണുന്നുണ്ടല്ലോ അല്ലെ? Need a professional logo for your brand? I've used the new Wix logo maker to create one for my startup. I'll show you how. First, go to Wix Logo Maker. കുഞ്ഞ് വീഡിയോ സ്ക്രീനിൽ എത്തുന്നില്ല. ഓക്കെ, സ്ക്രീന് കാണാമല്ലോ അല്ലെ?
ജീവനു വേണ്ടി പൊരുതിയിടുന്നൻ സോദരരേ, ജീവനു വേണ്ടി പൊരുതിയിടുന്നൻ സോദരരേ, സ്നേഹിതരേ സഹജീവരേ, സ്നേഹിതരേ സഹജീവരേ, നിങ്ങൾക്കായിരമായിരം പ്രാർത്ഥനകൾ, നിങ്ങൾക്കായിരമായിരം പ്രാർത്ഥനകൾ. ജീവനു വേണ്ടി പൊരുതിയിടുന്നൻ സോദരരേ. പ്ലേഗായി പിന്നെ കോളറയായി, സ്പാനിഷ് ഫ്ലൂവായി മറ്റൊന്നായി. പ്ലേഗായി പിന്നെ കോളറയായി, സ്പാനിഷ് ഫ്ലൂവായി മറ്റൊന്നായി. താണ്ഡവമാടിയ ദുനിയാവല്ലേ സഹനത്തോടെ നേരിടണേ, സഹനത്തോടെ നേരിടണേ. ജീവനു വേണ്ടി പൊരുതിയിടുന്നൻ സോദരരേ. അതിജീവനത്തിനാശയുമായി ജനകോടികളുടെ ഹൃദയങ്ങൾ, അതിജീവനത്തിനാശയുമായി ജനകോടികളുടെ ഹൃദയങ്ങൾ. കേഴും കാലത്താശ്രയമായി നൽകിയ കരുണാമയനെ, ജനിമൃതിയില്ലാതുള്ളവനെ, പാപികളാമീ പാവങ്ങളെ നീ കൈയൊഴിയാതെ കാത്തിടണേ. പാപികളാമീ പാവങ്ങളെ നീ കൈയൊഴിയാതെ കാത്തിടണേ. ജീവനു വേണ്ടി പൊരുതിയിടുന്നൻ സോദരരേ, സ്നേഹിതരേ സഹജീവരേ, സ്നേഹിതരേ സഹജീവരേ, നിങ്ങൾക്കായിരമായിരം പ്രാർത്ഥനകൾ, നിങ്ങൾക്കായിരമായിരം പ്രാർത്ഥനകൾ. Do you know your voice? Mashallah, mashallah. Thank you very much. So now, please put your hands together. So let us, dedicate this song. നമ്മുടെ ലോകത്തിന്റെ പല ഭാഗത്തും കൊറോണ കാരണം ബുദ്ധിമുട്ടുന്നുണ്ട് പലരും. അപ്പൊ അവർക്ക് വേണ്ടി നമുക്ക് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. So big salute to our, Abu Bakr Abdurrahman. Thank you.
Thank you very much. So, okay. Thank you so much. Thank you very much. Thank you all. Let's move on. നമ്മുടെ ഡിബേറ്റിലേക്ക് കടക്കുവാണ്. So please put your hands together to welcome KT Abubakar Abdul Rahman. Thank you very much. Over to you. Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillahi rabbil alamin wassalatu wassalamu ala rasulihil amin wa ala alihi wa sahbihi ajma'in. Respected Cigi International Chairman Mustafa Sahib, former Chairman Shamsuddin Sahib, Chapter Chairman of both Dubai and Jeddah, Shamsuddin Sahib, Abdulaziz Sahib, MC of today's CLP session, Muhammad Kunji Sahib, my dear respected leaders of Cigi, Dubai and Jeddah. Assalamu alaikum wa rahmatullahi wa barakatuh. വളരെ മനോഹരമായ ഒരു സായാഹ്നത്തിലാണ് നമ്മളെല്ലാവരും. ഇതുവരെ കഴിഞ്ഞ നമ്മുടെ ബിസിനസ് സെഷൻ, അതുപോലെ നമ്മുടെ ലീഡേഴ്സിന്റെ എൻലൈറ്റനിങ് സ്പീച്ചുകൾ എന്തുകൊണ്ടും ഹൃദ്യമായിരുന്നു എന്ന് മാത്രമല്ല വളരെ എംപവറിങ്ങും എൻറിച്ചിങ്ങുമായിരുന്നു. എങ്ങനെയാണ് ഒരു സക്സസ്ഫുൾ കൊളാബറേഷൻ സിജിയെ പോലെയുള്ള മഹത്തായ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടി, സോഷ്യൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനത്തിന് വിജയകരമായി നടത്താൻ പറ്റുക എന്നുള്ളതിന്റെ ഒരു ഉത്തമ നിദർശനമാണിത്. ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ. അൽഹംദുലില്ലാ. അത് മുൻകൈയെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട ലീഡേഴ്സ് അഭിനന്ദനം അർഹിക്കുന്നു. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊക്കെ സുപരിചിതമായ ഒരു കോട്ടാണ്, ഒരു ഉദ്ധരണി. People often quarrel because they fail to engage themselves in healthy debates. വളരെ ആരോഗ്യകരമായ സംവാദത്തിൽ ഏർപ്പെടാൻ പരാജയപ്പെടുന്നത് കൊണ്ടാണ് മനുഷ്യർ പരസ്പരം ശണ്ട കൂടുന്നത്. ഏതൊരു മഹാൻ പറഞ്ഞത്. അപ്പൊ ഈ കാലഘട്ടത്തിലെ ആശയ സംവാദം എന്ന് പറയുന്നത് പഴയ കാലത്ത് പ്രാകൃത സമൂഹങ്ങളിൽ, ഒരു വേള ഈ പരിഷ്കൃത സമൂഹത്തിൽ തന്നെ ഇപ്പോഴും പല രാജ്യങ്ങളിലും ലോകത്ത് പലയിടത്തും നിരന്തരമായ സംഘടനകൾ നടന്നുകൊണ്ടിരിക്കുന്നു. സൂക്ഷ്മമായി പരിശോധിച്ചു നോക്കിയാൽ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പേരിലായിരിക്കും ഇവര് ഇത്തരം കാര്യങ്ങളിൽ വളരെ വിനാശകരമായ സംഘടനകളിൽ ഏർപ്പെടുക. പക്ഷേ ഒരു പരിഷ്കൃത സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, വിശിഷ്യ ഇസ്ലാമിക ചരിത്രത്തെ എടുത്ത് പരിശോധിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രവാചകന്മാർക്ക് വലിയ സംവാദത്തിൽ നിപുണനായിരുന്നു. അവർ ആശയ സംവാദത്തിലായിരുന്നു പ്രാമുഖ്യം കൊടുത്തിരുന്നത്. ഒരു കാരണവശാലും അവരെ നിരന്തരം പ്രതിരോധത്തിന് വേണ്ടിയല്ലാത്ത ഒരു സംഘടനത്തിൽ അവർ ഏർപ്പെട്ടിട്ടില്ല. അതിലേക്ക് അവരെ പുഷ് ചെയ്ത് അതിലേക്ക് തള്ളിവിടുന്ന ഒരവസ്ഥയിലേക്ക് അതിജീവനത്തിന് വേണ്ടി മാത്രം ആയിരുന്നു അവർ സായുധ സമരം നടത്തിയിരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ സംവാദം അല്ലെങ്കിൽ ഹെൽത്തി ഡിബേറ്റ് അല്ലെങ്കിൽ നല്ല ഡിബേറ്റിംഗ് എന്ന് പറയുന്ന കല, ആ ഒരു നൈപുണി, സ്കില്ല് നാം ഓരോരുത്തരും ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടത് അനിവാര്യമാണ്. വളരെ സ്കിൽഫുൾ ആയിട്ടുള്ള ഡിബേറ്റേഴ്സ് നമുക്ക് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. അത് നമ്മുടെ അതിജീവനത്തിന്റെ അനിവാര്യതയാണ്. വിശിഷ്യ ഇന്ത്യ പോലെയുള്ള ഒരു ജനാധിപത്യ മതേതര സമൂഹത്തിൽ, ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നല്ല സർഗാത്മകവും ക്രിയാത്മകവുമായ വിധത്തിലുള്ള ഡിബേറ്റുകൾ നടത്തി നാം ആ ഒരു നൈപുണ്യം ആർജിക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരു തുടക്കമാണ് സിജി CLP ദുബായ് 2 ചാപ്റ്ററുകളും കൈകോർത്തുകൊണ്ട് ഇവിടെ നിർവഹിക്കുന്നത്. ഇത് ഒരു തുടക്കം മാത്രമാണ്. നമുക്ക് മറ്റുള്ള ചാപ്റ്ററുകളെ എല്ലാവരെയും കൂട്ടി മനോഹരമായ വിധത്തിൽ തന്നെ ഇതൊരു പെർമനന്റ് ആയ ഒരു സംവിധാനമാക്കി വളർത്താൻ സാധിക്കണം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ദി ലേറ്റസ്റ്റ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്ന ആ ഒരു ഈയിടെയായി നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് പാസാക്കിയ ഒരു നിയമം കൂടുതൽ വൈകാതെ
അത് പ്രാബല്യത്തിൽ വരും എന്നുള്ളത് തീർച്ചയാണ്. ഇത് മൂന്നാമത്തെ തവണയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ദേശീയ വിദ്യാഭ്യാസ നയത്തിന് രൂപകൽപ്പന നടത്തുന്നത്. പക്ഷെ മുൻ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വ്യത്യസ്തമായി ഈ ഒരു ദേശീയ വിദ്യാഭ്യാസ നയം വളരെ വ്യാപകമായ കോൺട്രവേഴ്സി അല്ലെ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുണ്ട്. അനുകൂലമായും പ്രതികൂലമായും ഒക്കെ കൊണ്ടിരിക്കുന്ന അക്കാദമിക തലങ്ങളിൽ മാത്രമല്ല രാഷ്ട്രീയ തലത്തിലും മറ്റുള്ള എല്ലാ തലങ്ങളിലും ബൗദ്ധിക തലങ്ങളിലൊക്കെ ഇതേക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ നമുക്ക് രൂപപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. അതിനായി ഇന്ന് 2 ടീമുകളും 3 പ്രഗത്ഭരായ ഡിബേറ്റേഴ്സിനെയാണ് അണിനിരത്തിയിട്ടുള്ളത്. ദുബായ് ചാപ്റ്ററും ജദ്ദ ചാപ്റ്ററും. അപ്പൊ ഇതിന്റെ നമ്മുടെ ഈ ഡിബേറ്റിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആകെ 6 മണിക്കൂർ സമയമേ അനുവദിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യം നാം ഓരോരുത്തരും ആദ്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഓൺലി 30 minutes. അപ്പൊ അതില് ജദ്ദ ചാപ്റ്ററിനെ പ്രതിനിധാനം ചെയ്ത് ആദ്യത്തെ ഡിബേറ്റർ വിഷയം അവതരിപ്പിക്കും. വിഷയത്തിന് അനുകൂലമായി അദ്ദേഹം സംസാരിക്കും. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്ക് അനുകൂലമായി അദ്ദേഹം സംസാരിക്കും. അത് സംസാരിക്കുന്നത് ജിദ്ദയുടെ പ്രഗത്ഭനായ ഡിബേറ്റർ ഡിസ്റ്റിംഗ്വിഷ്ഡ് ടോസ്റ്റ് മാസ്റ്റർ മുഹമ്മദ് ഹനീഫ് KM അവർകളാണ്. അതേ തുടർന്ന് അദ്ദേഹത്തിന്റെ വീക്ഷണത്തെ ഒപ്പോസ് ചെയ്തുകൊണ്ട് എതിർത്തുകൊണ്ട് അതിന് പ്രതികൂലമായി സംസാരിക്കുന്ന ദുബായ് ചാപ്റ്ററിന്റെ പ്രഗത്ഭനായ കുഞ്ഞി സാഹിബ് കാസിം സാഹിബ് സ്ലൈഡില്ലേ സ്ലൈഡ് കാണുന്നുണ്ട്, സ്ക്രീൻ ഷെയറിംഗ് ആണ്. ഓക്കെ ദുബായ് ചാപ്റ്ററിന് വേണ്ടി ഒരു മിനിറ്റ് ഞാൻ എന്താ ഇല്ല മൊബൈലാണ് ചെയ്യുന്നത്. ഓക്കെ മൊബൈലാണ്, ഐ എം സോറി. ദുബായ് ചാപ്റ്ററിന് വേണ്ടി ദുബായിയുടെ പ്രഗത്ഭനായ ഡിബേറ്റർ കാസിം സാഹിബ് അദ്ദേഹത്തിന്റെ വാദമുഖങ്ങൾ ഉന്നയിക്കും. തുടർന്ന് 2 സ്പീച്ചുകളായിരിക്കും. ഒന്ന് റിബറ്റൽ അഥവാ ഖണ്ഡന പ്രസംഗം എന്ന് പറയുന്നത്. ആദ്യത്തെ സ്പീക്കർ ദുബായ് ചാപ്റ്ററിനെ പ്രതിനിധാനം ചെയ്ത് ജൈലാദ് സാഹിബ്. അദ്ദേഹം നമ്മുടെ മുഹമ്മദ് ഹനീഫ് സാഹിബ് ജിദ്ദ ചാപ്റ്ററിന് വേണ്ടി വിഷയത്തിന് അനുകൂലമായി സംസാരിച്ച ഡിബേറ്ററെ ഖണ്ഡിക്കും. തുടർന്ന് ജിദ്ദ ചാപ്റ്ററിന്റെ ഫവാസ് ജിദ്ദ ചാപ്റ്ററിന്റെ ഫവാസ് സാഹിബ് ദുബായ് ചാപ്റ്ററിന്റെ ജൈലാദ് സാഹിബിന്റെ വീക്ഷണങ്ങളെ ഖണ്ഡിക്കുന്നതായിരിക്കും. പിന്നീട് വരുന്ന 2 ഒരു കറക്ഷൻ, കാസിമിനെയാണ് ഖണ്ഡിക്കുന്നത്. യെസ് വിഷയം അവതരിപ്പിച്ച കാസിം സാഹിബിനെ, ക്ഷമിക്കണം, ദുബായ് ചാപ്റ്ററിന് വേണ്ടി പ്രതികൂലമായി സംസാരിച്ച കാസിം സാഹിബിനെ അദ്ദേഹം ഖണ്ഡിക്കുന്നതായിരിക്കും. പിന്നീട് വരുന്ന ഖണ്ഡന പ്രസംഗം ജദ്ദ ചാപ്റ്ററിന്റെ പിന്നീട് സമാപനമാണ് അല്ലേ? അതെ, ക്ലോസിംഗ് റൗണ്ട് ആണ്. അതെ, ആ ക്ലോസിംഗ് റൗണ്ടിൽ ദുബായ് ചാപ്റ്ററിന്റെ അഹമ്മദ് ഷബീർ സാഹിബ് സംസാരിക്കുന്നതായിരിക്കും. തുടർന്ന് ജിദ്ദ ചാപ്റ്ററിന് വേണ്ടി ജിദ്ദയുടെ ഹൈദർ അലി സാഹിബ് കോട്ടയിൽ അദ്ദേഹം ക്ലോസിംഗ് റിമാർക്ക് നടത്തുന്നതായിരിക്കും. അതിനുശേഷം മോഡറേറ്റർ എന്ന നിലയ്ക്ക് ഈ വിനീതൻ ഏതാനും ചില കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും. തുടർന്ന് നമുക്ക് ഓഡിയൻസിനുള്ള ഒരവസരമായിരിക്കും. ഇതാണ് ഇതിന്റെ ഒരു ഫോർമാറ്റ്. അതുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് നേരെ പ്രവേശിക്കാം. വളരെ ഹൃദ്യമായ സായാഹ്നം എന്തുകൊണ്ടും മനോഹരമാണ്. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള കൊളാബറേഷന്റെ ഏറ്റവും സുന്ദരമായ ഒരു ചാപ്റ്ററിലേക്കാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് നമുക്ക് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ അനുകൂലിച്ച് സംസാരിക്കാൻ ജദ്ദയുടെ പ്രഗത്ഭനായ ഡിബേറ്റർ, ഡിസ്റ്റിംഗ്വിഷ്ഡ് ടോസ്റ്റ് മാസ്റ്റർ മുഹമ്മദ് ഹനീഫ് കെ എമ്മിനെ ക്ഷണിച്ചുകൊള്ളുകയാണ്. മുഹമ്മദ് ഹനീഫ് കെ എം. ഹനീഫ് സാഹിബ്. കുഞ്ഞി സാഹിബ് കേൾക്കുന്നില്ലേ? കേൾക്കാം. യെസ്. Just a minute. Hanif, just a minute. Unmute you, Hanif. Unmute. Hello? Okay. Yeah, that's okay. Oh, yeah, it's fine. Already muted. Okay. Education is the passport to the future. For tomorrow belongs to those who prepare for it today. Assalamu alaikum and good evening. Alaikum assalam wa rahmatullahi wa barakatuh. അതിന്റെ ചരിത്ര നിമിഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ത്യ becoming a global knowledge superpower and destination. After 34 years, National Education Policy 20. ഇതോടുകൂടി നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായി GDP 6% വിദ്യാഭ്യാസത്തിന് വേണ്ടി നീക്കിവെക്കുകയാണ്. 2025 ആവുമ്പോഴേക്കും 50% പഠിതാക്കളും വൊക്കേഷണൽ കോഴ്സ് പൂർത്തിയായിട്ടുണ്ടായിരിക്കും. 2035 ആവുമ്പോഴേക്കും 50% വിദ്യാർത്ഥികളും ഹയർ എഡ്യൂക്കേഷൻ നേടിയിട്ടുണ്ടായിരിക്കും. ഇന്ത്യയുടെ ഓരോ മൂലകളിലും ഓരോ ഡിസ്ട്രിക്റ്റുകളിലും 2030 ആകുമ്പോഴേക്കും മൾട്ടി ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷൻ വരാൻ പോവുകയാണ്. No hard separation among curricular, extracurricular, arts, humanities, science, or between vocational or academic streams. ഇനി പരമ്പരാഗതമായ മനപാഠം പഠിക്കുന്ന സിസ്റ്റം ഇല്ല. പകരമായി ഇന്ററാക്റ്റീവ്, പ്രോബ്ലം സോൾവിംഗ്, ക്രിട്ടിക്കൽ തിങ്കിങ്, സ്കിൽ ഡെവലപ്പ് എഡ്യൂക്കേഷൻ വരാൻ പോവുകയാണ്. Also preserve our own linguistic heritage and regional languages. ഈ റിപ്പോർട്ട് കാർഡ് പരമ്പരാഗതമായി ടീച്ചർ എഴുതി കൊടുക്കുന്ന ഒരു ചുരുപ്പിന് പകരം സ്കിൽസ് ആൻഡ് അതർ ഇമ്പോർട്ടന്റ് പോയിന്റ്സ്, സെൽഫ് അസസ്മെന്റ് ഓഫ് ദ സ്റ്റുഡന്റ്, colleagues as well as the teacher will be a booklet for the student. Also mandatory counseling to each and every student. ഇനി സ്കൂൾ വിദ്യാഭ്യാസത്തിൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഏർലി ചൈൽഡ്ഹുഡ് കെയർ എഡ്യൂക്കേഷൻ ഫ്രം ഏജ് 3. നമ്മുടെ +2 സമ്പ്രദായത്തെ മാറ്റിമറിച്ചുകൊണ്ട് 5+3+3+4. അതോടൊപ്പം തന്നെ 6ാം ക്ലാസ് മുതൽ ഓരോ വിദ്യാർത്ഥിയും കോഡിംഗ് ആസ് പാർട്ട് ഓഫ് ദ 21st century skill. Physical education, the arts and crafts and vocational skills, science, humanities and mathematics will be incorporated throughout the school curriculum. എല്ലാറ്റിനും പുറമെ ഭാരം ചുമക്കുന്ന ബാഗുകളുടെ സംസ്കാരം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് മാഞ്ഞു പോകുന്നതാണ്. ഈവൻ ബാഗ്ലെസ് ഡേയ്സ് ആൾസോ ഇൻ ദ സ്കൂൾ. ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് എൻഡർ ഹയർ എഡ്യൂക്കേഷൻ വിൽ ബി അണ്ടർ ദ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ എക്സെപ്റ്റ് ദ മെഡിക്കൽ ആൻഡ് ലീഗൽ എഡ്യൂക്കേഷൻ. ഇതെല്ലാം തന്നെ 4 ഇൻഡിപെൻഡന്റ് വെർട്ടിക്കൽസ് മോണിറ്റർ ചെയ്യാൻ വേണ്ടി, ഹയർ എഡ്യൂക്കേഷൻ മോണിറ്റർ ചെയ്യാൻ, for regulation there will be NHERC, for standard setting there will be GEC, for funding there will be HEGC, for accreditation there will be NAC. In addition to that, affiliated colleges given undergraded academic autonomy, academic, administrative and financial autonomy. Every university in India will be multidisciplinary institution with high quality teaching, research and community engagement. Also,
There will be an international office in every university. Welcome to India, all the international students. Moreover, there will be 100 world-class university in India. നമ്മുടെ മക്കൾക്ക് ഇനി വിദേശത്ത് പോയി പണം ചെലവാക്കി തെണ്ടി തിരിയേണ്ട ആവശ്യം വരുന്നില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. ഡിഗ്രി 4 years duration with multiple exit options. Certificate for the first year completed. Diploma for 2 years completed. Bachelor degree whoever completed 3 years. Multidisciplinary research certificate whoever completed 4-year degree. ഇതോടുകൂടി എംഫിലിന്റെ ആവശ്യമില്ല, നേരെ വിദ്യാർത്ഥികൾ റിസർച്ചിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് മാത്രമല്ല, എപ്പോൾ എവിടെ നിങ്ങൾ കൊഴിഞ്ഞു പോയാലും 10 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് സ്ട്രീം മാറിക്കൊണ്ടോ പുതിയ പഠനം നേടിക്കൊണ്ടോ നിങ്ങൾക്ക് തിരിച്ചു വരാം. അതിനുവേണ്ടി അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ABC കൂടി ഇതോടൊപ്പം നിലവിൽ വരുവാൻ പോവുകയാണ്. എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ becoming multidisciplinary education with more arts and humanities. Students of arts and humanities will aim to learn more science. ഇതിലപ്പുറം എന്ത് പ്രതീക്ഷയാണ് നാം വിദ്യാഭ്യാസത്തിൽ അർപ്പിക്കാനുള്ളത്? നമ്മുടെ വിദ്യാഭ്യാസത്തെ അടിമൂലം മാറ്റിമറിച്ചുകൊണ്ട് പുതിയ സംസ്കാരം, വിശ്വേതര സംസ്കാരം സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസം ഇവിടെ പരിഷ്കരിക്കുവാൻ പോവുകയാണ്. My dears, the only way to make sense out of change is to plunge it, move with it, and join the dance. Please, back to you. Thank you. unmute yourself. Kate Sab, unmute you, Kate Sab. I asked him to unmute. Yes. I'm sorry. Thank you so much, Hanif Sahib, for speaking in support of the motion or supporting the new national education policy. Now comes the turn of Jeddah, Dubai chapter, and Dubai chapter presenter Qasim Sahib will be opposing the motion, or he will be speaking against the new national education policy. Welcome, and let's put our hands together to welcome Qasim Sahib. Qasim Sahib, please. Assalamu alaikum. Kelkalo le. Walaikum assalam wa rahmatullah. Kelkam. I should not have the slightest hesitation to close down a school or college that shuts its door against the entry of an untouchable. 1924 ബെൽഗാമിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഗാന്ധിജി ചെയ്ത പ്രസംഗത്തിലെ വാക്കുകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. വിദ്യാഭ്യാസ രംഗത്ത് വരേണ്യവർഗത്തിന്റെയും വർഗീയതയുടെയും നിഴൽ പോലും വീഴുന്നത് ഗാന്ധിജി പൊറുക്കുമായിരുന്നില്ലെന്ന് ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. NEP 2020 അതിന്റെ രൂപകർത്താക്കൾ അവകാശപ്പെടുന്നത് പോലെ തന്നെ ഒരു പാരാഡൈം ഷിഫ്റ്റ് ആണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ പരിമിതമായെങ്കിലും നിലനിൽക്കുന്ന സാമൂഹ്യ നീതിയുടെയും സമത്വാധിഷ്ഠിത സൗജന്യ നിർബന്ധിത വിദ്യാഭ്യാസത്തിന്റെയും നിലപാടിൽ നിന്നുള്ള പ്രകടമായ വ്യതിയാനമാണ് ഈ പാരഡൈം ഷിഫ്റ്റ്. കേന്ദ്രീകൃത ശൈലിയിലൂന്നിയാണ് നമ്മുടെ വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഫെഡറൽ സംസ്കാരത്തെ തന്നെ തല്ലിത്തകർക്കുന്നതാണ്. വൈവിധ്യങ്ങളായ സംസ്കാരങ്ങളുടെ വിളനിലമായ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഒറ്റ വിദ്യാഭ്യാസ നയം എന്നത് അപ്രായോഗികമാണ്. അത് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ പ്രാദേശിക ബഹുസ്വരതയെ പാടെ ഇല്ലാതാക്കി കളയും. NEP പോലെയുള്ള ഒരു സുപ്രധാന രേഖക്ക് രൂപം നൽകുമ്പോൾ ഒരു പരിഷ്കൃത ജനാധിപത്യ ഭരണകൂടം സ്വീകരിക്കേണ്ട കീഴ്വഴക്കങ്ങൾ ഒന്നും സ്വീകരിക്കാതെ ഇന്ത്യൻ ജനതയെ പ്രതിനിധീകരിക്കുന്ന സംവാദവേദിയായ പാർലമെന്റിൽ ചർച്ച ചെയ്യാതെ അക്കാദമിക വിദഗ്ധരുമായി കൂടിയാലോചിക്കാതെ
ഈ നയം പാസാക്കിയെന്നത് തന്നെ ഈ പ്രക്രിയയെ ഒന്നാകെ സംവാദ വിരുദ്ധവും ജനാധിപത്യ നിഷേധവുമാക്കുന്നുണ്ട്. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. സംസ്ഥാനങ്ങൾക്ക് കാര്യമായ പങ്കാളിത്തം നൽകാതെ, അധികാരം നൽകാതെ കേന്ദ്രം എല്ലാം തീരുമാനിക്കുന്നു എന്നുള്ളത് ഈ ഫെഡറൽ സംവിധാനത്തെ മാനിക്കാത്ത സമീപനമാണ് മുന്നോട്ട് വെക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഫീസ് നിർണ്ണയിക്കാനുള്ള അവകാശം വിദ്യാഭ്യാസത്തിന്റെ കമ്പോളവൽക്കരണത്തിലേക്കുള്ള കൃത്യമായ സൂചനയാണ്. 4 വർഷ ഡിഗ്രി കോഴ്സ് എന്നത് സമ്പന്നർക്കും വരേണ്യവർഗത്തിനുമുള്ളതാണെന്ന് നാം വരുന്ന ആളുകളിൽ കാണേണ്ടി വരും. നിർധനരും അരികുവൽക്കപ്പെട്ടവരുമായ 1-2 വർഷങ്ങൾ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റോ ഡിപ്ലോമയോ കക്ഷത്തിൽ വെച്ച് പുറത്തേക്ക് പോകുന്നത് കാണേണ്ടി വരും. ഇത്തരം സമീകരണങ്ങൾ ഗ്രാമീണ പിന്നോക്ക വിദ്യാർത്ഥി സമൂഹത്തെ വിദ്യാഭ്യാസത്തിൽ നിന്ന് അകറ്റി നിർത്തും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്രീ പ്രൈമറി കൂടി ഈ രേഖയുടെ ഭാഗമാകുന്നു, വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാകുന്നു എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ അഭിനന്ദനാർഹമായി തോന്നാമെങ്കിലും അടിസ്ഥാനപരമായ കാര്യം ക്യാച്ച് ദം യങ് എന്ന തരത്തിൽ ചെറുപ്രായത്തിലെ അവരെ പരിശീലിപ്പിച്ച് സ്വന്തം നിഷ്പക്ഷ താല്പര്യങ്ങൾ നടപ്പാക്കാനുള്ള അജണ്ട അതിനകത്തുണ്ടോ എന്നുള്ളത് നാം കാത്തിരുന്ന് കാണേണ്ടതാണ്. വർഗീയവൽക്കരണവും അന്ധവിശ്വാസവൽക്കരണവും ശാസ്ത്ര നിഷേധങ്ങളുമൊക്കെ അല്ലെങ്കിൽ ശാസ്ത്ര നിഷേധവുമൊക്കെ ചെറുപ്രായത്തിലെ ഒരു പക്ഷേ നാം കണ്ടു തുടങ്ങിയേക്കാം. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയെ അഭിമുഖീകരിക്കുന്നതിൽ ഈ രേഖ പരാജയപ്പെടുന്നുണ്ട്. സംവരണത്തെക്കുറിച്ച് രേഖ മൗനം പാലിക്കുന്നു. ഇത് ഇന്ത്യയിലെ സാമൂഹ്യ നീതിയെ തന്നെ ായിട്ട് നാം മനസ്സിലാക്കുന്നു. വിദേശ ഭാഷകളിൽ അറബി, ചൈനീസ് തുടങ്ങിയ ഭാഷകളും ഇന്ത്യൻ ഭാഷകളിൽ ഉറുദുവും വിട്ടുപോയത് യാദൃശ്ചികമാണെന്ന് കരുതേണ്ടതില്ല. അതുപോലെ തന്നെ ഒരു ഭാഷ എല്ലാവരിലും അടിച്ചേൽപ്പിക്കുക എന്നുള്ളതും ശരിയല്ല. ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായ സംസ്കാരമുണ്ട്. അതിലൂന്നിയാവണം അവിടങ്ങളിലെ പാഠ്യക്രമങ്ങളും മറ്റും നിശ്ചയിക്കേണ്ടത്. ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുക്കുന്നു, ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇന്ത്യ രാജ്യത്ത് 8% പേർക്കാണ് വീട്ടിൽ കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഉള്ളതെന്നാണ്. ഫൈനാൻസിങ്ങിനെ കുറിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ രേഖ മുന്നോട്ട് വെക്കുന്നില്ല. GDP-യുടെ 6% എന്ന് പറയുമ്പോൾ തന്നെ സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഈ കാലത്ത് അത് എത്രത്തോളം പ്രായോഗികമാവുന്നത് പ്രസക്തമാണ്. അത് പ്രായോഗികവൽക്കരിക്കാൻ കഴിയുമോ എന്നുള്ളത് നാം കാത്തിരുന്ന് കാണേണ്ടതാണ്. പുരാതന വിജ്ഞാനങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുമെന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ബിഗ് ഡാറ്റയും ഇന്റർനെറ്റ് ഓഫ് തിങ്സും ഓട്ടോമേഷനും അടക്കമുള്ള സാങ്കേതിക വിദ്യകൾ വിദ്യാഭ്യാസ രംഗത്തും ശക്തമായ സ്വാധീനം ചെലുത്തുന്ന വർത്തമാന കാലത്ത് പ്രാചീന വിജ്ഞാനീയങ്ങളുടെ മഹാത്മ്യത്തിൽ അഭിരമിക്കുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിന് 21-ാം നൂറ്റാണ്ടിന്റെ വെല്ലുവിളികളെ അതിജയിക്കാൻ കഴിയുമോ എന്നുള്ളത് ആഴത്തിലുള്ള ചർച്ച നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ NEP 2020 will not only deprive the student of marginalized classes and communities a right to education, it will also make education an exclusive right of the upper caste elites and urban middle class. And this unilateral drive is to destroy the Indian education system with a policy that seeks greater centralization, communalization, and commercialization of Indian education. Thank you. Thank you so much, Qasim Sahib, for opposing the motion and speaking against the new national education policy. Now comes the rebuttals. ആദ്യത്തെ ഖണ്ഡന പ്രസംഗത്തിനായി ദുബായ് ചാപ്റ്ററിന്റെ പ്രഗത്ഭനായ സ്പീക്കർ ജയ്ലാദ് സാഹിബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അദ്ദേഹം ജദ്ദ ചാപ്റ്ററിനു വേണ്ടി വിഷയം അവതരിപ്പിച്ച KM ഹനീഫ സാഹിബിന്റെ വാദങ്ങളെ ഖണ്ഡിക്കുന്നതായിരിക്കും. വെൽക്കം. യെസ്. മനുഷ്യന്റെ കാൽച്ചുവട്ടിൽ നിന്നും ലോകം മനുഷ്യന്റെ കൈക്കുമ്പിളിൽ എത്താൻ എടുത്തത് ഏകദേശം 600 വർഷമാണെന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കൈക്കുമ്പിളത്തിൽ ലോകം മനുഷ്യന്റെ വിരൽത്തുമ്പിലേക്ക് എത്താൻ എടുത്തത് വെറും 10 വർഷമാണ്. സാധാരണ മനുഷ്യൻ ഭാവിയെ തേടിപ്പോവുകയാണ് ചെയ്യാറ്. പക്ഷേ അതിന് കടകവിരുദ്ധമായി ഭാവി മനുഷ്യനെ തേടി വന്ന
ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നാം നിലകൊള്ളുന്നത്. 15 വർഷം കൊണ്ടുണ്ടാകേണ്ട വിദ്യാഭ്യാസ ട്രാൻസിഷൻ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഓൺലൈൻ വിദ്യാഭ്യാസം അടക്കം സംജാതമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം നിലകൊള്ളുന്നത് എന്ന കോണ്ടെക്സ്റ്റിൽ നിന്ന് വേണം നാം പ്രൊപ്പോസൽ സ്പീക്കർ മുന്നോട്ട് വെച്ച NEP-യിലെ പോയിന്റുകൾ നാം നോക്കി കാണേണ്ടത്. 36 വർഷത്തിന് ശേഷമുള്ള ഒരു വിദ്യാഭ്യാസ നയം എന്ന് പറഞ്ഞപ്പോൾ നാം എല്ലാം പ്രതീക്ഷിച്ച ഒരു സമഗ്രമായ വിദ്യാഭ്യാസ നയമാണ്. അതിന് പകരം വളരെ വേഗമായിട്ടുള്ള, വളരെ തിയററ്റിക്കലായുള്ള, ഒട്ടും പ്രാക്ടിക്കൽ അല്ലാത്ത കുറച്ച് പോയിന്റ്സ് മാത്രമാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന പേരിൽ അദ്ദേഹം നമ്മളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. സമയപരിമിതി മൂലം നമുക്ക് എല്ലാ പോയിന്റുകളും കണ്ടിരിക്കാൻ സമയമില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞ മെയിൻ പോയിന്റുകൾ ഞാൻ കടക്കുകയാണ്. യൂണിഫൈഡ് എഡ്യൂക്കേഷൻ ആണ് അദ്ദേഹം പറഞ്ഞത്. ഒറ്റ രാജ്യം, ഒറ്റ വിദ്യാഭ്യാസ നയം. 100% ലിറ്ററസി റേറ്റ് ഉള്ള കേരളത്തെയും 60% മാത്രം സ്കൂളിൽ പോകുന്ന കുട്ടികളുള്ള ബീഹാറിനെയും ഒറ്റ എഡ്യൂക്കേഷൻ പോളിസിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് സാധിക്കില്ല എന്ന് സ്കൂളിൽ പോകുന്ന ഏതൊരു ചെറിയ കുട്ടിക്കും മനസ്സിലാവുന്നതാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാം ഇതിന് വ്യക്തമായ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തിയിട്ടില്ല എന്നുള്ളത്. മറ്റൊരു കാര്യം അദ്ദേഹം മുന്നോട്ട് വെച്ചത് 5 വയസ്സിൽ നിന്നും 3 വയസ്സിലേക്കുള്ള പ്രയാണമാണ്. 5 വയസ്സിൽ തന്നെ 60% കുട്ടികൾ സ്കൂളിൽ പോകാത്ത ഒട്ടുമിക്ക സംസ്ഥാനങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ. ആ 5 വയസ്സിൽ പോലും എത്താത്ത കുട്ടികളുടെ സമയത്ത് 3 വയസ്സിലേക്ക് ആയിക്കഴിഞ്ഞാൽ ഡ്രോപ്പ് ഔട്ട് കുറയ്ക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് പറയുമെങ്കിലും ഏറ്റവും കൂടുതൽ ഡ്രോപ്പ് ഔട്ട് ഉണ്ടാകാൻ പോകുന്നത് 3 വയസ്സിലേക്ക് ആകുമ്പോഴായിരിക്കും. മറ്റൊരു കാര്യം അദ്ദേഹം ഇതിന്റെ വളരെ കൃത്യമായ പോയിന്റായി മുന്നോട്ട് വെച്ചത് ലാംഗ്വേജ് ആണ്. മാതൃഭാഷയിലായിരിക്കും പഠനം എന്നാണ്. മാതൃഭാഷ നാം അവഹേളിക്കുന്നില്ല, പക്ഷേ ലോകത്തിന്റെ HR റിസോഴ്സ് എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയാണ്. അത് ഇന്ത്യയുടെ ലാംഗ്വേജുള്ള പ്രൊഫിഷ്യൻസിയാണ്, എസ്പെഷ്യലി ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള പ്രൊഫിഷ്യൻസിയാണ്. ഈ നയപ്രകാരം 5ാം ക്ലാസ്സിൽ വരെ മലയാളം മാതൃഭാഷയിലായിരിക്കണം പഠനം, 8 വരെ ആവാം എന്നും പറയുന്നുണ്ട്. എങ്കിൽ ഒരു കുട്ടിക്ക് സാമ്പത്തികമായും ഭദ്രതയുള്ളവർക്ക് മാത്രം പ്രൈവറ്റ് ട്യൂഷനിലൂടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് കരസ്ഥമാക്കുകയും മാർജിനലൈസ്ഡ് ആവാൻ എന്നും മാർജിനലൈസ്ഡ് ആയി പോവുകയും ചെയ്യും. മറ്റൊരു കാര്യം, ആയിരക്കണക്കിന് ഗ്രാമങ്ങൾ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ഇന്ത്യ. അവിടെ കേരളത്തിലെ ഒരു കുട്ടി, അതിർത്തി ഗ്രാമത്തിലുള്ള ഒരു കുട്ടി മലയാളം മീഡിയത്തിൽ പഠിച്ച് തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് CBSE പൊതുവിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ തമിഴ് ലാംഗ്വേജിൽ വേണം. അതുപോലെ തന്നെയാണ് ജാർഖണ്ഡിൽ നിന്നും ഉത്തരാഖണ്ഡിൽ നിന്നും ഒക്കെ വരുന്നത്. ആയിരക്കണക്കിന് അതിർത്തി ഗ്രാമങ്ങൾ പങ്കിടുന്ന ഫ്ലോട്ടിംഗ് പോപ്പുലേഷനാണ് ഇന്ത്യയുടേത്. അപ്പോൾ തന്നെ ഈ വിദ്യാഭ്യാസ നയത്തിന്റെ നമുക്ക് മനസ്സിലാക്കാം ഇതിന് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടന്നിട്ടില്ലെന്ന്. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് ഹയർ എഡ്യൂക്കേഷൻ 4 ഫസ്റ്റ് ഇയർ സർട്ടിഫിക്കറ്റ്, സെക്കൻഡ് ഇയർ ഡിപ്ലോമ, തേർഡ് ഇയർ ഡിഗ്രി, ഫോർത്ത് ഇയർ റിസർച്ച്. 2 വർഷം കൊണ്ട് ഡിപ്ലോമ കിട്ടിക്കഴിഞ്ഞാൽ 3ാമത് വർഷം പഠിക്കേണ്ട ആവശ്യമില്ല. പകരം 3-4 വർഷം ആ ഒരു കുട്ടിക്ക് വേണമെങ്കിൽ പ്രാക്ടിക്കൽ നോളജിലേക്ക് പോകാം. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഗ്ലോബൽ സൂപ്പർ പവർ ആകുമെന്നാണ്. ഇന്ത്യയെ ഗ്ലോബൽ സൂപ്പർ പവറിൽ നിന്നും ഇന്ത്യയിലേക്ക് വലിച്ചു താഴെയിടാൻ ഒരു കുൽസിത ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളെ അപ്പാടെ കോപ്പി ചെയ്യുന്ന ഒരു ജർമ്മനി, ചൈന പോലുള്ള വിദ്യാഭ്യാസ നയങ്ങൾ വളരെ വ്യക്തമായ ഒരു പഠനമോ ഹോംവർക്കോ ഇല്ലാതെ കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റിനും സെൻട്രലിനും ഒരേപോലെ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള ഈ വിദ്യാഭ്യാസ മേഖല സെൻട്രലൈസ്ഡ് ആക്കി മാറ്റി ഒരു സെൻട്രലൈസ്ഡ് വിദ്യാഭ്യാസ നയം കൊണ്ടുവന്ന് ഇന്ത്യയിൽ ഒരു അജണ്ട നടപ്പിലാക്കാനുള്ള ഒരു കുൽസിത ശ്രമം തന്നെയാണ് ഈ വിദ്യാഭ്യാസ നയം എന്ന് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നു. താങ്ക്സ് ടു മാസ്റ്റർ. Thank you so much, Jailat Sahib, for refuting the arguments of the presenter from Jeddah who spoke in favor of the motion. Now comes അടുത്ത റിബട്ടൽ. ജദ്ദയ്ക്ക് വേണ്ടി ജിദ്ദയുടെ പ്രഗത്ഭനായ സ്പീക്കർ ഫവാസ് സാഹിബ് ദുബായ് ചാപ്റ്ററിലെ കാസിം സാഹിബിനെ അഥവാ വിഷയത്തെ എതിർത്ത് സംസാരിച്ച കാസിം സാഹിബിന്റെ വാദമുഖങ്ങളെ ഖണ്ഡിക്കുകയാണ്. അദ്ദേഹത്തിന് അതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഗുഡ് ഈവനിങ് ഫവാസ് സാഹിബ്. കേൾക്കാമല്ലേ? യെസ്. നമുക്കറിയാം, ഇന്റർനെറ്റ് ഈ ലോകത്ത് പിച്ച വെക്കുമ്പോൾ നടപ്പിൽ വരുത്തിയ, രാജീവ് ഗാന്ധിയുടെ കാലത്ത് നടപ്പിൽ വരുത്തിയ ഒരു എഡ്യൂക്കേഷൻ പോളിസിയാണ് നാം ഇത്ര കാലവും യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ ഗവൺമെന്റ് മുന്നോട്ട് വെച്ച NEP 2020 അത് നടപ്പിൽ വരുത്തിയ അല്ലെങ്കിൽ അത് കൊണ്ടുവന്ന രീതികൾ ഒഴിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിന്റെ കണ്ടന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ
ഇതിനെ ഖണ്ഡനം ചെയ്ത് സംസാരിച്ച കാസിം സാഹിബ് കൂടുതലും മുന്നോട്ട് വെച്ചത് അതിന്റെ ഇംപ്ലിമെന്റേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലും പിന്നെ ഒരു അസംഷൻ ബേസ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. വർഗീയത, പിന്നെ അത് ഇംപ്ലിമെന്റേഷൻ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ഒരു വ്യഗ്രതയും ഒരു മനസ്സിൽ ഒരു അസംഷനിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രസന്റേഷൻ കൂടുതലും പോയിക്കൊണ്ടിരുന്നത്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കിയെടുത്തിട്ടുള്ള കാര്യങ്ങൾ, അൺടച്ചബിലിറ്റി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഒരു പ്രകടമായ മാറ്റം കൊണ്ടുവരുന്നതിലുള്ള ഒരു പിന്നോട്ട് ആയിട്ടാണ് എനിക്ക് അദ്ദേഹത്തിന്റെ വാദമുഖങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തുകൊണ്ടും ഒരു കേന്ദ്രീകൃത വിദ്യാഭ്യാസം കൊണ്ടുവരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ അത് രാഷ്ട്രീയ ശിക്ഷാ ആയോഗിന് കീഴിൽ എല്ലാ മേഖലയിൽ നിന്നുള്ള റെപ്രസെന്റേഷനോട് കൂടിയാണ് ഇത് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ റിവ്യൂവിലും ഓരോ ഭാഗത്തു നിന്നുള്ള ഫീഡ്ബാക്കോട് കൂടിയാണ് ഇത് മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സെൻട്രലൈസ് ചെയ്യുന്നതോട് കൂടി അത് ഡീസെൻട്രലൈസ്, അന്നേരം എല്ലായിടത്തു നിന്നുള്ള ഫീഡ്ബാക്കോട് കൂടിയാണ് ഓരോ വർഷത്തിലുള്ള മാറ്റങ്ങളും കൊണ്ടുവരുന്നത് അതിന്റെ ഇംപ്ലിമെന്റേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ. പിന്നെ ഇതിന്റെ മറ്റൊന്ന് പറയുന്നത് ഫെഡറൽ സിസ്റ്റത്തിനെ എങ്ങനെ ഇത് ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഒന്ന് മനസ്സിലാക്കാവുന്നത്, ഇതിൽ ഊന്നൽ നൽകിയിട്ടുള്ള ലിംഗ്വിസ്റ്റിക് അല്ലെങ്കിൽ ഓരോ മേഖലയിലുള്ള വൈഭവങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ 1 മുതൽ 5+3 6ാം ക്ലാസ് വരെ ഊന്നൽ നൽകുന്നത് ഇത് തന്നെയാണ്. ലോക്കലൈസ്ഡ് ലാംഗ്വേജിന് ലോക്കലൈസ്ഡ് ഇതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് അത് ഇതിനെ ബാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ ലോക്കലൈസ്ഡ് ബൗസൃതയെ ബാധിക്കുന്നു എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അത് എങ്ങനെയാണ് അദ്ദേഹം അസംഷനിലൂടെ എടുത്തതാണ്. പിന്നെ മറ്റൊന്ന് കമ്പോളവൽക്കരണം. ഇത് കമ്പോളവൽക്കരണത്തിനേക്കാൾ ഉപരി ഇതിന്റെ ഈ എന്താ പറയുക ലേറ്റസ്റ്റ് എഡ്യൂക്കേഷൻ ഇത് കൊണ്ടുവരുന്നതോട് കൂടി ഒരു മത്സര ബുദ്ധിയോട് കൂടി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പുതിയ മോഡേൺ പോളിസികളും മോഡേൺ എഡ്യൂക്കേഷൻ മാനങ്ങളും കൊണ്ടുവന്ന് ലോക നിലവാരത്തിലേക്ക് എത്തിക്കുമെന്നാണ് ഈ NEP-യോട് കൂടി കാണുന്നത്. മറ്റൊന്ന് പ്രൈമറിയുടെ വർഗീയവൽക്കരണം. അത് എങ്ങനെയാണെന്നുള്ളത് ഇംപ്ലിമെന്റേഷനോട് കൂടി അത് അസംഷൻ ചെയ്തുകൊണ്ട് ഉള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ഭാഷകളിലുള്ള മാറ്റം, അത് നമ്മൾ എന്ത് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് നാം മുന്നോട്ട് നോക്കി കാണാവുന്നതാണ്. ഈ എന്ന് പറഞ്ഞാൽ ഏത് രീതിയിൽ നമ്മൾക്കത് ഇൻക്ലൂസീവ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത്. പിന്നെ ഓൺലൈൻ വിദ്യാഭ്യാസം നമ്മൾ ഈ ലോകത്ത് ഇന്റർനെറ്റിൽ മൂടി നിൽക്കുമ്പോൾ, നമ്മൾ ഈ COVID-19 ഉണ്ടായ സമയത്ത് തന്നെ എത്ര പേരാണ് പിന്നോട്ടടിച്ചത്. പക്ഷെ ഇപ്പോൾ ഓൺലൈൻ വിദ്യാഭ്യാസം TV-യിലൂടെയും അതുപോലെ തന്നെയാണ് NEP-യിലും നടപ്പിലാവാൻ പോകുന്നത്. പിന്നെ GDP-യിൽ 6% അസൈൻ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് അത് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് നമ്മൾ അത് എന്തുകൊണ്ടും ഇംപ്ലിമെന്റ് ചെയ്യും. മിനിമം ആണ് പറഞ്ഞിട്ടുള്ളത്, അത് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒന്ന് യൂണിലാറ്ററൽ സെൻട്രലൈസേഷൻ. ഇത് ഞാൻ മനസ്സിലാക്കിയിട്ടത് തുടക്കം മുതൽ അവസാനം വരെ ഇതിന്റെ അസംഷനും അത് വർഗീയവൽക്കരിക്കുന്നുള്ള ഒരു പേടിയും ഭയത്തോട് കൂടിയാണ് എന്ന് മനസ്സിലായി. എന്റെ കക്ഷി ഹനീഫ് സാഹിബ് പറഞ്ഞ് മുന്നോട്ട് വെച്ച ഈ ഇന്റർനെറ്റ് ലോകത്ത് എല്ലാം വിരൽ തുമ്പിലുള്ള കാലത്ത് നാം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ഒരു മാറ്റം അനിവാര്യമാണ്. നാം ഇന്ത്യ ലോകത്തിന് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും മുന്നോട്ട് വരേണ്ടതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മൾ ഇതില് എഡ്യൂക്കേഷൻ സെഷനിൽ പറഞ്ഞത് റിമെമ്പർ ദർ ഈസ് നോ പെർഫെക്റ്റ് ടൈം. ഇതാണ് ഈ സമയത്തിൽ നമ്മൾ നടപ്പിൽ വരുത്തേണ്ടതുണ്ട്. ഇതാണ് നമ്മുടെ ടൈം. ചരിത്രം നോക്കിക്കാണാൻ പോകുന്ന ഒരു ഏറെയായിരിക്കും നമ്മുടേത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക് യു സോ മച്ച് ഫവാദ് സാഹിബ്. അടുത്തതായി നമുക്ക് കൺക്ലൂഷൻ ആണ്. അതിന് 2 സ്പീക്കേഴ്സ്. ആദ്യമായി ദുബായ് ചാപ്റ്ററിനെ പ്രതിനിധാനം ചെയ്ത് മിലൻ സാഹിബ് അല്ലേ? ദുബായ് ചാപ്റ്റർ അഹമ്മദ് ഷബീർ സാഹിബ്. സോറി,
Let's put our hands together to welcome Ahmad Shabir Sahib to deliver his conclusion remarks. Ahmad Sahib, Ahmad Shabir Sahib. Yes, yes, yes. Assalamu alaikum wa rahmatullah, and very Alaikum good salam evening wa to rahmatullah. all. Welcome. എല്ലാ നമ്മുടെ ഗവൺമെന്റ് എല്ലാ പോളിസിയും ഉണ്ടാക്കുന്നത് പോലെ ഇതും ഒരു പോളിസി എന്നുള്ള പേരിൽ പോളിസി they wanted to make a policy for the sake of making a policy without any proper background studies, without discussing any intellectuals or academicians, and that's all they did. So they created another policy for the sake of creating policy. Our panel of members from Dubai, Qasim Sahib and Jailad Sahib, has very clearly identified each point and made it very clear that this national educational policy is not our cup of tea. I'll just go few points, few important points. They say that it's a paradigm shift. It's a paradigm shift. They wanted to make, or they wanted to show that it is a paradigm shift, but it is not. It's a paradigm shift to go back another 15 years rather than going forward another 20 years. And it kills the diversity and federalism of our very basic fundamentals of our constitution. And without any discussion either in the parliament or with any academicians, they just brought it without any discussions. That itself shows its shortfalls, and or they are scared to discuss about this. And more importantly, it is particularly aiming only the higher class citizens of our country and depriving the basic fundamental rights of our rural education and our poor, the minorities. And communal agenda and all other reservation, communal agenda, these are all not at all. For example, reservation is not at all considered, or not at all. They are not talking about reservation at all. Communal agenda, as like any other policy, the main objective is to bring the communal agenda. They brought Sanskrit into their language, and they mentioned it. They intentionally left Arabic and Urdu from the description. Why? It's just because they wanted to show that they wanted to ignore the minority, particularly our communities. And single education policy, they talk about single education or unique policy for throughout India, just like our Jailad Sahib has said. For Bihar, comparing Bihar, UP with Kerala, how is it possible? Instead of bringing education which is suitable for the particular area, they wanted to unify it, or they wanted to say that, okay, we are unifying it, we are bringing it to the world class. And there are so many other things they can bring it to bring the deprived poor, to get deprived education, deprived poor to up to the maximum level, rather than just to creating a smoke and mirror in front of the big electorals in our country. And then we talked about Jailad Sahib has talked about dropouts. You know, now they said that they can get the credit and go to another college. Once those who knows the condition and social scenario back in India knows that who is going to continue once he got the job, who is going to carry on with education. And it's not for poor, it's for higher class again. So this education, as Qasim Sahib very clearly said, this is a unilateral drive to destroy Indian education system with a policy that seeks greater centralization, communalization, and commercialization of Indian education. And not only that, NEP 2020 will not only deprive the students of marginalized classes and communities a right to education, it will make education an exclusive right for the upper caste elites and urban middle class. And our panel, it's very clearly identified those points and made it very clear that NEP is not our cup of tea. Over to you, Abu Bakr Sahib. Thank you, Ahmad Kabir Sahib, for your concluding remarks. And let me call upon now to speak on behalf of Jeddah team,
for his conclusion, Haider Kotail Sahib. Let's put our hands together to welcome Haider Kotail. Haider Sahib. Ah, yes, yes. Welcome, sir. Where is Haider Sahib? Okay, I'm here. Ah, yes, Okay. yes, yes. Okay. مرحبا واهلا وسهلا اعزائي واصدقائي من المملكه العربيه السعوديه. ما شاء الله والنعمه. ما شاء الله ما شاء الله. وكذلك من دوله الامارات العربيه المتحده. ما شاء الله والنعمه. بسلام الله والسلام عليكم. وعليكم السلام ورحمه الله. وعليكم السلام ورحمه الله Yes. وبركاته. Let me start with the quote. Life is 10% what happens to us and 90% how we react to it. എന്ന് പറഞ്ഞാൽ in general നമ്മുടെ ജീവിത സാഹചര്യങ്ങളോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതനുസരിച്ചാണ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇവിടെ NEP 2020 ആസ്പെക്റ്റിൽ സംസാരിക്കുമ്പോൾ നമ്മൾ മുഖം തിരിച്ചു നിന്നാലേ നമുക്ക് നഷ്ടമാകുന്നത് പല ചാൻസുകളുമാണ്. ഒരിക്കൽ പ്രവാചകനും അനുചരന്മാരും തങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു പറ്റം ശത്രുക്കളെ നേരിടാനായി തിരിച്ചു. വഴിമധ്യേ മരങ്ങളുള്ള ഒരു താഴ്വരയിൽ വിശ്രമിക്കുകയാണ്. വിശ്രമ സമയത്ത് തിരുമേനി തന്റെ വാള് മരച്ചില്ലയിൽ തൂക്കിയിട്ടു. ആ ഇടക്കാണ് അപരിചിതനായ ഒരാൾ അവിടെ വരുന്നത്. ഉടനെ അദ്ദേഹം തൂങ്ങിക്കിടക്കുന്ന വാളെടുത്ത് ശബ്ദിച്ചു, ഓ മുഹമ്മദ്, താങ്കളെ ഈ വാൾമുനയിൽ നിന്ന് ആർക്കാണ് സംരക്ഷിക്കാൻ കഴിയുക? പ്രവാചകന് ഒട്ടും സംശയമില്ലാതെ ഭയവിഹ്വലനാകാതെ വളരെ സമാധാനപൂർവ്വം ചൊല്ലി, അല്ലാഹ് സുബ്ഹാനഹു വ തആല. ആഗതൻ പിന്നെയും ചോദ്യം ആവർത്തിച്ചു. തിരുദൂതർ മറുപടിയും പിന്നെയും അതേ മറുപടി പറഞ്ഞു. പ്രിയമുള്ളവരെ, പ്രവാചകന്റെ പ്രതികരണം കണ്ട് ആഗതന്റെ കയ്യിൽ നിന്ന് വാൾ താഴെ വീണു എന്നാണ് ചരിത്രം പറയുന്നത്. ബാക്കിയൊക്കെ ചരിത്രമാണ്. എത്രമാത്രം ലളിതമായാണ്, എത്രമാത്രം ലാളിത്യത്തോടെയാണ് അത്തരമൊരു സന്ദർഭത്തെ പ്രവാചകൻ അഭിമുഖീകരിച്ചത് എന്ന് കാണുന്നതിലാണ് നമുക്ക് പാഠമുള്ളത്. ഒരുപക്ഷെ അതൊരു പ്രവാചകന്റെ പ്രത്യേക കഴിവുകളായിരിക്കാം. എങ്കിലും ഞാൻ പറയുന്നു, സംഭവങ്ങളോട് നാം വികാരങ്ങളെ നിയന്ത്രണത്തിലാക്കി പ്രതികരിക്കുന്നതിന് പ്രാധാന്യമുണ്ട്. ഡിബേറ്റിൽ ഓപ്പണർ മൈ ഡിയർ മിസ്റ്റർ ഹനീഫ് സൂചിപ്പിച്ച കാര്യങ്ങൾ ഒന്നുകൂടി അടിവരയിടുകയാണ്. 34 വർഷങ്ങൾക്ക് ശേഷം എഡ്യൂക്കേഷൻ പോളിസിയിൽ പുതുക്കാൻ വേണ്ടി വൈകിയിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ അതുമായി നമ്മുടെ ഗവൺമെന്റ് വരുമ്പോൾ നാം അതിനെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത്. അതിന്റെ തെറ്റ് ക്രമേണ അതിൽ തിരുത്താൻ ആവശ്യമുള്ളതൊക്കെ നമ്മൾക്ക് പിന്നീട് അത് പ്രാബല്യത്തിൽ വരുമ്പോൾ, അതല്ലെങ്കിൽ അത് ഇൻഫാക്ട് പ്രവർത്തനത്തിൽ വരുമ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിക്കുകയും ജനാധിപത്യപരമായി തന്നെ അതിനെ നേരിടുകയും ചെയ്യാം, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ. പിന്നെ മറ്റുള്ളത് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, NEP 2020 രാജ്യം ലക്ഷ്യമിടുന്നത് ടു ബി എ വേൾഡ് സൂപ്പർ പവർ ഇൻ എഡ്യൂക്കേഷൻ. നമ്മൾ വലിയ ഡ്രീംസ് ഉണ്ടാകുക എന്നൊക്കെ പറയും, പക്ഷെ വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പിന്നോട്ടടിക്കുന്നത് എന്തിനാണ്? എന്താ അത് സാധ്യമല്ല എന്നുള്ളത്? അങ്ങനെ ചിന്തിച്ചുകൂടാ നമുക്ക്? ബൈ 2025 ഹാഫ് ഓഫ് ദ സ്റ്റുഡൻസ് വിൽ ബി കംപ്ലീറ്റ്ലി വൊക്കേഷണൽ ട്രെയിൻഡ്. അവർക്ക് ഓരോരുത്തർക്കും അവരുടേതായ ഒരു ചുരുങ്ങിയത് ഒരു സ്കില്ലെങ്കിലും അവർക്ക് ആർജിച്ചെടുക്കാൻ കഴിയുന്നതാണ്. പിന്നെ ബൈ 2035 ഹാഫ് ഓഫ് ദി സ്റ്റുഡൻസ് വിൽ അച്ചീവ് ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നു. ഇതൊക്കെ വലിയ സംഭവങ്ങളാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹാഫ് ഓഫ് ദ സ്റ്റുഡൻസ് ഹയർ എഡ്യൂക്കേഷൻ കരസ്ഥമാക്കി എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. പിന്നെ ഒന്നുള്ള 3 വയസ്സ് മുതൽ വിദ്യാഭ്യാസം നിയമപരമാക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവരെ പലരും അതിനെ എതിർത്തുകൊണ്ട് പറഞ്ഞു. പല സയന്റിഫിക് റിസർച്ചുകളും പറയുന്നത് കുട്ടികൾ 3 വയസ്സ് മുതൽ തന്നെ പഠിക്കാനും കാര്യങ്ങൾ വളരെ സമർത്ഥമായി കൈകാര്യം ചെയ്യാനും പഠിക്കുന്നതാണ്. അപ്പൊ അത്രയും 3 വയസ്സ് വെറുതെ എന്തിനാണ് നമ്മൾ
അത്തരം ഒരു ചാൻസ് നമുക്ക് കളയുന്നത്? ലോകം പുരോഗമിച്ചിരിക്കുന്നു, മനുഷ്യരും കുട്ടികളും ഒക്കെ എത്രമാത്രം വളർന്നിരിക്കുന്നു എന്ന് നമുക്ക് കണ്ടാൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതുപോലെ തന്നെ ഓട്ടോണമി ഫോർ യൂണിവേഴ്സിറ്റീസ്, ഇതിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സമർത്ഥമായി പ്രതികരിക്കുകയും അതിൻ്റെതായ രൂപത്തിൽ നാം അതിൽ ഇടപെടുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അത് നമുക്ക് അനുകൂലമായി സംഭവിക്കാൻ കഴിയും. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ എക്സിറ്റ് എൻട്രി, ഇതൊന്നും ഒരിക്കലും നാം കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ്. ടേക്ക് ഇറ്റ് ആസ് ഇറ്റ് പോസിറ്റീവ്. നമ്മൾ അങ്ങനെ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ എക്സിറ്റ് ചെയ്താൽ പിന്നെ കുട്ടികൾ തിരിച്ചു വരില്ല എന്നുള്ളതാണ് മറ്റു ചിലർ പറയുന്നത്. അത് പാവപ്പെട്ട ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ഇതാണ്. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് സ്വന്തം സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പഠനം തുടർന്ന് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിൽ അവർക്ക് 1-2 വർഷം കഴിഞ്ഞ് പിന്നെയും പഠനം തുടരാനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതുവഴി തുറന്നു വരുന്നത്. അപ്പോ I calls upon this gathering to be emotionally educated, think, act wisely. ദൈവം നമ്മുടെ കൂടെയുണ്ട്, ഒരിക്കലും പ്രയാസപ്പെടേണ്ടതില്ല. നമ്മൾ ഈ ഒരു 2020 ഈ വിദ്യാഭ്യാസം നാം നടപ്പാക്കുമ്പോൾ അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് അതിനെ ഒപ്പം ചലിച്ചുകൊണ്ട് അതിന്റെ പോരായ്മകൾ ഓരോ സമയത്തും ആവശ്യമായി വരികയാണെങ്കിൽ ജനാധിപത്യപരമായി അതിനെ നമ്മൾ കറക്റ്റ് ചെയ്യാനും അതിന് എണീറ്റ് നിൽക്കാനും നമുക്ക് കഴിയണം. നാളെ ഭാവി പ്രതീക്ഷയുടേതാണ്. ഹാവ് എ നൈസ് ഡേ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ ഹൈദർ സാഹിബ്, ഫോർ യുവർ കൺക്ലൂഷൻ സ്പീച്ച് ഫോർ ജദ ചാപ്റ്റർ. ഇതോടുകൂടി നമ്മുടെ ഈ റൗണ്ട് പൂർത്തിയാവുകയാണ്. ഇൻ ദി മീൻ ടൈം, ലെറ്റ് us acknowledge the roles of our co-hosts, പ്രിയപ്പെട്ട മിലൻ സാഹിബ്, സമീർ സാഹിബ് ആൻഡ് നാസർ സാഹിബ്. വളരെ കൃത്യമായി ഭംഗിയായി ബഹുമാന്യനായ നമ്മുടെ MC കുഞ്ഞി സാഹിബിന്റെ കൂടെ അവർ കാര്യങ്ങൾ നിർവഹിക്കുന്നു. Let's put our hands together to give them a good round of applause. Now, MC കുഞ്ഞി സാഹിബ്, ഞാൻ 2 വാക്ക് പറഞ്ഞൂടെ? Okay, now. അതിനു മുന്നേ ഓഡിയൻസ് പോൾ ആണ്. ഓഡിയൻസ് അതെ അതിലേക്ക് പോകുന്നതിന്റെ മുമ്പ് yes, of course. Yes. No, what I mean is I'm not going to speak. അപ്പോ അടുത്തത് നമ്മുടെ ഈ ഇതിന്റെ പ്രാഥമികമായ ഡിബേറ്റിന്റെ പ്രധാന ഭാഗം ഇവിടെ കഴിഞ്ഞു. നമുക്ക് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ കുറിച്ച് ഏകദേശ ധാരണ 2 വിഭാഗത്തിന്റെയും സ്പീച്ചുകളിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇത് എത്രത്തോളം കോൺട്രവേഴ്സ്യൽ ആണെന്നും ഇത് എത്രത്തോളം ബെനിഫിഷ്യൽ ആണെന്നും ഇരു വിഭാഗവും വളരെ നല്ല വിധത്തിൽ സമർത്ഥിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അതിനെ ആധാരമാക്കി ഓഡിയൻസിന് വളരെ പ്രസക്തമാണ് എന്ന് തോന്നുന്ന ചില ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു അവസരമാണിത്. സോ ദി ഫ്ലോർ ഈസ് ഓപ്പൺ ഫോർ അവർ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ. അതിന് എത്ര മിനിറ്റ്? 5 minutes, right? നമ്മൾ already 4:40 ആയി, so we can have maximum 3 minutes. Maximum 3 minutes. 3 to can we go for 5 minutes? 3 to 5 minutes. Okay. Any question? ചോദ്യം റൈസ് ഞാൻ പറയട്ടെ. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകൾക്ക് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നതാണ് NEP എന്നാണ് പറഞ്ഞത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് ഒരു വാല്യൂ ഇല്ലാത്തൊരു ലോകത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അതിന് അംഗീകാരം പോലും PSC പോലും കൊടുക്കുന്നില്ല. പിന്നെങ്ങനെയാണ് ഇതൊരു നല്ല കോഴ്സായിട്ട് പരിഗണിക്കുക? പിന്നൊന്ന്, ഇത് ഗുരുകുല വിദ്യാഭ്യാസ രീതിയാണ് ആവർത്തിക്കുന്നത്. ഈ ഗുരുകുല വിദ്യാഭ്യാസ രീതി കൊണ്ട് പാശ്ചാത്യ നമ്മളെ എച്ചിൽ കൂനിയുടെ ചുറ്റുവട്ടത്തിലേക്ക് മാത്രമായി അതിന്റെ ചുറ്റിലേക്കും കുടിയേറിയവർ. സർക്കാരുകൾക്ക് ഇവരെ കൊണ്ട് യാതൊരു വക ഉപകാരവും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരെന്നും അദൃശ്യരായി മാറി. മേൽപ്പറഞ്ഞ ഈ വിഷയമാണ് നോവലിന്റെ കാതലായ വിഷയം, അതിന്റെ പ്രതിപാദ്യ വിഷയം എന്നുള്ളതും. ഈ ഒരു സമൂഹത്തിന്റെ ജീവിതം, അവരനുഭവിക്കുന്ന പ്രതിസന്ധികൾ എല്ലാം തന്നെ കേവലം 70ഓളം പേജുകളിലേക്ക്
പകർത്തി എഴുതപ്പെട്ടിരിക്കുന്നു. നായാടികളിൽ നിന്നും സിവിൽ സർവീസ് പാസ്സായി എത്തുന്ന ധർമ്മപാലൻ എന്ന സർക്കാർ ഉദ്യോഗസ്ഥനെ കേന്ദ്ര കഥാപാത്രമാക്കി രചിച്ചതാണ് ഈ കൃതി. യഥാർത്ഥ സംഭവങ്ങളുടെ നേർക്കാഴ്ച കൂടി ആണ് ഈ നോവൽ എന്നറിയുമ്പോഴാണ് അധികാരത്തിന്റെ വ്രണങ്ങളിൽ നിന്നും പൊട്ടിയൊലിക്കുന്ന പഴുപ്പിന്റെ നാറ്റം നമ്മുടെ മൂക്കിലേക്ക് തുളഞ്ഞു കയറുന്നത്. നായാടികൾക്ക് കൃത്യമായ ഒരു ജീവിത ലക്ഷ്യമില്ല, പകയില്ല, എന്നും വിധേയത്വം മാത്രം. മറ്റുള്ളവരിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടവരാണെന്ന അപകർഷതാബോധം മനസ്സിൽ കല്ലിച്ചു കിടക്കുന്നത് കൊണ്ട് വൃത്തിയായി വസ്ത്രം ധരിക്കുന്നത് പോലും അധികാര വർഗത്തോടുള്ള അനുസരണക്കേട് എന്ന് ചിന്തിക്കാനേ അവർക്ക് കഴിയുമായിരുന്നുള്ളൂ. നായാടിക്ക് എതുക്കടെ തമ്പ്രാൻ കളസോ ഊരുക്കോ മാക്ക എന്ന് പറഞ്ഞ് മാറിലടിച്ച് കരയുന്ന അമ്മയെ നോക്കി IAS-കാരൻ പരിതപിക്കുന്നത് എന്താണെന്നറിയോ? 20 കൊല്ലം പുറകിലേക്ക് നീങ്ങി ഞാൻ അവളെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഓവുചാലിൽ നിന്നും പുറത്തേക്ക് വന്ന നായാടിക്ക് കല്ലേറ് മാത്രമല്ലേ കിട്ടുക, അവന് കസേര എന്നാൽ എന്താണ്? ക്രൂരമായ ഒരു മൃഗം, രക്തം ഇറ്റിക്കുന്ന ഒരു കൊലപീഠം. ശരീരം മുഴുവനും പൊട്ടിയൊലിച്ച് നടന്നിരുന്ന നായാടിച്ചക്കൻ കാപ്പന് ജീവിതവും ധർമ്മപാലൻ എന്ന പേരും നൽകിയത് പ്രജാനന്ദ സ്വാമിയും അദ്ദേഹത്തിന്റെ ആശ്രമവുമാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പിൻപറ്റുന്ന ആശ്രമം. അതേസമയം അധികാരം കൈയാളുന്നവന്റെ ധാർഷ്ട്യമാണ് മുഖ്യധാരയിൽ ഉൾപ്പെടുത്തേണ്ടവരെയും ചവിട്ടി പുറത്താക്കേണ്ടവരെയും നിശ്ചയിക്കുന്നത് എന്നുള്ളത് മറ്റൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വസ്തുത കൂടിയാണ്. ഈ ജാതി വ്യവസ്ഥ എന്നുള്ളത് ആഴത്തിലേക്ക് വേരൂന്നിയ ഇന്ത്യൻ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ഭരണ തലങ്ങൾക്ക് മുന്നിൽ ജയമോഹന്റെ 100 സിംഹാസനങ്ങൾ എന്ന കൃതി ഉറക്കെ വായിക്കപ്പെടേണ്ടതാണ്. ഉന്നത കുലജാതനല്ല എന്ന കാരണത്താൽ പുതുതായി നിയമിക്കപ്പെട്ട ഓഫീസിനുള്ളിലെ വലിപ്പമുള്ള കസേരയ്ക്ക് പകരം ഉപയോഗിച്ചു പഴകിയ ചൂരൽ കസേര നൽകിയത് സവർണതയുടെ അധികാരത്തിന്റെ ബോധപൂർവമുള്ള ഒരു ഇടപെടൽ തന്നെയായിരുന്നു. ഇന്നും താഴെത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്നവരുടെ കീഴിൽ ജോലി ചെയ്യാൻ മനസ്സ് പാകമാകാത്ത മേൽത്തട്ട് ജാതി വ്യവസ്ഥ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ, സർക്കാർ ഉദ്യോഗ തലങ്ങളെ ഭരിക്കുന്നുണ്ട് എന്നുള്ളത് നിഷേധിക്കാനാവാത്ത ഒരു സത്യമായി നിലകൊള്ളുന്നുണ്ട്. ഒപ്പം അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്നത് അതിരുവിട്ട മോഹമായി തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നുമുണ്ട്. ഓഫീസറായിരിക്കുമ്പോൾ വിധി പറയേണ്ടി വന്നാൽ ഒരു ഭാഗത്ത് ന്യായവും മറുഭാഗത്ത് കൊലപാതകിയായ നായാടിയാണെങ്കിൽ തന്നെയും നായാടി തന്നെയാണ് നിരപരാധി എന്ന് ഞാൻ വിളിക്കും. സിവിൽ സർവീസ് ഇന്റർവ്യൂവിൽ ധർമ്മപാലൻ ഇങ്ങനെ പറയുന്നതിന്റെ കാരണം അവിടെ നോവലിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ സമത്വം എന്ന ധർമ്മം ഒരിക്കലും അനുവദിച്ച് കിട്ടാത്തവനാണ് നായാടി. അതുകൊണ്ട് തന്നെ ആദ്യം അനീതിക്ക് ഇരയായവൻ അത് നായാടി തന്നെയാണ്. പക്ഷേ ധർമ്മപാലന് ഈ ധാരണകളെല്ലാം തിരുത്തി കുറിക്കേണ്ടി വരുന്നു. ജോലി സ്ഥലങ്ങളിൽ മറ്റുള്ളവരുടെ കരുണ കണ്ടു മാത്രം കൂടെയിരിക്കാൻ അനുവാദം കിട്ടിയ ഒരു ആശ്രിതൻ മാത്രമായി ക്രമേണ ധർമ്മപാലന് മാറേണ്ടി വരുന്നു എന്നുള്ളതാണ് അവിടെ യാഥാർത്ഥ്യം. ഈ ധർമ്മപാലൻ വീണ്ടും പറയുന്നത് നമുക്ക് കേൾക്കാം. അധികാരത്തിന്റെ ഉത്തരവാദിത്വം മുഴുവൻ പേറിക്കൊണ്ട് ഒരു അധികാരമില്ലാത്ത ജീവിക്കുന്ന നഗരത്തിൽ ഞാൻ ചെന്നു ചേർന്നു. പണിയെടുത്ത ഓരോ ഓഫീസിലും എനിക്ക് താഴെ ശക്തനായ 2ാം നിര ഒരു അധികാരി ഉണ്ടാകും. അയാൾ ആ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ജാതിയിൽപ്പെട്ട ആളായിരിക്കും. ഭരണകക്ഷിയിലെ പ്രമുഖർക്കോ ഉന്നത അധികാരികൾക്കോ വേണ്ടപ്പെട്ട ആളായിരിക്കും. ഞാൻ വന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മുഴുവൻ അധികാരവും അയാളുടെ കൈകളിലേക്ക് ചെന്നു ചേരും. അയാളുടെ ഉത്തരവുകൾ മാത്രമേ അവിടെ നടത്തപ്പെടുകയുള്ളൂ. എന്നാൽ അയാൾ എന്നോട് ഭവ്യതയോട് പെരുമാറും. ആ പട്ടുതുണിക്കുള്ളിൽ ഇരുമ്പുണ്ടെന്ന് എപ്പോഴും എനിക്കയാൾ ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കും. അധികാരികളെന്നും സവർണ മേൽക്കോയ്മ അവകാശപ്പെടുന്ന ഒരു വിഭാഗം തന്നെയായിരിക്കും എന്ന ഇന്ത്യൻ സാഹചര്യങ്ങളെയാണ് മേൽപ്പറഞ്ഞ വരികൾ ഈ നോവലിലൂടെ തുറന്നു കാണിക്കുന്നത്. അധികാരത്തിലെത്തിയാലും കീഴാളന്റെ മുഖത്ത് ഭീതി നിലനിൽക്കുന്നുണ്ട്. ഇവിടെ നമുക്കും കാണാം കാപ്പന്റെ മുഖത്തുള്ള ഭീതി. നായാടുന്ന സമൂഹത്തിന്റെ ക്രൗര്യവും അപകർഷാബോധവും മൂലം ആൾക്കൂട്ടത്തിൽ നിന്നും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു മനസ്സിന്റെ തീവ്രമായ വേദന ഈ നോവലിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനാകും. അതേസമയം ഉള്ളിലുള്ള ജാതിബോധത്തിന്റെയും പിൻകാലത്തിന്റെയും കെട്ടുകൾ പൊട്ടിച്ചുകൊണ്ട് വർത്തമാനകാലത്ത് ജീവിക്കാൻ നിരന്തരമായി പറയുന്ന
ധർമ്മപാലന്റെ ഭാര്യ സുധ ആധുനിക യുവത്വത്തെ പ്രദാനം ചെയ്യുന്നുണ്ട് ഈ നോവലിൽ. പക്ഷേ ഇന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ എന്ന ലേബലിൽ നിന്നുള്ള മോചനം ആഗ്രഹിക്കുന്ന യുവത ചെന്നെത്തുന്നത് സവർണതയുടെ അധികാരമോഹങ്ങൾ ചുട്ടെടുത്ത ഒരു പൊതുബോധത്തിലാണ് എന്നുള്ളതാണ് വാസ്തവം. അതിൽ നിന്നും മാറി നിൽക്കുന്നവൻ മുഖ്യധാരയിൽ നിന്നും അകന്നു നിൽക്കുന്നവരാണെന്ന തെറ്റായ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്നതിൽ പൊതുബോധത്തിന്റെ വക്താക്കൾ ശക്തി പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. ജയമോഹന്റെ 100 സിംഹാസനങ്ങൾ എന്ന ഈ നോവൽ വായിച്ചു തീരുമ്പോൾ നാം ഇതുവരെ നേടിയെന്ന് പറയുന്ന പുരോഗതിയൊക്കെ തന്നെ ഇന്നും എത്ര കണ്ട് ജാതീയതയും അസമത്വവും നിറഞ്ഞതാണെന്നും ഇന്നും കീഴാളവർഗങ്ങളെ മുഖ്യധാര എങ്ങനെ നോക്കിക്കാണുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതില്ലാതാകണമെങ്കിൽ 100 സിംഹാസനങ്ങളിൽ അമർന്നിരിക്കാൻ ഇനിയും അംബേദ്കർമാർ അവതരിക്കേണ്ടിയിരിക്കുന്നു. കന്യാകുമാരി സ്വദേശിയായ ജയമോഹൻ തമിഴിലെ പ്രശസ്തനായ സാഹിത്യ നിരൂപകനും എഴുത്തുകാരനും ഒരാളാണ്. തമിഴിലെന്ന പോലെ മലയാളത്തിലും എഴുതുന്ന ഇദ്ദേഹത്തിന് 1992 സംസ്കൃതി സമ്മാനടക്കം നിരവധി സമ്മാനങ്ങൾ ഇദ്ദേഹത്തിന്റെ പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. സിനിമാ രംഗത്തും സജീവമാകുകയും അദ്ദേഹത്തിന്റെ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും സാമൂഹിക വ്യവസ്ഥയോട് കലഹിക്കുന്നതുമായ ഒരു നോവലാണ് 100 സിംഹാസനങ്ങൾ എന്ന് പറയുന്ന ഈ പുസ്തകം. മറ്റു പുസ്തകങ്ങളെ അപേക്ഷിച്ച് ഇതിന് പ്രകടമായ ഒരു സവിശേഷത പകർപ്പാവകാശമില്ലാതെ പ്രസിദ്ധീകരിക്കാം എന്നുള്ളതാണ്. മികച്ച നോവലിന്റെ വരികളെ അന്വർത്ഥമാക്കുന്ന വിധം ഗിരീഷ് മക്രേരിയുടെ തീക്ഷ്ണമായ വരകളും നമ്മുടെ വായനയ്ക്ക് മാറ്റുകൂട്ടുന്നുണ്ട്. ബാക്ക് ടു കുഞ്ഞു മുഹമ്മദ് സാഹിബ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ജിദ്ദയിലും ദുബൈയിലും പ്രാഥമിക വിദ്യാഭ്യാസം നേടിയവർക്ക് ഒന്നും മനസ്സിലായിട്ടാന്നുള്ള കാര്യം മനസ്സിലായി. എന്ന് പറഞ്ഞാൽ നല്ല മലയാളത്തിൽ പറഞ്ഞത് കൊണ്ട് തന്നെ മലയാളം കാര്യമായിട്ട് അറിയാത്ത അല്ലെങ്കിൽ പ്രാഥമിക വിദ്യാഭ്യാസം ദുബൈയിലും ജിദ്ദയിലൊക്കെ നടത്തിയവർക്ക് ചിലപ്പോൾ ഇത് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നല്ല മലയാളത്തിൽ വളരെ ഭംഗിയായി വളരെ സംശുദ്ധമായ മലയാളം ജഫു നല്ലൊരു താങ്ക് യു വെരി മച്ച്. ജഫുവിനെ കുറിച്ച് ജഫു ഇന്ന് സമകാലിക മലയാളം വാരികകളിലും റേഡിയോയിലും ഒക്കെ നല്ലോണം എഴുതുന്ന ആളാണ് കേട്ടോ. മാത്രല്ല കവിതകളും കവിതകളും ഉണ്ടാവും. ഒരു നല്ല കലാകാരൻ കൂടിയാണ്. നിത്യജീവിയാണ്. അത് മാത്രമല്ല അപ്പൊ നമുക്ക് അടുത്ത കലാപരിപാടിയിലേക്ക് ഇത് ജഫുന് കൊടുത്തത് നമ്മുടെ ഫ്ലയർ ഇൻഫോഗ്രാഫിക് ഡിസൈൻ ചെയ്തതിന് വേണ്ടിയാണ്. സോ സർട്ടിഫിക്കറ്റ് അപ്രീസിയേഷൻ ടു മിസ്റ്റർ ജഫു Jailaf in recognition of invaluable support as an infographic design in the Cigi Creative Leadership Program held on 25th September 2008. ഒരു മൊമെന്റ് ഒരു മൊമെന്റോ കൂടി വേണമായിരുന്നു. ഡെഫിനറ്റ്ലി നമ്മൾ കൊടുക്കുന്നതായിരുന്നു. വേറെ 2 അനൗൺസ്മെന്റ് കൂടി ഉണ്ട്. ഞാൻ ഒരു പോൾ നടത്തിയിരുന്നു. അപ്പൊ നമ്മളെ NEP പോളിസി അത് നിങ്ങൾ എതിർക്കുന്നുണ്ടോ അല്ലെങ്കിൽ അനുകൂലിക്കുന്നുണ്ടോ? അപ്പൊ 88% അതിനെ എതിർക്കുന്നു എന്നതാണ് മനസ്സിലായത്. 12% പേര് മാത്രമാണ് ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അനുകൂലിച്ച് വോട്ട് ചെയ്തത്. സോ അതാണ് ഒരു കാര്യം. So let us move on to the general evaluation by our visionary leader, past Cigi Jeddah chapter chairman. ഇപ്പോൾ ദുബൈക്ക് അവകാശപ്പെടാവുന്നതും കാരണം ദുബൈയിൽ സ്ഥിരതാമസമാക്കിയ അഷ്റഫ് AM സാഹിബ്. പ്ലീസ് ഓവർ ടു യു സർ. താങ്ക് യു വെരി മച്ച്. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വളരെ കാര്യമാത്ര പ്രസക്തമായ ഒരു ഇവാലുവേഷനിലൂടെ കടന്നു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യമായി നമ്മുടെ പ്രിയ സുഹൃത്ത് താലിഷ് സാഹിബിന്റെ പിതാവ് നിര്യാതനായി.
നിങ്ങൾക്ക് അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും പഠിച്ചു നൽകുമാറാകട്ടെ. ജിദ്ദ ചാപ്റ്ററിന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലാണ്. ഈ ഒരു സജീവ സാന്നിധ്യം ആകുമായിരുന്ന അദ്ദേഹത്തിന്റെ പിതാവിന്റെ നിര്യാണത്താൽ ഇന്ന് ആബ്സെന്റ് ആണ്. ആദ്യമായി നമ്മുടെ പ്രാർത്ഥനകൾ. രണ്ടാമത് ഈ ഒരു സെഷനെ പറ്റി പറയുമ്പോൾ ഞാൻ വളരെ പേഴ്സണൽ ആയിട്ടാണ് പറയുന്നത്. അൽഹംദുലില്ലാ, അത് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി പഠിച്ചവന്റെ വലിയൊരു അനുഗ്രഹമാണ്. ദുബൈയിൽ CLP തുടങ്ങുമ്പോൾ അവിടെയും ജിദ്ദയിൽ CLP തുടങ്ങുമ്പോൾ അവിടെയും പഠിച്ചവൻ അവസരം തന്ന ഒരു പക്ഷേ ഒരേ ഒരു വ്യക്തിയാണ് ഞാൻ. അതിപ്പോ അതിൽ നിന്നും ഒരു പടി ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് CLP പോകുമ്പോൾ ഈ ഷംസുദ്ദീൻ സാഹിബ് പറഞ്ഞ പോലെ ഇതൊരു ചരിത്ര നിമിഷമാണ്. ആ ചരിത്ര നിമിഷത്തിലും ഒരുപക്ഷെ എനിക്ക് സ്വപ്നത്തിൽ മാത്രം കാണാൻ കഴിയുന്ന, അല്ലെങ്കിൽ എനിക്ക് മാത്രം സ്വപ്നത്തിൽ മാത്രം കാണാൻ കഴിയുന്ന 2 ചാപ്റ്ററുകളും ഒന്നിച്ചുള്ള ഒരു സെഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. പഠിച്ചവന് എല്ലാ സ്തുതിയും നന്ദിയും. ഈ ഒരു കൂട്ടായ്മ കൂടുതൽ വികസിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഇവിടെ സംസാരിച്ച വിവിധ നേതാക്കൾ പറഞ്ഞ ഷംസുദ്ദീൻ അഹമ്മദ് സാഹിബും മറ്റും പറഞ്ഞ ഒരു വികാരമുണ്ട്. നാം ഈ ചാപ്റ്ററുകൾ തമ്മിൽ കൂടുതൽ ആയിട്ടുള്ള, ഇപ്പോ മുഹമ്മദ് സാഹിബിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു ഒരുമ കൂടുതൽ നമ്മൾ വികസിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഏതാണ്ട് 2000 കിലോമീറ്റർ അകലെയുള്ള ദുബായും ജിദ്ദയും തമ്മിൽ കൈകോർക്കുവാനായിട്ട് അത് ഒരു തടസ്സമായില്ല. അതേസമയം ഇപ്പോൾ ജിദ്ദ അബുദാബി 200 കിലോമീറ്റർ പോലും ദൂരമില്ല. അല്ലെങ്കിൽ ജിദ്ദ റിയാൽ 1000 കിലോമീറ്റർ, അല്ലെങ്കിൽ റിയാൽ ദമ്മാം 450 കിലോമീറ്റർ. ഈ ദൂരമല്ല, ഹൃദയത്തിന്റെ അടുപ്പമാണ് അല്ലെങ്കിൽ മാനസിക പൊരുത്തമാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവിടെയാണ് നമ്മുടെ ഇബ്രാഹിം ഷംനാട് സാഹിബിന്റെ ക്ലാസ് പ്രസക്തമാകുന്നത്. ആ ഒരു കന്നഹും പുന്യാനും മർസൂസ് വളരെ ശക്തമത്തായ ഒരു ചുമര് പോലെ അല്ലെങ്കിൽ ഒരു കെട്ടിടം പോലെ നമ്മൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കണം. അതാണ് ഒരു വിജയത്തിന്റെ രസതന്ത്രം. ആ രസതന്ത്രം നമുക്കിന്ന് കണ്ടുകിട്ടി. അതിനെ നമ്മൾ കൂടുതൽ പരിപോഷിപ്പിക്കുകയും മറ്റു ചാപ്റ്ററുകളും ഈ ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരം കൂടുതൽ കൂട്ടു സംരംഭങ്ങൾ തുടങ്ങണമെന്നും നമ്മെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തത് ഈ പ്രോഗ്രാമിനെ പറ്റി തന്നെയാണ്. അൽഹംദുലില്ലാ, കറക്റ്റ് സമയത്ത് തുടങ്ങി. 4:30. ഞാൻ ഇന്ത്യയിൽ നിന്നാണ് സംസാരിക്കുന്നത്. 4:30 മണിക്ക് തുടങ്ങി. അൽഹംദുലില്ലാ, വളരെ അത് വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്നാണല്ലോ പറയുന്നത്. അപ്പൊ നമ്മൾ കറക്റ്റ് സമയത്ത് തുടങ്ങി. അതിന് സംഘാടകരുടെ ആ ഒരു സംഘാടന ക്ഷമത എടുത്തു പറയേണ്ടതാണ്. അത് തുടങ്ങുമ്പോൾ തന്നെ ഏതാണ്ട് 40-ലധികം പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. അത് ഒരു ഘട്ടത്തിൽ 79 വരെ പോയി. ഇന്ന് അത് 36-ൽ നിൽക്കുകയാണ്. അതായത് 50% പേര് ഈ സെഷനിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇതിലൊരു പാഠം ഉണ്ട്. വാസ്തവത്തില് എന്റെ മഗ്‌രിബ് കഴിഞ്ഞു, ഇഷാബാങ്കം കൊടുത്ത് നിൽക്കുന്ന സമയമാണ്. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് മഗ്‌രിബ് നിസ്കരിച്ച് വന്നിട്ട് ഇരിക്കുന്ന ഒരു സമാധാനത്തിലാണ്. അപ്പോൾ ഈ ടൈം സോണിന്റെ അന്തരം നമ്മൾ ഇതിന്റെ ഈ സംഘാടനത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇപ്പോ ദുബായ് ഈസ് അണ്ടർ പ്രഷർ. 5 മണി 5 6 മണി 6:20. അതെ. അപ്പോ ഏതാണ്ട് അസർ 3 മണിക്ക് തുടങ്ങിയതാണ്. അതാണ്. അപ്പോൾ നമ്മൾ ഈ സമയം വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു ഏരിയ ഫോർ ഇംപ്രൂവ്മെന്റ് ഈ മീറ്റിംഗിൽ നിന്ന് കാണുന്നത് ടൈം മാനേജ്മെന്റ് തന്നെയാണ്. 2 മണിക്കൂർ 20 മിനിറ്റിന്റെ ആണ് നമ്മുടെ ഷെഡ്യൂള്. ഇന്ന് നമ്മൾ 3 മണിക്കൂറും കഴിഞ്ഞു. ഏതാണ്ട് 1 മണിക്കൂർ ഓവർഷൂട്ട് ചെയ്തു. അപ്പോൾ അത് നമ്മളെ പ്ലാനിങ്ങിൽ നമ്മൾ എന്ത് കൂടുതൽ പുരോഗതി അല്ലെങ്കിൽ കൂടുതൽ മോഡിഫിക്കേഷൻ വരുത്തണമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ട് ഉണ്ട്.
എനിക്ക് കൂടുതലായിട്ട് ഇതില് പറയാനില്ല. പ്രാസംഗികരെ പറ്റിയുള്ള ഒരു ഇവാലുവേഷൻ കഴിഞ്ഞു. എനിക്ക് ഡിബേറ്റ് സെഷനെ പറ്റിയല്ല എനിക്ക് പറയാനുള്ളത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അത് വളരെ ഹോംവർക്ക് ചെയ്തിട്ടാണ് 2 ടീമുകളും ഇവിടെ അവതരിപ്പിച്ചതെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ. ഈ ഹോംവർക്ക് നമ്മളെ ഈ സെഷനിൽ നമ്മൾ ചെയ്ത ഹോംവർക്ക് നമ്മളത് കൂടുതൽ ഓർഗാനിക് ആയിട്ട് അതിനെ പരിവർത്തിപ്പിക്കണം. ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി സിജിയുടെ എല്ലാ ചാപ്റ്ററുകളുടെയും ഒരു കരിക്കുലമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മുടെ എല്ലാ പ്രവർത്തകർക്കും മനസ്സിലാക്കാവുന്ന രീതിയിൽ അതിനെ കൂടുതൽ വിപുലമായും കൂടുതൽ ഗാഢമായും പഠിക്കുവാനും അതിനെ ചർച്ച ചെയ്യാനും ഇപ്പൊ പറഞ്ഞു 34 വർഷത്തിന് ശേഷമാണ് ഒരു എഡ്യൂക്കേഷൻ പോളിസി വന്നതെന്ന് പറഞ്ഞു. അള്ളാഹു അലം ഇനി എത്ര വർഷം കഴിഞ്ഞിട്ടാണ് അടുത്ത എഡ്യൂക്കേഷൻ പോളിസി വരുന്നതെന്ന് അറിഞ്ഞൂടെ. പക്ഷേ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ എന്നുള്ള നിലയിൽ നമുക്ക് ഇതിന്റെ അകക്കാമ്പ് കണ്ടെത്തിയേ തീരൂ. അതുകൊണ്ട് നമ്മുടെ ഓരോ പ്രവർത്തകർക്കും ഇത് എങ്ങനെ അനുഭവവേദ്യമാക്കാൻ കഴിയും എന്ന ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ പറ്റിയുള്ള കൂടുതൽ ഗാഢമായ പഠനം എല്ലാ ചാപ്റ്ററുകളും നടത്തണം എന്ന ഒരു നിരീക്ഷണമാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. മാത്രമല്ല കൂടുതൽ പ്രോക്സിമൽ ആയിട്ട് പറഞ്ഞാല് നമ്മുടെ വിഷൻ 2030 ഇതെങ്ങനെ ബാധിക്കുന്നു, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആയിട്ടാണെങ്കിലും നെഗറ്റീവ് ആയിട്ടാണെങ്കിലും എങ്ങനെ ബാധിക്കുന്നു, പക്ഷെ അതിനനുസരിച്ച് നമ്മുടെ സ്ട്രാറ്റജിക് പ്ലാനെ നമ്മൾ എങ്ങനെ തിരുത്തി എഴുതും എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ കണ്ട പോലെ സുപ്രീം കോടതി വരെ എത്തി നിൽക്കുന്ന കേസ്, ദർശൻ TV ആയി ബന്ധപ്പെട്ട കേസുമെല്ലാം ഇതെല്ലാം നമ്മുടെ വിഷൻ 2030 ആക്ടിവിറ്റീസിനെ നേർക്കുനേരെ ബാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഏത് രീതിയിൽ നമ്മൾ നമ്മുടെ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യും എന്നതിനെ പറ്റി നല്ല ഒരു ധാരണ വേണം. മറ്റൊന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുസ്തഫ സാഹിബ് പറഞ്ഞ പോലെ നമ്മളൊരു ട്രാൻസ്ഫോർമേഷണൽ ആസ്പെക്ട് ആണ് നമ്മൾ CLP കൂടെ കാണുന്നത്. ഇവിടെ അൽഹംദുലില്ലാ നമ്മൾ കണ്ട് എല്ലാവരും വളരെ പ്രഗത്ഭരും അവരുടെ ഡെലിവറിയിലാണെങ്കിൽ അവരുടെ കോണ്ടന്റിലായാലും എല്ലാം ഉന്നത നിലവാരം പുലർത്തുന്നവരാണ്. ഞാൻ ആരെയും വ്യക്തിപരമായി പറയുന്നില്ല, അത് നമുക്ക് എല്ലാവർക്കും അത് മനസ്സിലാക്കിയാണ്. ഞാൻ സമയക്കുറവ് കൊണ്ട് മാത്രമാണ് അതിൽ നിന്നും വിരമിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് വിഷൻ 2030 ആയിട്ട് ബന്ധപ്പെട്ട് വേണം നമ്മുടെ CLPയെ ഇനി പരിവർത്തിപ്പിക്കാൻ. അതിന്റെ കോണ്ടന്റും അതിന്റെ ഡെലിവറിയും ആ രീതിയിൽ നമ്മൾ അതിനൊരു നെക്സ്റ്റ് ലെവലിലേക്ക് ഒരു വേർഷൻ 2.0 അല്ലെങ്കിൽ 3.0 നമ്മൾ അതിനെ മാറ്റണം എന്നാണ് എനിക്ക് വളരെ ശക്തമായിട്ട് പറയാനുള്ളത്. ഈ നമ്മുടെ ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൽ ഒതുങ്ങി നിൽക്കാതെ അതിന് അപ്പുറത്തേക്ക് നമ്മുടെ വിഷൻ 2030 ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സചേതനമായ പ്രോജക്റ്റുകൾ ഇതിൽ കൂടി ഉയർന്നു വരണം. അതിന് നമുക്ക് ഇതിന്റെ ഫോർമാറ്റുകളിൽ വേണ്ട ആവശ്യം വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തിയാണെങ്കിൽ പോലും ഇത് നമ്മുടെ ഒരു ഗേറ്റ് വേ ആണ്. ധാരാളം കർമ്മോത്സുകരായ സാമൂഹ്യ പ്രവർത്തകരെ സിജിയിലേക്ക് ആകർഷിക്കുന്ന ഒരു പ്രവർത്തനം എന്ന നിലയിൽ നമുക്ക് അതിനെ കൂടുതൽ അർത്ഥവത്താക്കേണ്ടതുണ്ട്. ആ രീതിയിൽ എങ്ങനെയാണ്, പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ന് നമ്മൾ കണ്ട പോലെ നമ്മുടെ അൽഹംദുലില്ലാ പഠിച്ചുകൊണ്ട് തന്ന വിശാലമായ ടാലന്റ് പൂള് അതിനെ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഈ വിഷൻ 2030 ആയിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ഈ CLPയിലൂടെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ആ രീതിയിൽ ഇത് നമുക്ക് എല്ലാവർക്കും കൂട്ടായി ആലോചിച്ചിട്ട് അത് മുസ്തഫ സാഹിബ് പറഞ്ഞ പോലെ ഈ ഒരു ട്രാൻസ്ഫോർമേഷണൽ ആസ്പെക്റ്റില് നമ്മൾ ഊന്നൽ കൊടുക്കണം എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലീഡർഷിപ്പ് സ്കിൽസ് നമ്മുടെ ടോസ്റ്റ് മാസ്റ്റേഴ്സിന്റെ സാന്നിധ്യം, സ്വാധീനം വളരെ പ്രകടമാണ്. നാം അതിന്റെ ബെസ്റ്റ് പ്രാക്ടീസസ് ഉൾക്കൊണ്ട് കഴിഞ്ഞു. പക്ഷെ നമുക്ക് അവിടെ നിന്നാൽ പോരാ, നമുക്ക് നമ്മുടെ അജണ്ട ഉണ്ട്. ആ അജണ്ടയിലേക്ക് നമ്മൾക്ക് ഇതിനെ പരിവർത്തിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ആ രീതിയിൽ വരും നാളുകളിൽ ദുബായിയുടെയും പ്രത്യേകിച്ച് ദുബായിയുടെയും ജിദ്ദയുടെയും പ്രവർത്തകർ, അണിയറ പ്രവർത്തകർ കൂട്ടായി ഇരുന്ന് ആലോചിച്ച് ഈ ഒരു ഫോർമാറ്റിനെ
വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തി ഒരു നെക്സ്റ്റ് വേർഷൻ ഓഫ് CLP-യിലേക്ക് പോകണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി ഞാൻ ജിദ്ദ സെഷനിൽ, ജിദ്ദ ചാപ്റ്ററിൽ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റീവ് ലീഡർഷിപ്പ് എന്നാണ് CLP-യെ ഉയർത്തിയിരിക്കുന്നത്. പക്ഷെ ഒരു തരത്തിലും കമ്മ്യൂണിറ്റി ലീഡർഷിപ്പ് എന്നതിന്റെ അടിസ്ഥാന തത്വം, അതിന്റെ അടിസ്ഥാന ലക്ഷ്യത്തിൽ നിന്ന് നമുക്ക് വ്യതിചലിക്കാൻ കഴിയില്ല. ക്രിയേറ്റീവ് ലീഡർഷിപ്പ് നമ്മൾ വിളിക്കുന്നത് ചില സ്ട്രാറ്റജിക് ആയിട്ടുള്ള റീസൺസ് കൊണ്ടാണ്. ഇത് കമ്മ്യൂണിറ്റി ലീഡർഷിപ്പ് തന്നെയായിട്ട് മുന്നോട്ട് പോകണം. ആ ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള ഒരു നിരയെ വാർത്തെടുക്കാൻ തന്നെയാണ് CLP ഉദ്ദേശിക്കുന്നത്. ആ ഒരു പേഴ്സ്പെക്റ്റീവ് നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ സെഷന്റെ സംഘാടനത്തിന് അനവരതം പരിശ്രമിച്ച ഓരോരുത്തർക്കും അഭിനന്ദനങ്ങൾ. പഠിച്ചവൻ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും തക്ക പ്രതിഫലം നൽകട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. Mashallah. Thank you, Asaf Sahib. Thank you very much for that wonderful evaluation. എല്ലാം ടച്ച് ചെയ്തു എന്നുള്ളതാണ്. സോ താങ്ക് യു വെരി മച്ച്. സമയക്കുറവ് കാരണം ഞാൻ അടുത്ത ക്ലോസിംഗ് റിമാർക്സിലേക്ക് കിടക്കുകയാണ്. സോ ഓവർ ടു ജിദ്ദ ചാപ്റ്റർ ചെയർമാൻ അബ്ദുൽ. താങ്ക് യു. ഓവർ ടു യു. ബഹുമാനപ്പെട്ട സിജി ഇന്റർനാഷണൽ ചെയർമാൻ മുസ്തഫ സാഹിബ്, സിജി ജിദ്ദ ചാപ്റ്റർ ചെയർമാൻ ഷംസു സാഹിബ്, നമ്മളെ വിഷണറി ലീഡർ അഷ്റഫ് സാഹിബ്, സിജി CLP ഡയറക്ടേഴ്സ് കുഞ്ഞി ആൻഡ് മിലൻ, മറ്റുള്ള സിജി ലീഡേഴ്സ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. വളരെ പ്രഗത്ഭരായ ടീമുകളുടെ പ്രകടനം. ശരിക്കും പറയുകയാണെന്നുവെച്ചെങ്കിൽ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ കോൺടെസ്റ്റ് കാണുന്ന ഒരു പ്രതീതിയോടെയാണ് മറ്റുള്ള പല പ്രസംഗങ്ങളും കേട്ടത്. ഇങ്ങനെ ഒരു രണ്ട് പവർഫുൾ ആയുള്ള ടീമിനെ ഒരുമിച്ച് നിർത്താൻ വേണ്ടി ശ്രമിച്ച കുഞ്ഞി സാഹിബിനും അതുപോലെ തന്നെ മിലൻ സാഹിബിനും ആദ്യമായിട്ട് ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കും. ഇങ്ങനത്തെ ഒരു നല്ലൊരു സ്ട്രാറ്റജി ഫോം ചെയ്തു. അതിന് ഫുള്ള് സപ്പോർട്ടും ചെയ്തു കൊടുത്തുള്ള നമ്മളെ ഷംസുദ്ദീൻ സാഹിബ്, അദ്ദേഹത്തിനും എൻ്റെ ഒരു പ്രത്യേക സല്യൂട്ട് അൻസലാം. പ്രോഗ്രാമുകളുടെ കാര്യങ്ങൾ പറയണമെന്ന് വെച്ചെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. വളരെ നന്നായിരുന്നു എല്ലാ സ്പീച്ചുകളും. നമ്മുടെ ഫമീബിൻ സാഹിബിന്റെ സ്പീച്ച് വളരെ നല്ലതായിരുന്നു. അതിന്റെ ആകെ പറയാനുള്ള ഒരു റിമാർക്ക് അഷ്റഫ് സാഹിബ് പറഞ്ഞെന്ന കാര്യമാണ്. നമ്മുടെ സ്പീച്ച് എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടോസ്റ്റ് മാസ്റ്റേഴ്സിന്റെ സ്പീച്ചിന്റെ നമ്മൾ കൊടുക്കുന്ന ഒരു റെലവൻസ് ഉണ്ട്. ഞാനും ഒരു ടോസ്റ്റ് മാസ്റ്റേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ ആളാണ്. ടോസ്റ്റ് മാസ്റ്റേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ഒരു റെലവൻസ് എന്താണെന്ന് വെച്ചാല് അതിന്റെ ഡെലിവറി പാർട്ടിനാണ് ഏറ്റവും കൂടുതൽ റെലവൻസ് കൊടുക്കുന്നത്. അതിന് ഇന്ന് വ്യത്യസ്തമായിട്ട് നമ്മളെ ജിദ്ദയിൽ CLPക്ക് തുടക്കക്കാരനായ അഷ്റഫ് സാഹിബ് ഞങ്ങളൊക്കെ ഗൈഡ് ചെയ്തതുപോലെ ഞങ്ങൾ ഇവിടെയൊക്കെ കാര്യമായിട്ട് മാറ്റങ്ങൾ വരുത്തി. എപ്പോഴും ടോപ്പിക്കുകൾ നമ്മളെ വിഷന് മീറ്റ് ചെയ്യാവുന്ന രൂപത്തിൽ ഒരു സ്പീച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ കണ്ടന്റിന് വളരെയധികം റെലവൻസ് കൊടുക്കുക. അപ്പൊ അതിലൂടെ നമുക്ക് കണ്ടന്റുകളും കൂടെ ഉണ്ടാക്കുക എന്നുള്ള രൂപത്തിലേക്ക് മാറേണ്ടതുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ എടുത്തുള്ള ടോപ്പിക്, ഇന്ന് നമ്മളൊരു ഡിബേറ്റിന് എടുത്ത ടോപ്പിക് നോക്കുകയാണെങ്കിൽ തന്നെ എക്സലന്റ് ടോപ്പിക്, നന്നായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. പലർക്കും അതിന് ഫോറിന് വേണ്ടി സംസാരിക്കാൻ ജിദ്ദക്കാര് സമ്മതം മൂടിയെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ ഒരു ഫോറിന് സമ്മതിക്കുന്ന ഒരു കണ്ടീഷനിലല്ല ഈ പോളിസി കാണുന്നത്. അതിന് ആ പോളിസി കൊണ്ടുള്ള അഗാധമായി പഠിച്ചത് കൊണ്ടുള്ള എതിർപ്പിൽ ഉപരിയായിട്ട് ആ പോളിസി ആര് നടപ്പിലാക്കുന്നു, ആര് കൊണ്ടുവരുന്നു, അതിന്റെ പിന്നിൽ ഉദ്ദേശങ്ങൾ എന്തെല്ലാം ആയിരിക്കും എന്നുള്ള തീർച്ചയായിട്ടുള്ള ഒരു ബോധം ഉണ്ടായത് കൊണ്ടാണ് ഈ പോളിസികൾക്കും കാര്യങ്ങൾക്കും വളരെയധികം എതിരായിട്ട് നമ്മളെ ഓരോരുത്തരും ചിന്തിക്കുന്നത്. ഇതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശം ഉണ്ടാകാമെന്നുണ്ട്. ആ സമയത്ത് പല കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ അതിൻ്റെതായ പോസിറ്റീവ് ആസ്പെക്റ്റുകൾ കുറെ ഉണ്ടെങ്കിലും ഇത് നടത്താൻ കൊണ്ടുവരുന്നത് ആരാണ്, അവർ ഇതുവരെ ചെയ്തിട്ടുള്ള തീരുമാനങ്ങൾ എത്രത്തോളം നമുക്കൊക്കെ ഹാനികരമാവുന്ന രൂപത്തിലായിരുന്നു എന്നുള്ള ഒരു തോട്ട് പ്രോസസും കൂടെ ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ഇതിനൊക്കെ എല്ലാവരും എതിർക്കുന്നത്. അതുപോലെ ജിദ്ദയിലുള്ള മിക്കവാറും ആളുകളും മാനസികമായിട്ട് സിജി പ്രവർത്തകരൊക്കെ ഇതിനെതിർ തന്നെയാണ്. പക്ഷെ ഈ ഒരു ഡിബേറ്റ് എന്നുള്ള സ്റ്റൈലിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളെ ജിദ്ദയിൽ നിന്നുള്ള ടീം, ദുബായിൽ നിന്നുള്ള ടീം വളരെ നല്ല രൂപത്തിൽ തന്നെ അവതരിപ്പിച്ചു. വളരെയധികം സന്തോഷം ആ കാര്യത്തിൽ.
അതുപോലെ തന്നെ നമ്മുടെ ഹാഷിം സാഹിബിന്റെ മെസ്സേജ് മിനിമലിസം വളരെ നന്നായിരുന്നു, വളരെ നല്ല രൂപത്തിലുള്ള മെസ്സേജ്. അപ്പോ എന്തായാലും ഞാനിപ്പോ ഓരോ സ്പീച്ചിലേക്കും കാര്യങ്ങളിലേക്കും പോകുന്നില്ല. വളരെ സന്തോഷം. ഇതുപോലുള്ള കാര്യങ്ങൾ വീണ്ടും സിനർജറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുഹമ്മദ് കുട്ടി പറഞ്ഞോളൂ, ഒരുമയോടെ നമുക്ക് മുന്നോട്ട് പോകാൻ പടച്ചതമ്പുരാൻ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ആഷഫ് സാഹിബിന്റെ സംസാരം കേട്ടു, വളരെ സന്തോഷം. ഇവിടെ ജിദ്ദയില് CLP സജീവമാകാൻ, CLPക്കുള്ള കാരണം വെച്ചാൽ ഒരു വിഷണറി ലീഡർ എന്നുള്ള നിലയിൽ എന്നും നമ്മൾ കാണുന്ന ആഷഫ് സാഹിബ്, അദ്ദേഹമാണ് ശരിക്കും CLPനെ ജിദ്ദയിൽ ആ കൺസെപ്റ്റ് വളരെ തറവായിട്ട് കൊണ്ടുവരികയും അതെങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള വളരെ കൃത്യമായ ഗൈഡൻസ് തന്നുകൊണ്ടാണ് നമ്മൾ CLP ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് അത് ഞാൻ കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു ഇതിന്റെ CLP ഡയറക്ടറായിട്ടുള്ള കുഞ്ഞി സാഹിബ് അതിനെ വളരെ നല്ലൊരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞു. അതിന്റെ വളരെ ക്വാളിറ്റിയോടുകൂടി ഉള്ള ടീമിലാണെങ്കിൽ മുഹമ്മദ് കുട്ടി അതുപോലുള്ള ജിദ്ദയിലുള്ള ടീമുകളൊക്കെ വളരെ സജീവമായിട്ടുള്ള ആളുകൾ, മീഡിയയുടെ പ്രവർത്തകർ നാസറാട്ടെ, മറ്റുള്ള ആളുകളെല്ലാം എല്ലാവരും വളരെ നല്ല രൂപത്തിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സർവശക്തനാഥന് മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടുതൽ തൗഫീഖ് നൽകുമാറാണ്. അതോടൊപ്പം തന്നെ നമ്മളെ അബൂബക്കർ സാഹിബ് എന്ന് അവതരിപ്പിച്ച നമ്മളെ ഡിബേറ്റ് അവതാരണം എന്നുള്ള നിലയിൽ ആ ഡിബേറ്റിന്റെ ഓവറോൾ മോഡറേഷൻ എന്നുള്ള നിലയിൽ എക്സലന്റ് ഫോമിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിനും അതുപോലെ തന്നെ ഒരു വലിയ സല്യൂട്ട് എല്ലാവർക്കും. ഇനിഷ്യലി നമ്മളെ പ്രസംഗം ഖിറാത്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്ത ഇബ്രാഹിം ഷംനാട് മുതൽ ഓരോരുത്തരും ക്വാളിറ്റി വളരെയധികം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സംസാരിച്ച് ആകെയുള്ള ഒരു കൺസേൺ നമുക്ക് ഇങ്ങനെ വലിയ നമ്മൾ രണ്ട് പവർഫുൾ ആയിട്ടുള്ള ടീമുകൾ ഒരുമിച്ച് കൂടുമ്പോൾ ഉണ്ടാവുന്ന ഒരു വലിയ കൺസേൺ എന്ന് വെച്ചെങ്കിൽ നമ്മുടെ ടൈമിന്റെ കൺസേൺസ് ആണ് ഉള്ളത്. ആ ടൈമിന്റെ കൺസേൺസിന് അത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു വലിയ ചിന്തയാണ്. കാരണം രണ്ട് ടീമുകൾ വലിയ ടീമുകളാണ്, രണ്ടുപേർക്കും ടൈം സ്ലോട്ടുകൾ കൊടുക്കണം. അപ്പൊ അതുപോലെ തന്നെ കാസിം സാഹിബിന്റെയും ഹനീഫ് സാഹിബിന്റെയും മറ്റുള്ള ഫവാസിന്റെയും ഒക്കെ അവരുടെ എല്ലാവരുടെയും സ്പീച്ച്, അഹമ്മദ് ഷബീർ സാഹിബിന്റെയും ഒക്കെ സ്പീച്ചുകളുടെ ഡിബേറ്റുകൾ എന്നുള്ള നിലയിൽ വളരെ നല്ല സ്ട്രോങ് ആയിരുന്നു. നല്ല ഇൻ ടേംസ് ഓഫ് കണ്ടന്റ്, ഇൻ ടേംസ് ഓഫ് ഡെലിവറി, ഇൻ ടേംസ് ഓഫ് എക്സ്പീരിയൻസ്, എവറിഥിങ് യു കുഡ് ഡെപിക്ട് ഇറ്റ് വെരി ക്ലിയർലി. ആൻഡ് ബിഗ് സല്യൂട്ട് ടു ഓൾ ഓഫ് യു. ജസാഖുല്ലാഹു ഖൈറൻ. May Allah bless all of us. May Allah guide all of us in the right path always. And ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ബാക്ക് ടു Thank you very much. Thank you very much. സമയം 5:34. മാഷാഅല്ലാഹ് തബാറക്കല്ലാഹ്. മാഷാഅല്ലാഹ് 5:34 ദുബൈയിൽ ഏകദേശം 6:30 അപ്പൊ മഗ്‌രിബിന്റെ സമയമായി. അതുകൊണ്ട് ഒരു കാര്യം കൂടി പറയാണ്. നമ്മുടെ അബ്ദുൽ മജീദ് സാബ് ഇവിടെയുണ്ട്, സിജി ഇന്റർനാഷണൽ ചീഫ് കോർഡിനേറ്റർ ആണ്. സോ പ്ലീസ് കൈൻഡ്ലി അക്നോളജ് ദ പ്രസൻസ് ഓഫ് അബ്ദുൽ മജീദ് സാബ്. So please, Mashallah, Majid Sahib. 1 minute of inspiration please before we wind up. അസ്സലാമലൈക്കും. വളരെയധികം സന്തോഷമുണ്ട്. യഥാർത്ഥത്തില് ഇന്ന് ഇറ്റ് ഈസ് എൻ ഹിസ്റ്റോറിക് സ്റ്റെപ്പ്. അഷ്റഫ് സാഹിബ് സൂചിപ്പിച്ച പോലെ സോ ഇറ്റ് ഈസ് വെരി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് എ ഹിസ്റ്റോറിക് പ്രോഗ്രാം. എന്തായിരുന്നാലും അഷ്റഫ് സാഹിബ് വളരെ റൈറ്റ്ലി സെഡ് തൗസൻഡ്സ് ഓഫ് മൈൽസ് അതല്ല പ്രശ്നം, നമ്മളെ മനസ്സിന്റെ ചേർക്കലാണ്. ഏതായിരുന്നാലും അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, നമ്മളെ സമയത്തിലും ബർക്കത്ത് ചെയ്യട്ടെ. ഒരുപാട് മുമ്പോട്ട് ഈ പ്രസ്ഥാനം നമുക്ക് എടുക്കാൻ നമുക്ക് സഹായിക്കട്ടെ. വിദ്യാഭ്യാസ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച വളരെ കൺസ്ട്രക്റ്റീവ് ആയിരുന്നു, നന്നായി. എന്തായിരുന്നാലും റൈറ്റ് ടോപ്പിക് അറ്റ് ദ റൈറ്റ് ടൈം. നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ് എന്തൊക്കെയാണോ അതിന്റെ പോസിറ്റീവ് സൈഡ് എന്നുള്ളത് നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകണം. അത് തന്നെയാണ് എനിക്ക് തരാനുള്ള ഒരു സന്ദേശം. ഏതായിരുന്നാലും ഇതൊരു തുടക്കം മാത്രമാവട്ടെ. ഒരുപാട് സെഷൻസ് കുഞ്ഞി സാഹിബും ദുബായിൽ നിന്നുള്ള ടീമും എല്ലാവരും തന്നിട്ടുള്ള വണ്ടർഫുൾ ആണ്. എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സാഡ് ഡേ ആയിരുന്നു. ദമാമിനെ സംബന്ധിച്ച് 3 കുട്ടികൾ ആക്സിഡന്റ് ആയിട്ട് മരിച്ചു. അവിടെ അറ്റൻഡ് ചെയ്ത് ജസ്റ്റ് വന്ന് ചേർന്നിട്ടില്ലായിരുന്നു, ഖബറടക്കമൊക്കെ കഴിഞ്ഞു. ഇതായിരുന്നു. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ് എല്ലാവരോടും. വളരെ 22 വയസ്സുള്ള 3 കുട്ടികളാണ് നാഷണൽ ഡേ അന്ന് ഒരു ആക്സിഡന്റിൽ മരിച്ചത്. നമ്മളുമായിട്ട് വളരെ അടുപ്പുള്ള ആൾക്കാരാണ്. ഏതായിരുന്നാലും ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും. ബാക്ക് ടു യു. മാഷാഅല്ലാഹ് മാഷാഅല്ലാഹ്. Thank you very much. So എനിക്ക് തോന്നുന്നു മജീദ് സാറിനെ കാണുന്നതന്നെ ഒരു ഇൻസ്പിറേഷൻ ആണ്. Mashallah, Majid Sahib. Jazakallah khair, habibi. Officially, always we are with you. Go ahead. Thank you, sir. Take care. Officially, we adjourn this meeting. Okay. Thank you. Alhamdulillah. Subhanakallah wa bihamdika ashhadu an la ilaha illa anta astaghfiruka wa atubu ilaik. Wassalamu alaikum wa rahmatullahi.